അസ്സലാമു അലൈക്കും. പ്രിയമുള്ളവരെ, വളരെ സന്തോഷകരമായ ഒരു നിമിഷത്തിലാണ് നമ്മളെല്ലാവരും കൂടിയിരിക്കുന്നത്. വളരെ കാലം കൊണ്ട് ആഗ്രഹിക്കുന്ന ഒരു കൂട്ടായ്മ, ആ കൂട്ടായ്മയുടെ തുടക്കമാണ് ഇവിടെ നടക്കാൻ പോകുന്നത്. നമ്മുടെ പ്രദേശത്തിൻ്റെ, ഞാൻ ദീർഘിപ്പിക്കുന്നില്ല, നമ്മുടെ പ്രോഗ്രാം ഷെഡ്യൂൾഡ് ചെയ്തിരിക്കുന്നത് ഉദ്ഘാടന വേണം 15 മിനിറ്റാണ് മാക്സിമം. അതുകൊണ്ട് കൂടുതൽ പറഞ്ഞ് ഇവിടെ ബഹുമാനപ്പെട്ട പ്രസിഡന്റ് ഉൾപ്പെടെ ഉള്ള ആൾക്കാരുണ്ട്, അവർക്ക് 1-2 വാക്ക് പറയണം. അതുകൊണ്ട് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. എന്നാലും 1-2 കാര്യങ്ങൾ സൂചിപ്പിക്കുകയാണ്. ഇങ്ങനൊരു കൂട്ടായ്മ വളരെ കാലങ്ങൾക്ക് കൊണ്ട് നമ്മളെല്ലാം ആഗ്രഹിക്കുന്നതാണ്. അതിൻ്റെ ആവശ്യകത എന്നെക്കാൾ കൂടുതൽ നിങ്ങൾക്കറിയാം. നമ്മുടെ ഈ പ്രദേശത്തിൻ്റെ വിദ്യാഭ്യാസ തൊഴിൽ മേഖലകളുടെ പിന്നാക്കാവസ്ഥ, അതിന് പ്രധാനപ്പെട്ട കാരണങ്ങൾ നമ്മൾക്കറിയാം. അതിലേക്ക് ചേർന്ന് പോകേണ്ട ആവശ്യമില്ല. ഇനി എന്താണ്? പാസ്റ്റ് ഈസ് പാസ്റ്റ്. കഴിഞ്ഞ കാലങ്ങൾ കഴിഞ്ഞു. നമുക്ക് ഇനി എന്താണ് നമുക്ക് ചെയ്യാൻ കഴിയുന്നത്? അതിന് നമുക്ക് ഈ സമൂഹത്തോട് നമ്മുടെ കടമ ഒരു പരിധി വരെ, ഒരു അംശമെങ്കിലും നമുക്ക് ശരിയായ രീതിയിൽ ഈ മേഖലയിൽ വിനിയോഗിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ എന്നുള്ളൊരു ചിന്ത ഈ വേദിയിൽ വെച്ച് നമുക്കുണ്ടാകണം. കാരണം നമ്മുടെ കുട്ടികൾ ഇങ്ങനെയാണ്, അവർ പഠിക്കുന്നില്ല, പഠിച്ചാൽ തന്നെ പ്രയോജനപ്പെടുത്തുന്നില്ല. നമ്മൾ ഞാൻ ഉൾപ്പെടെയുള്ള വ്യക്തികൾ ഓരോ ചായക്കട മൂലയിലും പടിഞ്ഞാറിരുന്നും വീട്ടിലിരുന്നും ഒക്കെ പരിതപിക്കുമ്പോൾ, കുറ്റം പറയുമ്പോൾ, അവരെ പ്രതിസ്ഥാനത്ത് നിർത്തുമ്പോൾ, ഒരു സാമൂഹ്യ ജീവി എന്ന നിലയിൽ, ഒരു രക്ഷിതാവെന്ന നിലയിൽ നീ എന്ത് ചെയ്തെന്നൊരു സ്വയം ഒരു ചോദ്യം നമുക്ക് പലർക്കും ഉണ്ടായതിൻ്റെ ഫലമാണ് ഇങ്ങനൊരു കൂട്ടായ്മ. ഇപ്പോൾ ബഹുമാനപ്പെട്ട ഖലീൽ സാഹിബ് ഇവിടെ ക്ലാസ് എടുക്കും. അതിന് ഒരു പ്രധാനപ്പെട്ട കാര്യം, നമ്മുടെ കുട്ടികൾ പലരും നമ്മൾ അറിയാതെ തന്നെ ഇതുമായിട്ട് ഇറങ്ങി തിരിച്ചപ്പോഴാണ് നമ്മളെ അത്ഭുതപ്പെടുത്തുന്നത്. ഒരുപാട് കുട്ടികളും, പ്രത്യേകിച്ച് പെൺകുട്ടികൾ, അതിൻ്റെ ഫലമാണ് ഇപ്പോൾ കാണാൻ കഴിയുന്നത്. അതിസമ്പന്നരായ PG ഉൾപ്പെടെ PhD ഉൾപ്പെടെയുള്ള കുട്ടികൾ നമ്മുടെ ഈ സമൂഹത്തിൽ, ഈ നാട്ടിൽ ഉണ്ടെന്നുള്ള കാര്യം വളരെ സന്തോഷകരമായ കാര്യം നമുക്കറിയാൻ കഴിയും. പക്ഷെ അത് വേണ്ട വിധത്തിൽ ആ കുട്ടികൾക്കോ ആ കുട്ടികളുമായിട്ട് ബന്ധപ്പെട്ട മാതാപിതാക്കൾക്കോ അല്ലെങ്കിൽ സമൂഹത്തിനോ യഥാർത്ഥ രീതിയിൽ ടാപ്പ് ചെയ്ത് അത് ഒഴുക്കിക്കൊണ്ടുവന്ന് അതൊരു പുതിയ ഒരു ഗോൾ മുഖത്തേക്ക് എത്തിച്ച് ഒരു ഗോൾ അടിക്കുവാൻ ആ കുട്ടിയെ കൊണ്ടും സമൂഹത്തിനെ പ്രാപ്തമാക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ എന്നുള്ളൊരു സംശയത്തിൽ നിന്നാണ് ഞാൻ ഒരിക്കൽ കൂടെ പറയുന്നു ഇങ്ങനൊരു കൂട്ടായ്മയുടെ. ഇതിനുവേണ്ടി ഒരുപാട് പേര് അധ്വാനിച്ചിട്ടുണ്ട്. കൂടുതൽ പിന്നീട് നമുക്ക് ഇതൊരു തുടർ പ്രക്രിയയാണ്. ഈ ജമാഅത്ത് എന്ന് നിലനിൽക്കുന്നു, അത് ആ കാലഘട്ടം വരെ ഈ പ്രക്രിയ നമ്മൾ മുന്നോട്ട് പോകണം. കാരണം ഓരോ തലമുറകൾ ഇങ്ങനെ പോയിക്കൊണ്ടുവരുമ്പോൾ കോമ്പറ്റീഷൻ, സമൂഹത്തിൽ ജീവനോപാധിക്ക് വേണ്ടി, ഒരു തൊഴിലിന് വേണ്ടി, വിദ്യാഭ്യാസത്തിൽ ഉന്നതങ്ങൾ നേടുവാൻ വേണ്ടി മത്സരം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മളെ കൊണ്ട് സമൂഹം എന്ന നിലയിൽ ഒരു 4 സെഷനിലായിട്ട് വിവിധ പരിപാടികൾ, യുവാക്കൾക്ക് വേണ്ടി, കുട്ടികൾക്ക് വേണ്ടി, മഹലിന് വേണ്ടി, അങ്ങനെ യുവാക്കളിൽ തന്നെ ഡിഗ്രി ക്ലാസ് ഉള്ളവർക്കും, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ സമൂഹത്തിന് വേണ്ടി സ്വന്തം പോക്കറ്റ് കീശയിൽ നിന്നും പൈസ എടുത്തുകൊണ്ട് സ്വന്തം ശരീരവും സമയവും ഇതിനു വേണ്ടി വിനിയോഗിക്കുന്ന ഒരു സംഘടനയുടെ SCG എന്ന സംഘടനയുടെ പ്രതിനിധിയാണ് ഖലീൽ സാഹിബ്. ഈ കാര്യം നമ്മൾ പറഞ്ഞപ്പോൾ വളരെ സ്വമനസ്സാൽ ഈ കാര്യം ഏറ്റെടുക്കുകയും എന്തെങ്കിലും പ്രതിഫലം വേണമെന്ന്, ഒന്നും വേണ്ട, 10 പൈസ പോലും വേണ്ട, വണ്ടിക്കൂലി പോലും വേണ്ട എന്നുള്ള ആ മനസ്സ് അത് എന്നും ഏറ്റിക്കൊടുത്ത് അങ്ങനെയുള്ളവർക്ക് പടച്ചതമ്പുരാനോട് ദീർഘായുസ്സും ആരോഗ്യവും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അദ്ദേഹത്തെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പണ്ട് നൗഷാദ് സാഹിബാണ് ഇതുപോലുള്ള പ്രവർത്തനങ്ങളിൽ പള്ളിപ്പാട്ടുമുറി മലബാർ കാറ്ററിങ്ങിൻ്റെ എല്ലാമായൊരു വലിയ സമ്പന്നനായൊരു വ്യക്തിയാണ്. നമുക്ക് എല്ലാ രീതിയിലും എന്തുകൊണ്ടും സമ്പത്ത് കൊണ്ടും ബുദ്ധി കൊണ്ടും അറിവ് കൊണ്ടും നമുക്ക് ഒരുപാട് സഹായം ചെയ്യുന്ന SCGയുടെ സജീവ പ്രവർത്തകനായ നൗഷാദ് സാഹിബിനെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇതിന് നന്ദി പറയുന്ന പ്രിയപ്പെട്ട ജമാഅത്തിൻ്റെ വൈസ് പ്രസിഡന്റ് നമ്മുടെ കൂടെ തന്നെ ഈ പരിപാടി ഏറ്റെടുത്തുകൊണ്ട്, ഞാൻ ദീർഘിപ്പിക്കുന്നില്ല, വളരെയധികം സഹായത്തിൽ മുന്നിട്ട് നിൽക്കുന്ന സിയാദ് അച്ഛനെയും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ പരിപാടിയിൽ പങ്കെടുക്കാനെത്തിയ എല്ലാ രക്ഷിതാക്കളെയും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. എല്ലാ വിദ്യാർത്ഥികളെയും, എല്ലാ PSC
ട്രെയിൻ ചെയ്യുന്ന യുവാക്കളെയും യുവതികളെയും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം തന്നെ ഇതിനു വേണ്ടി അനേക ദിവസക്കാലം ഒന്നും ചെയ്തില്ല. ഇതിൻ്റെ സ്ക്വാഡ് വർക്ക് ചെയ്യാനും ഇതിൻ്റെ പ്രചരണം നടത്താനും കുട്ടികളെ എല്ലാവരെയും ഇവിടെ എത്തിക്കുവാനും ഗ്രൂപ്പിൽ സജീവമാക്കുവാൻ വേണ്ടി ഒരുപാട് പെൺകുട്ടികൾ, ഷെജിന ടീച്ചർ പോലെ, സുനീല ടീച്ചർ പോലെ, പിന്നെ നൂറ മോൾ മുതൽ അങ്ങനെ ഒരുപാട് ആൾക്കാർ, എനിക്ക് അത്ര പരിചയമില്ല, അതുകൊണ്ടാണ് ക്ഷമിക്കണം. ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം. എല്ലാവരെയും ഈ വേദിയിലേക്ക്, പിന്നെ ഞങ്ങളുടെ അയലത്തുകാരി പാത്തൂന്, അങ്ങനെ ഒരുപാട് ആൾക്കാർ ഞാൻ വിട്ടുപോയിട്ടാൻ ക്ഷമിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവരെയും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. നമ്മുടെ ഈ ക്ലാസ് ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി ജമാഅത്തിൻ്റെ പ്രസിഡന്റ് ആദരണീയനായ MA ലത്തീഫ് സാഹിബിനെ ക്ഷണിച്ചോളും. അസ്സലാമു അലൈക്കും. ഈ മഹത്തായ പരിപാടിയിൽ ഈ ക്ലാസ് നയിക്കുന്നത് സിജിയുടെ ആലപ്പുഴ ജില്ലാ കോർഡിനേറ്ററും ഹൈക്കോടതിയുടെ മുൻ അസിസ്റ്റന്റ് രജിസ്ട്രാറുമായ ശ്രീ ഹലീൽ സാഹിബ്, ഇവിടെ അധ്യക്ഷത വഹിക്കുന്ന ജമാഅത്തിൻ്റെ സെക്രട്ടറി സിയാവുർ റഹ്മാൻ, സ്വാഗതം ആശംസിച്ച നമ്മുടെ പ്രദേശത്തു നിന്നും ഉയർന്നു വന്ന ഒരു കവി കൂടിയായ അബ്ദുൽ ലത്തീഫ് പതിയാങ്കര, ജമാഅത്തിൻ്റെ വൈസ് പ്രസിഡൻറ്റ് H ഷിയാദ്, നമ്മുടെ പ്രിയ സഹോദരൻ നൗഷാദ് കൊക്കാട്ടുതറയിൽ, മറ്റ് സ്നേഹം നിറഞ്ഞ സഹോദരന്മാരെ, വളരെ പ്രതീക്ഷയോടെയാണ് ഇങ്ങനെ ഒരു സംരംഭത്തിന് സമാരംഭം കുറിച്ചിട്ടുള്ളത്. സ്വാഗത പ്രാസംഗികൻ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ പ്രദേശത്തിൻ്റെ വിദ്യാഭ്യാസപരമായ പിന്നോക്കാവസ്ഥയും തൊഴിൽപരമായ പിന്നോക്കാവസ്ഥയുമൊക്കെ നമുക്കെല്ലാവർക്കും ബോധ്യമുള്ളതാണ്. അഭ്യസ്തവിദ്യരായ യുവതി-യുവാക്കൾ നമ്മുടെ സംസ്ഥാനത്ത് തൊഴിലിനു വേണ്ടി കഠിനാധ്വാനം ചെയ്യുമ്പോൾ നമ്മുടെ പ്രദേശത്തെ അഭ്യസ്തവിദ്യരായ യുവതി-യുവാക്കൾ എത്രമാത്രം അതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു എന്നുള്ളത് പരിശോധിച്ചാൽ തുലം കുറവാണ് എന്ന് നമുക്ക് മനസ്സിലാവും. നമ്മുടെ കുടുംബ പശ്ചാത്തലം, ജീവിത സാഹചര്യം, നമ്മുടെ ചുറ്റുപാടുകളെല്ലാം അതിന് പ്രേരകമാണ്. തീർച്ചയായും ഇന്നിപ്പോൾ ഈ കൂട്ടായ്മ വളരെയധികം സന്തോഷമുണ്ട്. ഒരു പറ്റം സഹോദരിമാർ നടത്തിയ തീവ്രമായ പരിശ്രമമാണ് ഇന്ന് ഈ വിജയത്തിൻ്റെ നിദാനം. തീർച്ചയായും ഇത് ആദ്യ സംരംഭമായതുകൊണ്ടായിരിക്കാം തുടർന്നുള്ള സംരംഭങ്ങളിൽ പങ്കാളിത്തം കൂടും എന്നുള്ളത് ഉറപ്പാണ്. നമ്മുടെ പ്രദേശത്തിൻ്റെ വിദ്യാഭ്യാസ പിന്നോക്കാവസ്ഥ മാറ്റിയെടുക്കാനും വിദ്യ അഭ്യസിച്ചവർക്ക് മത്സര പരീക്ഷകളിൽ മുന്നേറാനുള്ള സാഹചര്യം സൃഷ്ടിക്കുക എന്നുള്ളതാണ് ജമാഅത്ത് കമ്മിറ്റി ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇന്നിപ്പോൾ സംസ്ഥാനത്തെ വിവിധ മഹല്ലുകളിൽ ഇത്തരം പ്രവർത്തനങ്ങൾ നടന്നു വരുന്നതായി നമ്മൾ കാണുന്നുണ്ട്. നമ്മുടെ മഹലിലും ഇതുപോലെയുള്ള ഒരു ക്ലാസ് നടത്തണമെന്ന് നേരത്തെ തന്നെ തീരുമാനിച്ചിരുന്നതാണ്. പക്ഷേ അത് വൈകിപ്പോയി. തീർച്ചയായും മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്ന യുവതി-യുവാക്കൾക്ക് ഉപകാരപ്രദമായ ഒരു ക്ലാസ് ആയിരിക്കും ഇവിടെ ഉണ്ടാകുക. അത് കേൾക്കാനും അത് മനസ്സിലാക്കാനും അതനുസരിച്ച് പ്രവർത്തിക്കാനും സർവശക്തൻ അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. നമ്മുടെ ചുറ്റുപാടുകൾ എത്ര പ്രതിസന്ധി നിറഞ്ഞതായാലും അതിനെ അതിജീവിക്കാനുള്ള ഒരു കരുത്ത് നമുക്കുണ്ടാകണം. ഇവിടെ SSLC പഠിക്കുന്ന കുട്ടികൾ മുതൽ മുകളിലോട്ട് ഹയർ സെക്കൻഡറി, ഡിഗ്രി, PG തലങ്ങളിൽ പഠിക്കുന്നവർ, അതുപോലെ പ്രൊഫഷണൽ കോഴ്സിൽ പഠിക്കുന്നവരെയുമൊക്കെ പങ്കെടുക്കണം എന്നാണ് നമ്മൾ അഭ്യർത്ഥിച്ചത്. ഇന്നലെ ജുമായയ്ക്ക് ശേഷം അത് സംബന്ധിച്ച് സംസാരിക്കുകയും ചെയ്തിരുന്നു. തീർച്ചയായും നമ്മുടെ ഈ സംരംഭം വിജയിപ്പിക്കുന്നതിന് നിങ്ങളുടെ ഈ പ്രത്യേകിച്ച് സഹോദരിമാരുടെ സഹായവും സഹകരണവും അത്യന്താപേക്ഷിതമാണ്. വീട്ടിലെ ജോലി തിരക്കുകൾ നമുക്കറിയാം.
ഒരുപാട് ജോലി തിരക്കുള്ളവരാണ് ഇവിടെ വന്നിരിക്കുന്നത്. ആ ജോലി തിരക്കുകൾക്കിടയിലും ആത്മാർത്ഥതയോടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് ലക്ഷ്യത്തിലേക്ക് എത്താനുള്ള പരിശ്രമത്തിൻ്റെ ഒരു മുന്നൊരുക്കമാണ്. അതുകൊണ്ട് തീർച്ചയായും നമ്മൾ പറഞ്ഞു തരുന്ന ക്ലാസ്സുകൾ ശ്രദ്ധിക്കുവാനും അതനുസരിച്ച് പ്രവർത്തിക്കുവാനും തയ്യാറാകണം. സംസ്ഥാന പബ്ലിക് സർവീസ് കമ്മീഷനായാലും കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പല ഡിപ്പാർട്ട്മെൻറ്റുകൾ നടത്തുന്ന പരീക്ഷകളായാലും സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷനായാലും എന്നുവേണ്ട നിരവധിയായ മത്സര പരീക്ഷകളാണ് നമ്മുടെ സംസ്ഥാനത്ത് നടക്കുന്നത്. ഈ മത്സര പരീക്ഷകളിലെല്ലാം നമ്മൾക്ക് പാർട്ടിസിപ്പേഷൻ ഉണ്ടാകണം. നമ്മൾ പല പരീക്ഷകൾ എഴുതിയിട്ടായിരിക്കാം ഒരു പക്ഷേ നമ്മൾ എവിടെയെങ്കിലും എത്തപ്പെടുന്നത്. ഒന്നോ രണ്ടോ എഴുതി മടുത്ത് മാറി നിൽക്കുന്ന ഒരവസ്ഥ ഒരിക്കലും ഉണ്ടാകരുത്. നിരന്തരമായി അതിൻ്റെ പ്രക്രിയ തുടരണം. അതുകൊണ്ട് ഇന്നിപ്പോൾ ഈ ക്ലാസ് മാത്രം കൊണ്ട് അവസാനിക്കാനല്ല ഉദ്ദേശിക്കുന്നത്. ഒരു കോച്ചിങ് ക്ലാസ് എന്ന രീതിയിൽ തന്നെ ഇതിനെ പരിവർത്തിപ്പിക്കേണ്ടതുണ്ട്. അത് നമുക്ക് ആഴ്ചയിൽ എത്ര ദിവസം, അവധി ദിവസങ്ങളിലൊക്കെ എങ്ങനെ രീതിയിൽ കൈകാര്യം ചെയ്യാമെന്നുള്ളത് ആലോചിച്ചിട്ട് ഇതൊരു റെഗുലറായ ക്ലാസ്സാക്കി ഇവിടെ നിന്നും നമ്മുടെ സഹോദരിമാരെ സഹോദരന്മാരെ സർക്കാർ അധിഷ്ഠിത തൊഴിലിലേക്ക് എത്തിപ്പെടുത്താനുള്ള ഒരു പരിശ്രമത്തിൻ്റെ ചുവടുവയ്പ്പാണ് നമ്മൾ ഇവിടെ നിന്ന് ആരംഭിക്കുന്നത്. അതിന് വേണ്ടുന്ന ഇവിടെ ഈ നടത്തിയിട്ടുള്ള ഇതിൻ്റെ പ്രവർത്തനങ്ങൾക്ക് 1 രൂപ പോലും ജമാഅത്ത് കമ്മിറ്റിയുടെ ഫണ്ടിൽ നിന്ന് ചിലവാക്കിയിട്ടില്ല. ഇതെല്ലാം അഭ്യുദയകാംക്ഷികളായ ഓരോരുത്തരുടെയും ഡൊണേഷനാണ്. അപ്പോൾ ഇതിന് സഹായിക്കുവാൻ ഒരുപറ്റം ആളുകൾ, നമ്മുടെ സഹോദരങ്ങൾ നമ്മുടെ കൂടെ ഉണ്ട്. അതിനു വേണ്ടി ഒരു പ്രവർത്തനം നടത്തിയാൽ മാത്രം മതി. അതുകൊണ്ട് തീർച്ചയായും ഇത്തരം കാര്യങ്ങളിലൊക്കെ സഹായിച്ച നല്ല മനസ്സുള്ള ഒരുപറ്റം ചെറുപ്പക്കാർ, സഹോദരിമാർ, അവർക്കെല്ലാം ജമാഅത്ത് കമ്മിറ്റിയുടെ വകയായി പ്രത്യേകം അഭിനന്ദനം അറിയിക്കുകയാണ്. ഞാൻ നീട്ടുന്നില്ല. ഇവിടെ ക്ലാസ്സാണ് പ്രധാനം, മറ്റൊന്നും പ്രധാനമല്ല. അതുകൊണ്ട് നിങ്ങൾ ഓരോരുത്തരും നമ്മുടെ പ്രദേശത്തിൻ്റെ അന്തസ്സ് ഉയർത്താൻ, നമുക്കറിയാം നമ്മുടെ അയൽ പ്രദേശം, ഇപ്പം നൗഷാദ് ഇവിടെയുണ്ട്, നമ്മുടെ അയൽ പ്രദേശം ആറാട്ടുപുഴ മുതൽ പലന വരെയുള്ള തീരദേശ ഗ്രാമങ്ങൾ പരിശോധിച്ചാൽ ഏറ്റവും കൂടുതൽ പിന്നോക്കാവസ്ഥ നിലനിൽക്കുന്ന, ഞാൻ ഇന്നലെ ജുമായ്ക്ക് ശേഷം പറഞ്ഞപ്പോഴും പറഞ്ഞ ഇത് തന്നെയാണ്, ഏറ്റവും അധികം പിന്നോക്കാവസ്ഥ ഉള്ള പ്രദേശമാണ്. സർക്കാർ ജീവനക്കാരുടെ എണ്ണം 10 വിരലെടുത്ത് പരിശോധിച്ചാൽ 10 വിരൽ മടക്കിയാൽ 10 വിരലും മടങ്ങത്തില്ല. അതാണ് നമ്മുടെ ഇവിടുത്തെ സർക്കാർ ഉദ്യോഗസ്ഥരുടെ ഒരു പാറ്റേൺ അതാണ്. അപ്പോൾ അതുകൊണ്ട് ഇതിനെല്ലാം ഇൻഷാ അല്ലാഹ് ഒരു പരിഹാരമുണ്ടാകണം. മത്സര ബുദ്ധിയോടെ തന്നെ ഈ എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാർ ഇത് ഏറ്റെടുക്കണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് സർവശക്തനായ അള്ളാഹുവിൻ്റെ നാമത്തിൽ ഈ ഉദ്യമം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും. ഇതിന് 2 വാക്ക് ആശംസകൾ അർപ്പിക്കുന്നതിന് വേണ്ടി നമ്മുടെ പള്ളിപ്പാട്ടുമുറി മുൻ ജമാഅത്ത് പ്രസിഡൻറ്റും ഇപ്പോൾ സിജിയുടെ ആലപ്പുഴ ജില്ലാ വൈസ് പ്രസിഡൻറ്റും കൂടിയായ കോക്കാട്ടുതറയിൽ നൗഷാദ് സാഹിബിനെ ഞാൻ ക്ഷണിച്ചോളും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എല്ലാവർക്കും എന്നെ അറിയാമെന്ന് കരുതുന്നു, കണ്ടിട്ടുണ്ടാവുകയും ചെയ്യും. നിങ്ങളെയും ഏതാണ്ട് ഒട്ടുമിക്ക ആളുകളെയും ഞാൻ കണ്ടിട്ടുള്ളതാണ്. പിന്നെ ഇപ്പോൾ ഇവിടെ ഒരു പരിചയപ്പെടൽ ആവശ്യമില്ലാത്തതാണെന്ന് കരുതുന്നു. പതിയാങ്കരെ സംബന്ധിച്ച് പറയുമ്പോൾ ലത്തീഫിക്ക സൂചിപ്പിച്ചത് പരിസര പ്രദേശങ്ങളെ അനുസരിച്ച് അപേക്ഷിച്ച് വിദ്യാഭ്യാസപരമായി പിന്നോക്കമായ പ്രദേശമാണ് എന്നാണ്. പക്ഷേ ഒരർത്ഥത്തിൽ പറയുമ്പോൾ ആത്മീയ വിദ്യാഭ്യാസ രംഗത്ത് ഈ തൃക്കുന്നപ്പുഴ പഞ്ചായത്തിൽ എന്നല്ല ആറാട്ടുപുഴ അടക്കമുള്ള പ്രദേശത്തിൽ ഏറ്റവും മുമ്പിൽ നിൽക്കുന്ന പ്രദേശമാണ് പതിയാങ്കര. കാരണം കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള ജില്ലകളിലെ ജമാഅത്ത് പള്ളികളിൽ ഖത്തീബുമാരായി, മുദരിസുമാരായി, ഇമാമുമാരായി, അധ്യാപകരായി ജോലി ചെയ്യുന്ന ആളുകളിൽ ഒരു നല്ല ശതമാനം ആളുകൾ പതിയാങ്കരക്കാരാണ്. നമ്മൾ പല പള്ളിയിലും ചെല്ലുമ്പോഴാണ് അറിയുന്നത് അവിടുത്തെ ഇമാമ് അല്ലെങ്കിൽ അവിടുത്തെ മുദരിസ് അല്ലെങ്കിൽ അവിടുത്തെ ഉസ്താദ് പതിയാങ്കരക്കാരനാണ് എന്നറിയുന്നത്. ആ അർത്ഥത്തിൽ ആത്മീയ വിദ്യാഭ്യാസത്തിൽ ഫോക്കസ് ചെയ്തു എന്നുള്ളത് കൊണ്ട് ഭൗതിക വിദ്യാഭ്യാസത്തിൽ അല്പം ഫോക്കസ് കുറഞ്ഞു എന്നത് സത്യമാണ്. ഇപ്പോൾ നമ്മുടെ പതിയാങ്കര ഉസ്താദ് എന്ന് പറയുന്ന മഹാനവറുകൾ അല്ലാഹു തആല മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മഹാനവറുകളുടെ നേതൃത്വത്തിൽ തന്നെ ഇവിടെ നടന്നിരുന്ന ആത്മീയ വിദ്യാഭ്യാസത്തിൻ്റെ ചരിത്രം പ്രദേശവാസികൾക്കെന്നല്ല, ആലപ്പുഴ ജില്ലയിലുള്ള ആളുകൾക്ക് തന്നെ മറക്കാൻ കഴിയുന്നതല്ല. ആ അർത്ഥത്തിലൊക്കെ ശ്രദ്ധേയമാണ് പതിയാങ്കരയെ സംബന്ധിക്കുന്ന വസ്തുത. ഇതിനൊരു മറുവശം എന്ന് പറയുന്നത്, ഇന്നത്തെ ലോകത്ത് ജീവിക്കുമ്പോൾ യഥാർത്ഥത്തിൽ മനുഷ്യൻ ഭൂമിയിൽ വന്നതും ജീവിക്കുന്നതുമൊക്കെ അള്ളാഹുവിനെ തൃപ്തിപ്പെടുത്തുവാൻ വേണ്ടിയാണ്.
അവൻ്റെ തൃപ്തിക്ക് വേണ്ടിയാണ് യഥാർത്ഥത്തിൽ നമ്മൾ വന്നത്. ഒരു കുട്ടിയോട് നമ്മൾ ചോദിക്കുകയാണ് നിൻ്റെ ലക്ഷ്യം എന്താണെന്ന് ചോദിച്ചാൽ, ഇവിടെ ഇരിക്കുന്ന കുട്ടികൾ അധിക പേരും പറയുക ഒന്നുകിൽ ഡോക്ടർ ആകണം, അല്ലെങ്കിൽ എഞ്ചിനീയർ ആകണം, അല്ലെങ്കിൽ പോലീസ് ആകണം എന്നൊക്കെ ആയിരിക്കും. പടച്ചവൻ്റെ തൃപ്തിക്കാണ് ഞാൻ വന്നതെന്ന് കരുതുന്ന ആളുകൾ നമ്മുടെ ഇടയിൽ അപൂർവമാണ്. സത്യത്തിൽ ഒരു മനുഷ്യൻ്റെ ജീവിത ലക്ഷ്യം എന്താ? പടച്ചവൻ്റെ തൃപ്തിയാണ്. കാരണം ലോക ഭൂപടത്തിലെ ഏറ്റവും കൂടുതൽ സന്തോഷമുള്ള രാജ്യം എന്ന് പറയുന്ന ഒന്ന് ഫിൻലാൻഡാണ്. ഒരു സ്കാൻഡിനേവിയൻ കൺട്രിയായ ഫിൻലാൻഡ് എന്ന് പറയുന്ന രാജ്യത്ത് വളരെ ഉയർന്ന ആളോഹരി വരുമാനമുള്ള രാജ്യമാണ്. എല്ലാ ആളുകൾക്കും ജീവിത സൗകര്യങ്ങൾ വളരെ കൂടുതലാണ്. ഒന്നിലധികം വീടുകളും ഒന്നിലധികം കാറുകളും ധാരാളം ജോലികളും വളരെ സുഖസമൃദ്ധിയിലും ജീവിക്കുന്നവരാണ്. പക്ഷേ അവിടുത്തെ ആത്മഹത്യയുടെ നിരക്ക് നോക്കുമ്പോൾ ലോകത്തിലെ മുന്തിയ ആത്മഹത്യാ നിരക്കുള്ള രാജ്യമാണ് ഫിൻലാൻഡ്. ഇതിനെ സംബന്ധിച്ച് ആധുനിക മനഃശാസ്ത്ര വിദഗ്ധന്മാർ പഠിച്ചപ്പോൾ അവർ കണ്ടെത്തിയത്, ജീവിതത്തിൽ എന്തൊക്കെ നേടിയാലും, അതൊരു വലിയ ടോപ്പിക്കാണ്, ഞാൻ ഈ ഒരു ചെറിയ സമയത്ത് അത് പ്രതിപാദിക്കുന്നത് ഉചിതമല്ല എന്ന് കരുതുന്നത് കൊണ്ട് ഞാൻ അതിൽ നിന്ന് പിൻവാങ്ങുകയാണ്. എങ്കിൽ പോലും ജീവിതത്തിൽ നമുക്ക് ആദ്യം വേണ്ടുന്നത് ഭക്ഷണം, വായു, വെള്ളം ഒക്കെയാണ്. രണ്ടാമത് വീട്, അതുപോലുള്ള സൗകര്യങ്ങളൊക്കെയാണ്. മൂന്നാമത് നമുക്കോരോരുത്തർക്കും അംഗീകാരം എന്നതാണ് പിന്നെ വേണ്ടി വരുന്നത്. നമ്മളെ എല്ലാവരും പരിഗണിക്കണം, അംഗീകരിക്കണം എന്നൊക്കെയുള്ള ഒരു ചിന്തയാണ് നമുക്ക് വരിക. നാലാമത് ഞാനെന്ന വ്യക്തിയെ ഈ സമൂഹത്തിലേക്ക് എക്സ്പ്രസ് ചെയ്യാനുള്ള ഒരു ശ്രമമൊക്കെയാണ് വരിക. എന്നാൽ ഇതൊക്കെ കിട്ടിക്കഴിഞ്ഞിരിക്കുന്ന ആളുകൾ, അതായത് നമുക്ക് പറയാവുന്ന ഓസ്കാർ അവാർഡ് കിട്ടിയ ആളുകൾ, ഓസ്കാർ അവാർഡ് കിട്ടിയ ആളുകളും അതുപോലെ തന്നെ ഒളിമ്പിക്സിൽ വിന്നറായിട്ടുള്ള ആളുകളുമൊക്കെ എല്ലാം നേടിയതിന് ശേഷം ആത്മഹത്യ ചെയ്യുന്നതായി കാണുന്നു. എന്താ കാരണം? അതിനെക്കുറിച്ച് പഠിച്ച മനഃശാസ്ത്ര ശാഖ പറഞ്ഞത്, തീർച്ചയായും അവിടെ ഉണ്ടാകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കുറവ് എന്ന് പറയുന്നത് ജീവിതത്തിന് മീനിങ് എന്ന് പറയുന്ന ഒന്നില്ലാതെ വരുന്നു. ജീവിതത്തിന് അർത്ഥം. ഞാൻ എന്തിനു വേണ്ടി ജീവിച്ചു? നമ്മളാദ്യം നമ്മളെ കുടുംബത്തിന് വേണ്ടി ജീവിച്ചു എന്ന് പറയാം. അപ്പം എന്നെപ്പോലുള്ള ഒരാൾ സാധാരണഗതിയിൽ ചിന്തിക്കുമ്പോൾ കുട്ടികളായിരിക്കുന്ന കാലത്ത് അതൊരു ഗൗരവമായ ടോപ്പിക്കല്ല. അത് കഴിയുമ്പോൾ പിന്നീടുള്ള ചിന്ത, നമ്മൾ കുടുംബത്തിന് വേണ്ടി, ഭാര്യയ്ക്ക് വേണ്ടി, മക്കൾക്ക് വേണ്ടി ജീവിച്ചു. അവരൊക്കെ ഇൻഡിപെൻഡൻ്റ് ആവും. ഒന്നുകിൽ ഭാര്യയും മക്കളും ഒക്കെ വിദ്യാഭ്യാസമോ തൊഴിലോ ഒക്കെ കിട്ടി തനിയെ കല്യാണം കഴിച്ചു മാറി ഒക്കെ ആവും. സ്വതന്ത്രമായി കഴിയുമ്പോൾ ഇനിയും ഞാൻ എന്തിന് ജീവിക്കണം എന്നൊരു ചോദ്യമുണ്ട്. ആ ചോദ്യത്തിന് ഉത്തരമാണ് മീനിങ് എന്ന് പറയുന്നത്. അത് യഥാർത്ഥത്തിൽ ആത്മീയതയുമായി ബന്ധപ്പെട്ട വിഷയമാണ്. അത് അള്ളാഹുവിലേക്ക് എത്തിച്ചേരുന്ന ചിന്തയാണ്, ചർച്ചയാണ്. മോഡേൺ സൈക്കോളജി ചർച്ച ചെയ്യപ്പെടുന്ന ഏറ്റവും ഗൗരവമായ വിഷയമാണ് എന്തുകൊണ്ട് ഇത്രയധികം പ്ലെൻറ്റി ആയിട്ടുള്ള രാജ്യത്തിലെ ജനങ്ങൾ ആത്മഹത്യ ചെയ്യുന്നത് എന്തുകൊണ്ടാണ് എന്ന പഠനം വളരെ ഗൗരവമായി സൈക്കോളജിസ്റ്റുകൾ നടത്തുന്നു. ഞാൻ പതിയാങ്കരയുടെ സവിശേഷത പറഞ്ഞ ആ പശ്ചാത്തലത്തിലാണ്. തീർച്ചയായും പതിയാങ്കരയിൽ ആത്മീയതയുണ്ട്, അൽഹംദുലില്ലാ. ആ അർത്ഥത്തിൽ വളരെയധികം മുമ്പോട്ട് നിങ്ങൾക്ക് പോകാൻ കഴിഞ്ഞിട്ടുണ്ട്. ഒപ്പം ഇനി ഭൗതികത വേണം. അതിൻ്റെ കാര്യകാരണങ്ങളെ സംബന്ധിച്ചൊക്കെ ഖലീൽ സാർ പറയും. എങ്കിലും ഒരു കാര്യം കൂടി പറയാം. മഹല്ല് കമ്മിറ്റികൾ യഥാർത്ഥത്തിൽ സമഗ്രമായ കമ്മിറ്റികളായി മാറേണ്ട കാലം കഴിഞ്ഞു. ഏതെങ്കിലും പ്രത്യേക വിഷയങ്ങളിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ പള്ളിയിലെ നമസ്കാരാധികാര്യങ്ങൾ, മദ്രസാധികാര്യങ്ങൾ, ഖബർസ്ഥാൻ പരിപാലനം, നിക്കാഹ്, ഇവയിലൊക്കെ മാത്രം ഒതുങ്ങി നിൽക്കാതെ മഹല്ലിലെ ഓരോ അംഗത്തിൻ്റെയും സമഗ്ര പുരോഗതിക്കുള്ള പദ്ധതികൾ നടപ്പാക്കുവാൻ മഹല്ല് കമ്മിറ്റികൾക്ക് കഴിയേണ്ടതുണ്ട്. ഞാൻ എൻ്റെ കാലഘട്ടത്തിൽ, ഞാൻ പള്ളിപ്പാട്ടുമുറി ജമാഅത്തിൽ ജനറൽ സെക്രട്ടറിയായും പ്രസിഡൻ്റായും ഒക്കെ പ്രവർത്തിച്ചിട്ടുണ്ട്. ആ കാലഘട്ടത്തിൽ ഗൗരവമായ നടപടികളിലേക്ക് പോവുകയും വളരെ വിജയപ്രദമായി ജനങ്ങളുടെ ആത്മീയ, ഭൗതിക, സാമ്പത്തിക മേഖലയിൽ കാതലായ കയ്യൊപ്പുകൾ നടക്കുവാൻ ഞങ്ങളുടെ കമ്മിറ്റിക്ക് കഴിയുമൊക്കെ ചെയ്തിട്ടുണ്ട്. അതിന് വ്യക്തമായ തെളിവുകളും ദൃഷ്ടാന്തങ്ങളും രേഖകളും നമ്മുടെ മുമ്പിലുണ്ട്. അപ്പോൾ തീർച്ചയായും ഞാൻ ഈ ജമാഅത്ത് കമ്മിറ്റിയോട് അപേക്ഷിക്കുന്നത്, കാലാനുസൃതമായി ഈ ജമാഅത്ത് കമ്മിറ്റി എന്ന് തന്നെയല്ല, ഏതാണ്ട് 153 ജമാഅത്ത് കമ്മിറ്റികളാണ് ആലപ്പുഴ ജില്ലയിലുള്ളത്. അതിൽ ഒരു 5ഓ 6ഓ അല്ലെ വിരലിലുണ്ടാവുന്ന ജമാഅത്ത് കമ്മിറ്റികൾ ഒഴികെ ബാക്കി കമ്മിറ്റികളൊക്കെ നമ്മുടെ പതിവായി ചെയ്യുന്ന കാര്യങ്ങളിലാണ് ഏർപ്പെടുന്നത്. അതിൽ നിന്ന് മാറി ചിന്തിക്കുവാനുള്ള സമയമായിട്ടുണ്ട് എന്നാണ് എനിക്ക് ഈ നാട്ടിലോട് പ്രത്യേകം പറയാനുള്ളത്. ഇൻഷാ അല്ലാഹ് അപ്രകാരം ഈ സമൂഹത്തെ നയിക്കുവാൻ കഴിയുന്ന ഒരു വലിയ ഉത്തരവാദിത്വം ജമാഅത്ത് കമ്മിറ്റിക്ക് ഏറ്റെടുക്കാൻ കഴിയട്ടെ. ഈ പരിപാടിക്ക് എല്ലാവിധ ഭാവുകങ്ങളും ആശംസിക്കുന്നു. അള്ളാഹുവിൽ നിന്ന് സർവ്വാനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എളിയ വാക്കുകൾ നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അടുത്തത് നമ്മുടെ പ്രധാനപ്പെട്ട സംഗതിയാണ്, ക്ലാസ്സാണ്. ഈ ക്ലാസ് നയിക്കുന്നത് നമ്മുടെ സിജിയുടെ ആലപ്പുഴ ജില്ലാ കോർഡിനേറ്ററും
കേരള ഹൈക്കോടതിയുടെ മുൻ അസിസ്റ്റൻ്റ് രജിസ്ട്രാറുമായ എം അലി സാറിനെ ഞാൻ ക്ഷണിച്ചോളും. അസ്സലാമു അലൈക്കും. ഞാൻ ആരോടാണ് സംസാരിക്കേണ്ടതെന്ന് ആലോചിക്കുകയായിരുന്നു. ഞാൻ ഈ രജിസ്ട്രേഷൻ്റെ പേപ്പർ വാങ്ങി നോക്കിയപ്പോൾ അടി മുതൽ മുടി വരെയുണ്ട്. PG ഉള്ളവരും റിസർച്ച് ചെയ്യുന്നവരൊക്കെ ഉണ്ട്. അപ്പോൾ എങ്കിലും നമുക്ക് സൗകര്യാർത്ഥം ഒന്ന് മിക്സ് ചെയ്ത് സംസാരിക്കേണ്ടി വരുന്നതുകൊണ്ട് സീറ്റിംഗ് അറേഞ്ച്മെൻ്റ് ഒന്ന് മാറ്റിയാൽ കൊള്ളാം. കുട്ടികൾ മുന്നിലേക്കും രക്ഷിതാക്കൾ പിന്നിലേക്കും. വരുന്ന തലമുറ അവരുടേതാണല്ലോ, നമുക്ക് അവർക്ക് വേണ്ടി മാറിക്കൊടുക്കാം. ഈ മുന്നിലേക്ക് ഇരിക്കാൻ പറഞ്ഞപ്പോൾ പിന്നിലേക്ക് ആരും പോകേണ്ടതില്ല. രക്ഷിതാക്കൾ പിന്നിലേക്ക് മാറിയിരുന്നാൽ മതി. PSC കോച്ചിങ് ഒക്കെ എടുക്കുന്നവരൊക്കെ ഉണ്ടെന്ന് അറിഞ്ഞു. അൽഹംദുലില്ലാ ഹൈർ. നമ്മുടെ ഞാൻ വരുന്നത് എന്നെ പരിചയപ്പെടുത്തണമല്ലോ. എന്നെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ലായിരിക്കും അല്ലേ? കണ്ടവരുണ്ടോ? ഇല്ല. എൻ്റെ പേര് ഹലീൽ. ഞാൻ 28 വർഷക്കാലം കേരള ഹൈക്കോടതിയിലെ ജീവനക്കാരനായിരുന്നു. കഴിഞ്ഞ വർഷം റിട്ടയർ ചെയ്തു. ഇപ്പോൾ ആലപ്പുഴ താമസിക്കുന്നു. ഒരു ഭാര്യ, 2 കുട്ടികൾ, ഒരു മകളും ഒരു മകനും. ഭാര്യ ഒരു ഹൈസ്കൂൾ അധ്യാപികയാണ്. അപ്പോൾ നമ്മളിനി കുറച്ച് സമയം ഒന്നിച്ചുണ്ടാകുമ്പോൾ എന്നെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തിയത് അതിന് വേണ്ടിയിട്ടാണ്. നിങ്ങളെ ഓരോരുത്തരെയും പേരെടുത്ത് അടുത്ത് വന്ന് ചോദിച്ച് പരിചയപ്പെടണമെന്ന് ആഗ്രഹമുണ്ട്. ഇപ്പോൾ തന്നെ സമയം കടന്നുപോയി. ഈ പരിപാടിക്ക് വേണ്ടി എന്നോട് സംസാരിച്ചപ്പോൾ ലത്തീഫ് സാറിനോട് ഞാൻ ചോദിച്ചു, ഞാൻ ആരോടാണ് സംസാരിക്കേണ്ടി വരിക, ഏത് സ്റ്റേജിലെ കുട്ടികളോടാണെന്ന് ചോദിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അതൊന്നും പറയാൻ പറ്റില്ല, വരുന്നത് ആരാണോ അവരോട് സംസാരിക്കാനാവും. അപ്പോൾ ഞാനിവിടെ കൃത്യം 2 മണിക്കാണ് പരിപാടി എന്ന് അറിഞ്ഞപ്പോൾ 2 മണിക്ക് തന്നെ എത്തി. വന്നപ്പോൾ ഹാൾ നിറച്ച് കസേര മാത്രം, ഹാളിൽ ആരുമില്ല. അപ്പോൾ ഞാൻ അവിടെ വെയിറ്റ് ചെയ്യായിരുന്നു. ക്രമേണ ആളുകളിങ്ങനെ വന്നു തുടങ്ങി. ഒരു വിഷമവും എനിക്ക് തോന്നിയില്ല എന്നുള്ളതാണ് സത്യം. കാരണം അതാണ് നമ്മുടെ കൗമ്. നമ്മുടെ കൗമ് അതാണ്. ഞാൻ കുറച്ച് നാൾ മുമ്പ്, ഒരു 3 മാസം മുമ്പ്, ഒരു ക്രിസ്ത്യൻ സ്കൂളിൽ ക്ലാസ് എടുക്കാനായിട്ട് പോയി. 10 മണിക്ക് ക്ലാസ് എടുക്കാനാണ് അറിയിച്ചിരുന്നവർ. പക്ഷേ ഞാൻ അങ്ങോട്ട് പോകുന്ന വഴി ഒരു ചെറിയ തടസ്സം ഉണ്ടായതിനാൽ കുറച്ച് വൈകിയാണ് എത്തിയത്. പക്ഷേ ഞാൻ ചെല്ലുമ്പോൾ അവരവിടെ പറഞ്ഞിരുന്നത് 10 മണിക്കാണ് ക്ലാസ്, 10 മണിക്ക് ശേഷം വരുന്നവരെ പ്രവേശിപ്പിക്കുകയില്ല എന്നറിയിച്ചിരുന്നു. ഞാൻ അറിഞ്ഞില്ല. ഞാൻ ചെല്ലുമ്പോൾ ഹാളിൽ നിറച്ച ആളുണ്ട്. ഒരു കുട്ടിയെ പോലും അതിന് ശേഷം അവർ പ്രവേശിപ്പിച്ചില്ല. സ്ട്രിക്റ്റായിരുന്നു. കുറ്റപ്പെടുത്തി പറഞ്ഞതല്ല. നമുക്ക് ഉണ്ടാവേണ്ടിയിരിക്കുന്ന ഒന്നാണ് ഈ അച്ചടക്കവും പങ്ക്ച്വാലിറ്റിയും. ഈ മഹല്ല് ഭാരവാഹികൾ ഇത്തരത്തിൽ പരിപാടി സംഘടിപ്പിക്കാൻ തീരുമാനിച്ചത്, നൗഷാദ് പറഞ്ഞു നിർത്തി, ആലപ്പുഴ ജില്ലയിലെ തന്നെ ആധ്യാത്മിക രംഗത്ത് വളരെ മുൻപന്തിയിലുള്ളൊരു പ്രദേശമാണ് ഈ പ്രദേശം. വളരെ മുൻപന്തിയിലാണ്. അത് എനിക്കും നേരിട്ട് ബോധ്യമുണ്ട്. ഞാൻ ആലപ്പുഴയിലാണ് താമസിക്കുന്നത്. എൻ്റെ തൊട്ടടുത്ത മഹലിൽ 2 മഹലിലെ ഇമാമുമാർ പതിയാങ്കരക്കാരാണ്. ഒന്നൊരു സിറാജുദ് ഉസ്താദ്, അദ്ദേഹത്തിൻ്റെ വീട് പതിയാങ്കരയാണെന്ന് എനിക്കറിയാവും, എന്നോട് പറഞ്ഞിട്ടുള്ളത്. വർഷങ്ങളായി അവിടെ മിറാസുൽ അംബിയ എന്ന് പറയുന്ന പള്ളിയിലെ ഇമാമാണ്. വർഷങ്ങളായി അവിടെയാണ്. പിന്നെ യാഫി പള്ളിയിലെ ഇമാമും ഈ പ്രദേശത്തുകാരനാണെന്ന് എനിക്കറിയാം. അപ്പോൾ അത്രത്തോളം ആത്മീയതയ്ക്ക് പ്രാധാന്യം കൊടുക്കുന്ന ഒരു പ്രദേശത്താണ് ഞാൻ നിൽക്കുന്നത് എന്നുള്ളത് കൊണ്ടും, പക്ഷേ ഭൗതികതയ്ക്ക് അത്രത്തോളം പ്രാധാന്യം കൊടുക്കുന്നില്ല എന്നൊരു വിമർശനമാണ് ലത്തീഫ് സാറുമൊക്കെ ഉന്നയിച്ചത്. നമ്മൾ ആലോചിക്കുക, നമ്മളൊക്കെ നിസ്കാരത്തെ ദുആ ചെയ്യുന്നത് എങ്ങനെയാണ്? റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന, അല്ലേ? ദുനിയാവും ആഖിറവും നമുക്ക് ശരിയാക്കി കിട്ടണമേ എന്നാണല്ലോ പ്രാർത്ഥിക്കുക. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ ഈ സമുദായത്തെ ഉത്തമ സമുദായമാക്കി മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ നമുക്ക് ആദ്യം വേണ്ടത് നമ്മുടെ സമുദായത്തിൻ്റെ പിന്നോക്കാവസ്ഥയ്ക്ക് ഒരു പരിഹാരമുണ്ടാവണം. അതിനാര് വിചാരിച്ചാലാ കഴിയുക? ഇപ്പോൾ പിന്നോക്കാവസ്ഥയാണ്, ഒരുപാട് പിന്നിലാണ്.
ഈ ഉച്ച നേരത്ത് ഭക്ഷണമൊക്കെ കഴിഞ്ഞ് അല്പം ഉറങ്ങേണ്ട സമയത്ത് നമ്മളിവിടെ വന്നിരിക്കുന്നത് ഈ പിന്നോക്കാവസ്ഥയ്ക്കൊരു പരിഹാരം ഉണ്ടാക്കാൻ കഴിയുമോ എന്ന് ആലോചിക്കാനാണ്. ഓക്കെ, ഞാനൊരു കഥ പറയാം. ഒരു തിയേറ്റർ ഉടമ ഒരു പരസ്യം ചെയ്തു. അദ്ദേഹത്തിൻ്റെ തിയേറ്ററിൽ സിനിമ തുടങ്ങുന്നതിന് മുമ്പ്, പ്രധാന സിനിമ തുടങ്ങുന്നതിന് മുമ്പ് 10 മിനിറ്റ് സമയം ഒരു ഷോർട്ട് ഫിലിം പ്രദർശിപ്പിക്കുമെന്ന്. അദ്ദേഹം വിപുലമായി പ്രചരണം നടത്തിയതുകൊണ്ട്, അല്ലെങ്കിൽ പരസ്യം കൊടുത്തതുകൊണ്ട് ഒരുപാട് ആളുകൾ ഈ ഷോർട്ട് ഫിലിം കാണാനായിട്ട് വന്നു. അപ്പോൾ സമയമായപ്പോൾ ഹാൾ നിറച്ച ആളുകളായി, അല്ലെങ്കിൽ സിനിമാ തിയേറ്റർ നിറച്ച ആളുകളായി. സിനിമ തുടങ്ങാൻ പോവുകയാണ്. എല്ലാവരും അക്ഷമരായി കാത്തിരുന്നു. കാരണം പരസ്യത്തിൽ പറഞ്ഞിരുന്നു ഈ ഷോർട്ട് ഫിലിം ഒരു അവാർഡ് വിന്നിങ് ഫിലിമാണ്, അവാർഡ് കിട്ടിയിട്ടുള്ള ഫിലിമാണെന്ന്. അപ്പോൾ അവാർഡ് കിട്ടിയിട്ടുള്ള ഫിലിം ആയതുകൊണ്ട് ഈ ഫിലിം കാണാൻ വേണ്ടി ഒരുപാട് ആളുകൾ ആകാംക്ഷയോടുകൂടി അവിടെ വന്ന് കാത്തിരിക്കുകയായിരുന്നു. അപ്പോൾ പറഞ്ഞ സമയത്ത് തന്നെ സിനിമ ആരംഭിച്ചു. ഒരു സ്ക്രീനിലേക്ക് കാണുന്നത് ഒരു വീടിൻ്റെ അകത്തെ മുറിയിലേക്ക് തുടങ്ങിയിട്ട് നേരെ റൂഫിലേക്ക് അങ്ങ് പോയി. റൂഫെന്ന് ഉദ്ദേശിച്ചത് സീലിംഗ്, വീടിൻ്റെ സീലിംഗ് ആണ് കാണിക്കുന്നത്. സീലിംഗ് കണ്ടപ്പോൾ ആളുകളൊക്കെ ആകാംക്ഷയോടുകൂടി ഇങ്ങനെ സീലിംഗിലേക്ക് ഇങ്ങനെ സൂക്ഷിച്ച് എന്താണ് സംഭവിക്കാൻ പോകുന്നത്, അവാർഡ് വിന്നിങ് ഫിലിം ആകുമ്പോൾ എന്തായിരിക്കും എന്നൊരു ആകാംക്ഷയോടെ കാത്തിരുന്നിട്ട് 30 സെക്കൻഡായി. ഫിലിം ചലിക്കുന്നില്ല, ആ ഷോട്ട് എങ്ങോട്ടും മാറുന്നില്ല. അവിടെ തന്നെ ആ മുകളിലേക്ക് ഒരു മേഖലയിൽ, ആ ഒരു റൂഫിൻ്റെ ഒരു ഭാഗത്തേക്ക് മാത്രമായി കാണിച്ചുകൊണ്ടേയിരിക്കുന്നു. ആളുകൾ 30 മിനിറ്റായി, 40 സെക്കൻഡായി, 1 മിനിറ്റായി, 2 മിനിറ്റായി, ഒരു ചേഞ്ചും ഉണ്ടാവുന്നില്ല. ആളുകൾ ആകെ പിറുപിറുത്ത് തുടങ്ങി. ആദ്യമൊക്കെ അക്ഷമരോടെ കാത്തിരുന്ന ആളുകൾ പിറുപിറുത്ത് തുടങ്ങി. 2 മിനിറ്റ് എന്നുള്ളത് 3 മിനിറ്റായി, 4 മിനിറ്റായപ്പോൾ ആളുകളുടെ പിറുപിറുപ്പ് ഉച്ചത്തിലായി. അവർ പ്രതികരിച്ചു തുടങ്ങി. കയ്യിലിരുന്ന കുപ്പിയും പോപ്കോണും ഒക്കെ വലിച്ചെറിയാൻ തുടങ്ങി, ബഹളം വയ്ക്കാൻ തുടങ്ങി, സീറ്റിൽ കയറി നിൽക്കാൻ തുടങ്ങി, ബഹളം വെച്ചു തുടങ്ങി. അപ്പോഴും ഇത് അനങ്ങുന്നില്ല. 6 മിനിറ്റ്, 7 മിനിറ്റായി, 8 മിനിറ്റായിട്ടും അനങ്ങുന്നില്ല. 8ാമത്തെ മിനിറ്റിൽ ഈ ക്യാമറ പെതിയെ ചലിച്ചു തുടങ്ങിയത് പെതിയെ താഴേക്ക് വരികയാണ്. താഴേക്ക് വരുമ്പോൾ കാണുന്ന കാഴ്ച, ആ റൂമിൻ്റെ സൈഡിൽ ആ ഭിത്തിയിലേക്ക് ആ ക്യാമറ എത്തി. അവിടെ നിന്ന് നേരെ താഴേക്ക് എത്തുമ്പോൾ ഒരു കട്ടിലിൽ ഒരാൾ കിടക്കുന്നു, മുകളിലേക്ക് നോക്കിക്കൊണ്ട് നിശ്ചലനായി. അയാൾ കണ്ണ് ആ റൂഫിലേക്കാണ്, അല്ലെങ്കിൽ ആ സീലിങ്ങിലേക്കാണ്. അയാൾ വേറെ എങ്ങോട്ടും നോക്കുന്നില്ല, അയാൾക്ക് വേറെ എങ്ങും നോക്കാനില്ല. കിടപ്പ് രോഗിയായ ഒരു മനുഷ്യൻ. 1 മിനിറ്റ് സമയം ആ മനുഷ്യനെയും അദ്ദേഹത്തിൻ്റെ കിടപ്പും കാണിച്ചിട്ട് വീണ്ടും ആ ക്യാമറ മുകളിലേക്ക് ഉയർത്തി സീലിങ്ങിലെത്തി. അപ്പോൾ 8 മിനിറ്റ് പൂർത്തിയായി. പിന്നീട് 2 മിനിറ്റ് സമയവും ആ സീലിംഗ് കാണിച്ചുകൊണ്ടേയിരുന്നു. ആ 2 മിനിറ്റ് സമയവും ഒരാളും നിശബ്ദമായിരുന്നു, എല്ലാവരും നിശബ്ദരായിരുന്നു, ഒരാളും ബഹളം വെച്ചില്ല. അവരൊക്കെ ആസ്വദിച്ചു. കാരണം എന്താ, ഈ മനുഷ്യൻ 24 മണിക്കൂറും കാണുന്ന കാഴ്ചയാണ്. ആ മനുഷ്യൻ 24 മണിക്കൂറും കാണുന്ന കാഴ്ചയാണ് 8 മിനിറ്റ് നേരം കാണിച്ചത്, അല്ലെങ്കിൽ 8 മിനിറ്റ് നേരം കണ്ടപ്പോൾ നമുക്ക് അസഹിഷ്ണുതയുണ്ടായത്. എന്തേ കാരണം? ഈ മനുഷ്യൻ ആരോടും സംസാരിക്കാനില്ല. രാവിലെ മുതൽ വൈകുന്നേരം വരെ ഈ മുകളിലേക്ക് നോക്കി, ഈ റൂഫിലേക്ക് നോക്കി, ഈ സീലിങ്ങിലേക്ക് നോക്കിക്കൊണ്ട് കിടക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ കാഴ്ചയിലെ ഏറ്റവും മനോഹരമായ കാഴ്ച ആ സീലിംഗാണ്, അല്ലെങ്കിൽ ജീവിതത്തിൽ വേറൊന്നും കാണാനില്ല. ആരോടും സംസാരിക്കാനില്ലാതിരിക്കുന്ന ആ മനുഷ്യൻ്റെ അവസ്ഥയും നമ്മുടെ അവസ്ഥയും തമ്മിലൊന്ന് താരതമ്യം ചെയ്യുക. നാം ആ മനുഷ്യനിലേക്ക് എത്താൻ എത്ര ദൂരമുണ്ട് എന്നൊന്ന് ചിന്തിക്കുക. നമ്മൾ ഓരോരുത്തരും ആ മനുഷ്യനിലേക്ക് എത്താൻ എത്ര ദൂരം ഉണ്ടാവും? അധികകാലം ഉണ്ടാവില്ല എന്നുള്ളതാണ് സത്യം. ആരെങ്കിലും വന്ന് തന്നോടൊന്ന് സംസാരിച്ചിരുന്നെങ്കിൽ എന്ന് ആ മനുഷ്യൻ ആഗ്രഹിക്കുന്നുണ്ടാവും. ആരും സംസാരിക്കാനില്ല. നിങ്ങളിവിടെ വന്നിട്ട് പരസ്പരം സംസാരിച്ചോ? എവിടെ? സംസാരിച്ചില്ല. നമ്മളിന്ന് ടെക്നോളജിയുടെ കാലഘട്ടത്തിലാണ് ജീവിക്കുന്നത്. സൗദി അറേബ്യയിലിരിക്കുന്നവരെ നമ്മൾ കണ്ട് സംസാരിക്കുന്നു. അമേരിക്കയിലുള്ള ആളുകളുമായിട്ട് പോലും നമ്മൾ എപ്പോഴും കോണ്ടാക്റ്റ് ചെയ്യുന്നു. ഫേസ്ബുക്കിലൂടെയും വാട്സപ്പിലൂടെയും ഒക്കെ സംസാരിക്കുന്നു. പക്ഷേ തൊട്ടടുത്തിരിക്കുന്ന ആളുമായി സംസാരിക്കാറുണ്ടോ? ഉണ്ടോ? സംസാരമെന്നത് മൊബൈലിൻ്റെ വരവോടുകൂടി അന്യം നിന്നു പോയിരിക്കുന്നു എന്നതാണ് യാഥാർത്ഥ്യം.
നമുക്കങ്ങനെ മതിയോ? പോരാ, നമുക്ക് സംസാരിക്കണം. അടുത്ത 5 മിനിറ്റ് സമയം ഞാൻ നിങ്ങൾക്ക് തരുന്നു പരസ്പരം പരിചയപ്പെടാൻ. എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കണം. ഓക്കെ, സ്റ്റാൻഡപ്പ്, എഴുന്നേക്കുക. സംസാരിക്കുമ്പോൾ എന്തൊക്കെയാണ് സംസാരിക്കുക? ശ്രദ്ധിക്കുക, സംസാരിക്കേണ്ടത് എന്തും സംസാരിക്കാം. നേരത്തെ അറിയുന്നവരായിരിക്കാം, പരിചയപ്പെടുന്നവരായിരിക്കാം, പരിചയമുള്ളവരായിരിക്കാം. പരിചയമില്ലാത്തവരെയാണ് ആദ്യം കണ്ട് സംസാരിക്കേണ്ടത്. എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് സംസാരിക്കണം. സംസാരിക്കാൻ 3 കാര്യങ്ങൾ: എന്ത് ചെയ്യുന്നുവെന്നും പേരെന്താണെന്നും വിശദീകരണത്തോടൊപ്പം തന്നെ ലക്ഷ്യമെന്താണെന്നും കൂടി അറിയണം. നാം നമ്മുടെ ലക്ഷ്യം എന്താണെന്നും കൂടി നമ്മളെ പരിചയപ്പെടുത്താൻ വരുന്ന ആളോട് പറയണം. അതിവിടെ പറയേണ്ടി വരും. ഓക്കെ, സംസാരിച്ചു തുടങ്ങിക്കോളൂ. ഇരിഞ്ഞിടത്ത് മാറാം, പിന്നിലേക്ക് പോയി സംസാരിക്കാം. ഓക്കെ, 5 മിനിറ്റ് സമയം. ഓക്കെ, സ്റ്റാർട്ട്. സംസാരിക്കൂ. എന്താ അനങ്ങാൻ പറ്റാത്തേ? ബാക്കിയെല്ലാം അറിയാവോ? അറിയാവോ? എല്ലാവരും അറിയാം. പറയൂ, പേര് പറയൂ. എന്നാൽ പരിചയപ്പെട്ട് വരൂ. ചെല്ലു, ബാഗിലേക്ക് പോയിട്ട് വരൂ. ഒരു കറക്കം ഇറങ്ങി വരൂ. സാധാരണ നമ്മൾ റൗണ്ട് ചെയ്തിരിക്കാൻ എളുപ്പമുണ്ടായിരുന്നു. ചെല്ലു, ചെല്ല്, അനങ്ങൂ. പരസ്പരം പറയേണ്ടി വരും ആരെ എത്ര പേരെ പരിചയപ്പെട്ടു എന്ന്. എത്ര പേരെ പരിചയപ്പെട്ടു എന്ന് പറയേണ്ടി വരും. അറിയാവോ? എല്ലാവരെയും അറിയാവോ? പരിചയപ്പെടൂ. പരിചയപ്പെടുമ്പോൾ 3 കാര്യങ്ങൾ: പേരും ഡീറ്റെയിൽസും കൂടാതെ എന്താണ് ലക്ഷ്യമെന്ന് കൂടി അറിഞ്ഞിരിക്കണം. ഏറ്റവും കൂടുതൽ പേരെ പരിചയപ്പെട്ട അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ആളുകളുമായി സംസാരിച്ചവർക്ക് പ്രത്യേക സമ്മാനം. നിങ്ങൾ ചലിക്കാൻ പാടില്ല നിർദ്ദേശം വല്ലതും ഉണ്ടോ? മഹല്ല് കമ്മിറ്റിയിൽ നിന്ന് നിർദ്ദേശമുണ്ടോ? നിൽക്കുന്നിടത്ത് നിന്ന് മാറാൻ പാടില്ലാന്ന്. 2 മിനിറ്റ് കൂടെ ഉള്ളൂ. എല്ലാവരുമായി സംസാരിച്ചിരിക്കണം. അങ്ങോട്ട് പോയിക്കോളൂ, പോയി പരിചയപ്പെട്ടോളൂ, സംസാരിച്ചോളൂ. ഓക്കെ, ഇരുന്നോളൂ. സീറ്റുകളൊക്കെ മാറിയിരിക്കാം, കുഴപ്പമില്ല. ഇരുന്നു. പരിചയപ്പെട്ടോ? എഴുന്നേറ്റ്. നമ്മൾ എത്ര പേരെ പരിചയപ്പെട്ടു? എല്ലാവരുടെയും പേര് പറയേണ്ടി വരും, അവരുടെ ലക്ഷ്യങ്ങൾ പറയേണ്ടി വരും, അവരെവിടെ നിന്ന് വരുന്നു എന്ന് പറയേണ്ടി വരും. 7 പേരെ 5 മിനിറ്റ് കൊണ്ട് 7 പേരെ പരിചയപ്പെട്ടു. ഇതിന് മുകളിലുള്ള ആരുണ്ട്? 7ന് മുകളിൽ പരിചയപ്പെട്ടവർ നിങ്ങളെല്ലാം നിങ്ങളുടെ പേരെന്താ? അൽഫിയ എന്ത് ചെയ്യുന്നു? 7ാം ക്ലാസ്സിൽ പഠിക്കുന്നു. ഏത് സ്കൂളിൽ? മോളുടെ പേരെന്താ? ഐഷ. ഏത് ക്ലാസ്സിൽ പഠിക്കുന്നു? ഡിഗ്രി സെക്കൻഡറി. എവിടെ? പുന്നപ്ര കോളേജ്. ഏതാ മെയിൻ? സൈക്കോളജി പഠിക്കുന്നു. വെരി ഗുഡ്. സൈറ എന്ത്? 10ാം ക്ലാസ്സിൽ പഠിക്കുന്നു. എവിടെയാ? മംഗല സ്കൂളിൽ. എത്ര പേര് പരിചയപ്പെട്ടു? എത്ര പേരെ പരിചയപ്പെട്ടു എന്നല്ല ഞാൻ ചോദിച്ചത്. എത്ര പേര് വന്ന് പരിചയപ്പെട്ടു സൈറേ? 5 പേര് പരിചയപ്പെട്ടു. അവരോട് പറഞ്ഞോ ലക്ഷ്യം എന്താന്ന് പറഞ്ഞു? ബ്യൂട്ടീഷ്യനും ഫാഷൻ ഡിസൈൻ രണ്ടും ആവുമോ? അതിനെന്ത് ചെയ്യണം? എന്ത് പഠിക്കണം? ഫാഷൻ ഡിസൈനിങ് എവിടെ പഠിക്കുക? എറണാകുളത്ത് പഠിക്കും. ഇപ്പം പഠിക്കുന്നത് എങ്ങനെയാണ് ഈ ഫാഷൻ ഡിസൈനിങ് പഠിക്കാൻ തീരുമാനിക്കാൻ കാരണം? കുഞ്ഞായിരിക്കുമ്പോഴേ ഉള്ള ഏത് വയസ്സിൽ? 7ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴേ സൈറയ്ക്ക് ഒരു ഫാഷൻ ഡിസൈനർ ആവണമെന്നായിരുന്നു ആഗ്രഹം. വെരി ഗുഡ്. ഒരു ക്ലാപ്പൊക്കെ കൊടുക്കാം.
എന്താണ് ഫാഷൻ ഡിസൈനിങ് തിരഞ്ഞെടുക്കുവാൻ സൈറയെ പ്രേരിപ്പിച്ച ഘടകങ്ങളെക്കുറിച്ച് സൈറ സംസാരിക്കും. ഒരു റെയർ സബ്ജക്റ്റാണ് പറഞ്ഞത്, അതുകൊണ്ടാണ് നമ്മൾ അദ്ദേഹത്തെ വിളിക്കുന്നത്. ഫാഷൻ ഡിസൈനിങ് തിരഞ്ഞെടുക്കാൻ സൈറയെ പ്രേരിപ്പിച്ച ഘടകങ്ങൾ പറയൂ. അറിയണ്ടേ, മറ്റുള്ള കുട്ടികൾക്ക് പ്രയോജനമാവണ്ടേ? പറയൂ. ആരും ചെയ്യാത്ത ഡിസൈനിങ് കണ്ടുപിടിച്ച് ചെയ്യണം. ഓരോ വർക്ക്, ഡ്രസ്സിലെ ഓരോ ഡ്രസ്സിലെ വർക്ക് ചെയ്യണം. ആ, ഇതിൻ്റെ സ്കോപ്പ് എത്രമാത്രം ഉണ്ടെന്ന് അന്വേഷിച്ചിട്ടുണ്ടോ? ഫാഷൻ ഡിസൈനിങ് പഠിച്ച എത്ര പേരെ സൈറയ്ക്ക് അറിയാം? ഒരാളെ അറിയാം. ആരാണത്? സഫ. ആരാണത്? എന്ത് ചെയ്യുന്നു? ആ, പഠിച്ചു കഴിഞ്ഞു. ആ, എന്ത് ചെയ്യുന്നു ഇപ്പോൾ? ജോലി കിട്ടിയോ? എവിടെ കിട്ടി? അന്വേഷിച്ചില്ല. വിശദമായി ഇരിക്കൂ. മോള് പറയൂ. ജസ്ന ഏത് ക്ലാസ്സിലാ? +2. ഏതാ സബ്ജക്റ്റ്? കൊമേഴ്സ്. എന്താകാനാണ് ആഗ്രഹം? അക്കൗണ്ടൻസ്. എളുപ്പമുണ്ട്. എന്ത് അക്കൗണ്ടൻസ്? അക്കൗണ്ടൻ്റ് ഒരുപാടുണ്ടല്ലോ. നോക്കണം. ഇതുവരെ തീരുമാനിച്ചില്ല. +2 പഠിക്കുന്ന ഒരാൾ തീരുമാനിച്ചില്ല ഇപ്പോഴും എവിടെ എത്തണമെന്ന്. ബികോം എടുക്കും, പിന്നെയോ നിർത്തും. പിന്നെ ബികോം എടുത്താൽ ബാങ്കിൽ ജോലിക്ക് പോകും. പിന്നെ ബാങ്കിൽ ജോലിക്ക് പോകും. അതാണ് തീരുമാനിച്ചത്. എന്നാ ഇത് തീരുമാനിച്ചേ? ഇന്ന് തീരുമാനിച്ചാണോ? പിന്നെ +1 കയറിയപ്പോൾ കാര്യം എന്താ? ഏതെങ്കിലും ബാങ്ക് ജീവനക്കാരനെ കണ്ടോ? ഏതെങ്കിലും ബാങ്ക് ജീവനക്കാരനെ കണ്ടോണ്ടാണോ തീരുമാനിച്ചേ? ആണോ? അല്ല. പിന്നെ അല്ല, അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടാകാൻ എന്തെങ്കിലും കാരണം വേണ്ടേ? ഇരിക്കേ മോനോ. റിഹാൽ എന്ത് ചെയ്യുന്നു? 10ാം ക്ലാസ്സിൽ പഠിക്കുന്നു. വെരി ഗുഡ്. ഏത് മേഖലയിലേക്ക് പോകാനാണ് താല്പര്യം? ഡാറ്റ സയൻസ്. ഒരു ക്ലാപ്പ് കൊടുക്കൂ. എന്താ ഡാറ്റ സയൻസ് അറിയാവോ? എവിടുന്ന് കിട്ടി? ഇക്ക ചെയ്യുന്നുണ്ട്. ഇക്ക ചെയ്തിട്ട് എന്തായി? എവിടെ പോയി? ഇക്ക എവിടെ പഠിച്ചേ? ഏത് സ്ഥാപനത്തിലാണ് പഠിച്ചേ? സ്ഥാപനത്തിൻ്റെ പേര് അറിയില്ല. എനിക്ക് ഡാറ്റ സയൻസ് ഒരു പുതിയ ഡെവലപ്മെൻറ്റാണ്. അപ്പോൾ ഞാൻ 3-4 എല്ലാവരോടും സംശയങ്ങൾ ചോദിച്ചു സമയമില്ലാത്തതുകൊണ്ട് ഞാൻ ചുരുക്കി പറയാം. നമ്മളുടെ ഒരു ബോധ്യം വേണ്ടത്, നമുക്കൊരു ലക്ഷ്യം വേണം. ഗോൾ എന്ന് പറയും അല്ലേ? സൈക്കോളജിക്കാർക്ക് അറിയായിരിക്കും. ഗോൾ, ലക്ഷ്യം എങ്ങനെയുള്ളതായിരിക്കണം? നിങ്ങളൊക്കെ ഓരോരുത്തരും ലക്ഷ്യം പറഞ്ഞു. ഓരോരുത്തരും പറഞ്ഞു ഇപ്പോൾ അവരുടെ ലക്ഷ്യം ഇതാണെന്ന്. ആ ലക്ഷ്യത്തെക്കുറിച്ച് നിങ്ങളൊന്ന് മനസ്സിരുത്തി ആലോചിക്കുക. അതായിരിക്കണമോ നമ്മുടെ ലക്ഷ്യം? സൈറ ഫാഷൻ ഡിസൈനർ ആയതുകൊണ്ട് വലിയ മാറ്റങ്ങളെങ്കിലും ഉണ്ടാകുമോ? ഫാഷൻ ഡിസൈനിങ് പാസ്സായ ഒരുപാട് ആളുകൾ, അപ്പോൾ ഞാൻ പറഞ്ഞത് ഇടയ്ക്ക് ചായ ആവാമല്ലോ അല്ലേ? ചായയോട് എതിർപ്പില്ലല്ലോ ആർക്കും. നമ്മൾ വൈകി പോയതുകൊണ്ട് ചായക്കൊണ്ട് ബ്രേക്കിനേക്കാൾ നല്ലത് നമുക്ക് ഇങ്ങനെ സംസാരിച്ച് പോകാം. അതിനല്ലോ അല്ലേ? സൈറയ്ക്ക് ഉറക്കം വരുന്നുണ്ടോ? സൈറ ഏതാണ്? മോളുടെ പേര് അൽഫിയ. ഉറക്കം വരുന്നുണ്ടോ? ഇല്ല. വെരി ഗുഡ്. അപ്പോൾ ഞാൻ പറഞ്ഞു നിർത്തിയത്, നിങ്ങളൊക്കെ ഗോൾ സെറ്റ് ചെയ്യുമ്പോൾ, ഗോൾ അല്ലെങ്കിൽ ഒരു ലക്ഷ്യത്തിലേക്ക് എത്തണം തീരുമാനിക്കുമ്പോൾ, ആ ലക്ഷ്യം ആദ്യം തീരുമാനിക്കപ്പെടേണ്ട ആ ലക്ഷ്യമെന്ന് പറയുന്നത് ഇറ്റ് ഷുഡ് ബി സ്മാർട്ടായ ഒരു ലക്ഷ്യമായിരിക്കണം. എന്താ സ്മാർട്ടായ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ? ലക്ഷ്യം സ്മാർട്ടാവണമെങ്കിൽ ആ ലക്ഷ്യത്തിന് 3-4 കണ്ടീഷൻസ് ഉണ്ട്. ഞാൻ അതിലേക്ക് വരാം.
നമ്മളൊക്കെ എന്തിനാ പഠിക്കുന്നത്? എന്തിനാ മോൻ പഠിക്കുന്നത്? എന്താ പേര്? അബൂബക്കർ എന്തിനാ പഠിക്കുന്നത്? എന്തിനാ പഠിക്കുന്നത്? ജോലി കിട്ടാൻ. എന്തിനാ പഠിക്കുന്നത്? ഇപ്പോൾ എന്ത് പഠിക്കുന്നു? 10ൽ പഠിക്കുന്നു. ജോലി കിട്ടാൻ. എന്ത് ജോലി ആഗ്രഹിക്കുന്നത്? എന്ത് ജോലി കിട്ടാൻ ആഗ്രഹിക്കുന്നത്? തീരുമാനിച്ചില്ല. കിട്ടുന്ന ഏത് ജോലിയും സ്വീകരിക്കുമോ? അങ്ങനെയാണോ? പിന്നെ പറ. ദർശി പഠിക്കുന്നു. നല്ല കാര്യമാണ്. പിന്നെ അതുകൂടാതെ അതായത് ദർശി പഠിച്ച് ആത്മീയ വിദ്യാഭ്യാസ മേഖലയിലേക്ക് പോകാനാണ് ആഗ്രഹം, ആണോ? ഭൗതിക വിദ്യാഭ്യാസം അതും പഠിക്കണമല്ലോ, വേണം. ഇരിക്കും. മോൻ എന്ത് ചെയ്യുന്നു? 9ാം ക്ലാസ്സിൽ പഠിക്കുന്നു. ഇരിക്കും. പേര്? മുഹമ്മദ് ഫിറോസ്. അപ്പോൾ ഒരു ഗോള്, നമ്മുടെ ലക്ഷ്യം സ്മാർട്ടായില്ല എങ്കിൽ വഴിതെറ്റിപ്പോവും. തിരുവനന്തപുരത്തേക്ക് പോകാനായി തീരുമാനിച്ചാൽ നമ്മളെന്താ ചെയ്യുന്നത്? എന്തു ചെയ്യും? തിരുവനന്തപുരത്ത് പോകും, അല്ലേ? ഇവിടുന്ന് ഇറങ്ങി അടുത്ത ബസ് കയറി തൃക്കുന്നപ്പുഴ ഇറങ്ങി ഹരിപ്പാട് ഇറങ്ങി ഏത് ബസ്സിൽ കയറും? തിരുവനന്തപുരത്ത് പോകണമെങ്കിൽ സൂപ്പർ ഫാസ്റ്റ്, തിരുവനന്തപുരം സൂപ്പർ ഫാസ്റ്റിൽ കയറി തിരുവനന്തപുരത്തേക്ക് പോകും. ഒരു സംശയം ഉണ്ടാവില്ല. കാരണം എന്താ? പോകേണ്ട സ്ഥലം തിരുവനന്തപുരമാണെന്ന് അറിയാമായിരുന്നു, ഇല്ലേ? നമുക്ക് പോകേണ്ട സ്ഥലം അല്ലെങ്കിൽ ലക്ഷ്യസ്ഥാനത്തെക്കുറിച്ച് ബോധ്യമുണ്ടെങ്കിൽ നമ്മുടെ യാത്ര സുഗമമായിരിക്കും. അല്ലെങ്കിലോ? ഇവിടെ നിന്ന് ഇറങ്ങുന്നു, ഹരിപ്പാടെത്തിയപ്പോൾ 2 ബസ് കിടക്കുന്നു, കാണാൻ കൊള്ളാവുന്ന ആദ്യത്തെ ബസ്സിൽ കയറി ഇരുന്ന് കഴിയുമ്പോഴാണ് അറിയുന്നത് അത് വടക്കോട്ട് പോകുന്നു. അത് കുറേ നേരം വടക്കോട്ട് പോയി. കുറച്ച് ദൂരം ചെന്ന് കഴിഞ്ഞപ്പോഴാണ് അറിയുന്നത് ആ ബസ് കോഴിക്കോടേക്ക് പോകുന്നതാണ്, എനിക്ക് പോകേണ്ടത് തിരുവനന്തപുരത്തേക്കാണ് എന്നറിയുന്നത്. കുഴപ്പമിടാവും, യാത്ര വേസ്റ്റായി, നമ്മൾ കൺഫ്യൂഷനിലാവും. ജീവിതത്തിൽ സംഭവിക്കുന്നത് ഇത് തന്നെയാണ്. ഒരാൾ സ്മാർട്ടായ ലക്ഷ്യമാണ് തിരഞ്ഞെടുക്കുന്നതെങ്കിൽ അത് തിരഞ്ഞെടുക്കപ്പെടേണ്ട സമയമെന്ന് പറയുന്നത് 10ാം ക്ലാസ് കഴിയുമ്പോഴാണ്, അല്ലെങ്കിൽ +2 കഴിയുമ്പോഴാണ്. പരമാവധി 10ാം ക്ലാസ് ആകുമ്പോഴാണ് അയാൾ സ്മാർട്ടായ ഒരു ഗോൾ, ലക്ഷ്യം നിശ്ചയിക്കപ്പെടേണ്ടത്. ലക്ഷ്യബോധമുള്ളൊരു വ്യക്തിയായി മാറുന്നത് അപ്പോഴാണ്, അല്ലേ? മോനെന്ത് ചെയ്യുന്നു? എന്ത് ചെയ്യുന്നു? ഫ്രീലാൻസറായിട്ട് വർക്ക് ചെയ്യുക. എവിടെയാണ് വർക്ക് ചെയ്യുന്നത്? എന്ത് കഴിഞ്ഞ്? കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് ഡിപ്ലോമ കഴിഞ്ഞു. അടുത്ത അതായത് ഡിഗ്രിക്ക് പോകാൻ, ലാറ്ററൽ എൻട്രി വഴി കയറാൻ, പുറത്തുപോയി പഠിക്കാൻ. വെരി ഗുഡ്, വെരി ഗുഡ്. മോനോ? 9ാം ക്ലാസ്സിൽ. ഞാനീ 10ാം ക്ലാസ്സിലെ കോൺസെൻട്രേറ്റ് ചെയ്യുന്നതുകൊണ്ടാണ് ഇട്ട് പോകുന്നത്. അപ്പോൾ ചായ കുടിക്കാം കേട്ടോ, കുഴപ്പമില്ല. അപ്പോൾ ഒരു ഗോൾ സ്മാർട്ടാകുക എന്ന് പറഞ്ഞാൽ, ഞാനൊരു ഉദാഹരണം പറയാം. ഒരു വിദ്യാർത്ഥി തീരുമാനിക്കുകയാണ്, എനിക്ക് 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥി തീരുമാനിക്കുകയാണ്, എനിക്ക് ഒരു പീഡിയാട്രീഷ്യൻ ആവണം. ഒരു ഉദാഹരണം. അങ്ങനെ ആഗ്രഹമുള്ള ആരെങ്കിലും ഉണ്ടോ ഈ കൂട്ടത്തിൽ? ഡോക്ടർ ആവണമെന്ന് ഇല്ല. ഡോക്ടർമാരുടെ പ്രത്യേകമായ വിപ്രതിപത്തിയുണ്ടോ? ഇല്ല. ഡോക്ടറാവാൻ ആഗ്രഹിക്കുന്ന ആരുമില്ല. എൻജിനീയറാവാൻ ആഗ്രഹിക്കുന്നത്? ടീച്ചറാവാൻ ആഗ്രഹിക്കുന്നു? കൈപൊക്കിയോ? ടീച്ചറാവാൻ എഴുന്നേക്കൂ. എന്ത് ടീച്ചറാവാൻ? അറബി ടീച്ചറാവാൻ. ഇപ്പം എന്ത് ചെയ്യുക? BA പഠിക്കുക. അപ്പോൾ നമ്മൾ തീരുമാനിച്ചു പോയി, ഇനിയൊന്നും മാറാൻ പറ്റില്ല. ഇനി വേറെ ആരാ ടീച്ചർ പറഞ്ഞേ? ടീച്ചറാവാൻ പഠിക്കുകയാണോ? TTC പഠിച്ചു കഴിഞ്ഞു, ടീച്ചറാവാൻ ആഗ്രഹിക്കും. അപ്പോൾ നിങ്ങളൊക്കെ ലൈഫ് ഗോള് സെറ്റ് ചെയ്ത് കഴിഞ്ഞവരാണ്. അപ്പോൾ ഞാനിന്ന് റൂട്ട് മാറ്റി പിടിക്കേണ്ടി വരുമെന്ന് തോന്നുന്നു. അപ്പോൾ ഞാൻ ചുരുക്കി പറഞ്ഞിട്ട് നമുക്ക് വിഷയം മാറ്റാം. പറയാൻ വന്ന വിഷയം, ഒരാൾക്ക് ആരാവണം അല്ലെങ്കിൽ എന്താവണമെന്ന് തീരുമാനിക്കപ്പെടേണ്ട സമയം കഴിയുന്നതും 10ാം ക്ലാസ്സാണ്. ആ സമയമാകുമ്പോഴേക്ക് അയാൾ താൻ എവിടെ എത്തിച്ചേരണമെന്ന് ഒരു ധാരണ ഉണ്ടെങ്കിൽ, അയാൾക്ക് അതേക്കുറിച്ച് ഉത്തമ ബോധ്യമുണ്ടെങ്കിൽ, നിശ്ചയമായും സ്മാർട്ടായ ആ ഗോളിലേക്ക് അയാൾക്ക് എത്താൻ പ്രയാസമുണ്ടാവുകയില്ല, തടസ്സങ്ങൾ ഉണ്ടാവുകയില്ല. നമ്മുടെ കൗമിനുണ്ടാവുന്ന ഒരു പ്രധാനമായ പ്രശ്നം,
ലക്ഷ്യബോധമില്ലാതെ ആയിപ്പോയി, അല്ലെങ്കിൽ ആവശ്യമായ മാർഗനിർദ്ദേശങ്ങൾ സമയാസമയങ്ങളിൽ ലഭിക്കാതെ പോയി എന്നുള്ളത് കൊണ്ടാണ്. ഇപ്പം ഞാൻ പറഞ്ഞ നിങ്ങളിൽ ഈ പറയുന്ന കുറേ ആളുകളൊക്കെ ഗോളുകൾ പറഞ്ഞെങ്കിലും സ്മാർട്ടായ ഗോൾ, അല്ലെങ്കിൽ വരും തലമുറയ്ക്ക് പ്രയോജനപ്രദമായ, അല്ലെങ്കിൽ വരും കാലഘട്ടങ്ങളിൽ പ്രയോജനപ്രദമായ ഒരു ഗോളും ഒരാളും പറഞ്ഞില്ല എന്നുള്ളത് ശ്രദ്ധേയമാണ്. ഇതുപോലൊരു ക്ലാസ്, അല്ലെങ്കിൽ ഒരു മാർഗനിർദ്ദേശ ക്ലാസ് കുറേ നാൾ മുമ്പേ വേണ്ടിയിരുന്നു എന്നതാണ് ഇതിനർത്ഥം. നമ്മളെന്ത് ചെയ്യുന്നു? ഡിഗ്രി കഴിഞ്ഞു, എന്തായിരുന്നു? ഇനി എന്ത് ചെയ്യുന്നു? അതൊരു വിഷയമല്ലല്ലോ. ഇനി എന്ത് ചെയ്യുന്നു? പഠിക്കണമെന്നുണ്ട്. മോളോ +1 പഠിക്കും. ഏതാ സബ്ജക്റ്റ്? എന്താകാനാണ് ആഗ്രഹം? നഴ്സാവാൻ, BSc നഴ്സാവാൻ അല്ലേ? ആണോ? അതിന് എന്ത് ചെയ്യണം? ഇപ്പോൾ ഫസ്റ്റ് ഇയർ +1 +2? എന്താ പേര്? ഹാദിയ എന്നാണ് നഴ്സാവുക? എന്നാവും? ഡേറ്റ് പറയാമോ? 4-5 വർഷം കഴിയും. 4-5 വർഷം ഒരു കൺഫേമായി പറയണ്ടേ എന്നാവാൻ പറ്റും? എന്ത് ചെയ്യണം നഴ്സാവാൻ? പഠിക്കണം. എന്ത് പഠിക്കണം? എവിടെ പഠിക്കണം? പറ. അറിയില്ല. എന്ത് ചെയ്യുന്നു? TTC കഴിഞ്ഞു. ജോലിയായോ? വെരി ഗുഡ്. ഇരിക്കും. ഹൗസ് വൈഫാണ്. എന്താണ് പഠിച്ചത്? +2 വരെ പോയുള്ളൂ. ഇനി പഠിക്കുന്നില്ല. ഇല്ല. അപ്പോൾ ഇതിനവിടെ ബഹുഭൂരിപക്ഷം ആളുകളും അവരുടെ ലക്ഷ്യങ്ങൾ നിജപ്പെടുത്തിയവരാണ്. അപ്പോൾ നമുക്ക് ഇനി ചെയ്യാൻ കഴിയുന്നത് ഒരു കോമ്പറ്റിറ്റീവ് എക്സാമിനേഷൻ്റെ മൂഡിലേക്ക് മാറ്റേണ്ടിയിരിക്കുന്നു. ഹൗസ് വൈഫായവരും ഡിഗ്രി കഴിഞ്ഞവരും ഡിഗ്രിക്ക് പഠിക്കുന്നവരും +2 കഴിഞ്ഞവരും +2-ന് പഠിക്കുന്നവരുമൊക്കെ കോമ്പറ്റിറ്റീവ് എക്സാമിനേഷൻ്റെ മൂഡിലേക്ക് നമ്മുടെ മനസ്സിനെ മാറ്റണം. നിങ്ങൾക്ക് പിന്നിലെ കെട്ടുറപ്പോടെ ഒരു മഹല്ല് സംവിധാനം നിലനിൽക്കുന്നു. മഹല്ല് സംവിധാനം നിങ്ങളെ സഹായിക്കാൻ തയ്യാറാകുന്നതിൻ്റെ ഭാഗമായിട്ടാണ് നിങ്ങളെ ഇവിടേക്ക് വിളിച്ചു വരുത്തിയിട്ടുള്ളത്. അപ്പോൾ നമുക്കെന്ത് ചെയ്യണം? ഒരു കോമ്പറ്റിറ്റീവ് എക്സാമിനേഷന് വേണ്ടി നാം തയ്യാറെടുക്കണം. അതിനെന്ത് ചെയ്യണം? എന്താണ് ഒരു കോമ്പറ്റിറ്റീവ് എക്സാമിനേഷൻ? എന്താണ് ഒരു മത്സര പരീക്ഷ എന്ന് പറഞ്ഞാൽ? എന്താണ് മത്സര പരീക്ഷ? പറഞ്ഞോ. അതാണ് മത്സര പരീക്ഷ. ഞാൻ മത്സര പരീക്ഷ എന്ന വാക്കിന് അർത്ഥമല്ല ചോദിച്ചത്. എന്താണ് നമ്മൾ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നതെന്നാണ്. മത്സര പരീക്ഷ എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് തരം മത്സര പരീക്ഷകൾ എഴുതേണ്ടി വരിക? കേരളത്തിൽ ജീവിക്കുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏതൊക്കെയാണ്? പ്രധാനമായി എഴുതാൻ കഴിയുന്ന മത്സര പരീക്ഷയാണ് പബ്ലിക് സർവീസ് കമ്മീഷൻ്റേത്. പബ്ലിക് സർവീസ് കമ്മീഷൻ രജിസ്റ്റർ ചെയ്തിട്ടുള്ളവർക്ക് കൈപൊക്കി. വെരി ഗുഡ്. അതേ ഉള്ളൂ. വെരി ഗുഡ്, വെരി ഗുഡ്. പബ്ലിക് സർവീസ് കമ്മീഷൻ രജിസ്റ്റർ ചെയ്തിട്ട് ഇനി എന്താ തടസ്സം? പഠിച്ചു തുടങ്ങിയില്ല. ലക്ഷ്യബോധത്തോടെ പഠിക്കാൻ തുടങ്ങിയിട്ടില്ല. പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ വലിയ അഴിമതിയില്ലാതെ, വലിയ തടസ്സങ്ങളില്ലാതെ നമ്മൾ മെനക്കെട്ടാൽ, അല്ലെങ്കിൽ നമ്മുടെ എഫർട്ട് വിനിയോഗിച്ചാൽ നിശ്ചയമായും നേടിയെടുക്കാൻ കഴിയുന്ന ഒന്നാണ് പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ പരീക്ഷകൾ. പബ്ലിക് സർവീസ് കമ്മീഷൻ കൂടാതെയോ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ UPSCയുടെയുണ്ട്, സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ്റെ പരീക്ഷകളുണ്ട്. സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ്റെ ഒരു പരീക്ഷ ഇപ്പോൾ നടക്കുന്നതേ ഉള്ളൂ, കഴിഞ്ഞതേ ഉള്ളൂ. ഏതായിരുന്നു അത്? CGLE, കമ്പൈൻഡ് ഗ്രാജുവേറ്റ് ലെവൽ എക്സാമിനേഷൻ. ഡിഗ്രിയുള്ള എല്ലാവർക്കും എഴുതാവുന്ന ഒരു പരീക്ഷയാണ്. ഡിഗ്രിയുള്ള ആർക്കും എഴുതാവുന്ന ഒരു പരീക്ഷയാണ് കമ്പൈൻഡ് ഗ്രാജുവേറ്റ് ലെവൽ എക്സാമിനേഷൻ. നമ്മുടെ നാട്ടിലൊക്കെ ഒരുപാട് പേരുകൾ നമ്മൾ CBI, ED എന്ന് കേൾക്കാറുണ്ട് അല്ലേ? എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ്, CBI. അത്തരം പോസ്റ്റുകളിലേക്ക് ആളുകളെ റിക്രൂട്ട് ചെയ്യുന്ന ഒന്നാണ് എന്ത്? CGLE എക്സാമിനേഷൻ. അതുപോലെ തന്നെ +2 നിലവാരത്തിലുള്ള കുട്ടികൾക്ക് വേണ്ടി ഒരു +2 ലെവലിലുള്ള ഹയർ സെക്കൻഡറി ലെവലിലുള്ള എക്സാമിനേഷനും
സ്റ്റാഫ് സെലക്ഷൻ നടത്തുന്നുണ്ട്, കമ്പൈൻ ചെയ്ത് നടത്തുന്നുണ്ട്. എല്ലാ വർഷവും നടക്കുന്ന പരീക്ഷകളാണ്. ഈ പരീക്ഷയുടെ പ്രത്യേകത നമ്മുടെ സമുദായത്തിൽ നിന്നും അല്ലെങ്കിൽ മുസ്ലിം സമുദായത്തിൽ നിന്ന് താരതമ്യേന വളരെ കുറഞ്ഞ ആളുകൾ മാത്രമേ ഈ പരീക്ഷയ്ക്ക് അപ്പിയർ ചെയ്യാറുള്ളൂ, എഴുതാറുള്ളൂ. ഈ മത്സര പരീക്ഷകളിൽ എന്താ കാര്യം? ക്വാളിഫൈഡ് ആകാത്തതുകൊണ്ടാണോ? അല്ല, അറിയാതെ പോകുന്നത് കൊണ്ടാണ്, ഇല്ലേ? ഇത്തവണത്തെ CGLE എക്സാം അപ്ലൈ ചെയ്തിട്ടുള്ളവർ കൈവെക്കാവോ? എഴുതിയിട്ടുള്ളവർ ഇപ്പോൾ CGLE എക്സാം എഴുതിയ ആരെങ്കിലും ഉണ്ടേ കൂട്ടത്തിൽ? എഴുതിയിട്ടില്ല. CGLE കമ്പൈൻഡ് ഗ്രാജുവേറ്റ് ലെവൽ എക്സാമിനേഷൻ ഒരാളും എഴുതിയിട്ടില്ല. ഇത്തവണത്തെ വേക്കൻസി 17,000 ആയിരുന്നു. അറിഞ്ഞില്ല, പത്രത്തിൽ ഉള്ളതാണ്. 17,000 വേക്കൻസികളാണ് ഉണ്ടായിരുന്നത്. മുസ്ലിം സമുദായത്തിന് റിസർവേഷൻ ഉള്ളതാണ്. നമ്മൾ എഴുതിയാൽ നിസ്സംശയം കിട്ടുമായിരുന്നു. എന്താണ്? അതുപോലെ തൊട്ട് മുമ്പ് നടന്ന പരീക്ഷയാണ് ഞാൻ പറഞ്ഞ ഹയർ സെക്കൻഡറി ലെവലിലുള്ള എക്സാമിനേഷൻ. സെൻട്രൽ ഗവൺമെൻറ്റിന് ജോലി കിട്ടിയാലുള്ള എന്തൊക്കെയാണ് നേട്ടങ്ങളെന്നറിയോ? നമ്മളെ ആകർഷിക്കണമെങ്കിൽ, നമ്മളെ അതിലേക്ക് എത്തിക്കണമെങ്കിൽ, നമ്മളെ ആകർഷിക്കണമെന്ന ഘടകങ്ങൾ എന്തൊക്കെയായിരിക്കണം? ഒന്നാമതായി സാലറി. വെരി ഗുഡ്. സാലറി എന്താ? ഒരു കമ്പൈൻഡ് ഗ്രാജുവേറ്റ് ലെവൽ എക്സാമിനേഷൻ എഴുതുന്ന ഒരാൾക്ക് 60,000 രൂപയ്ക്ക് മുകളിൽ സ്റ്റാർട്ടിംഗ് ശമ്പളം കിട്ടും. 60,000 രൂപ സ്റ്റാർട്ടിംഗ് കിട്ടും. പിന്നെയോ, പഠിക്കുന്ന കുട്ടികളുടെ വിദ്യാഭ്യാസ ചെലവിന് വേണ്ടി ഒരു വർഷം ഒരു കുട്ടിക്ക് 25,000 രൂപ വെച്ച് കിട്ടും. 2 കുട്ടിയുണ്ടെങ്കിൽ 50,000 രൂപ. പിന്നെ സോഷ്യൽ സ്റ്റാറ്റസ്. നമ്മളൊരു ED ഉദ്യോഗസ്ഥനാണെന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു CBIയിലൊരു ഉദ്യോഗസ്ഥനാണെന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു സെൻട്രൽ സെക്രട്ടേറിയറ്റിലെ സ്റ്റാഫാണെന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടുന്ന സോഷ്യൽ സ്റ്റാറ്റസ് വളരെ വലുതാണ്. ഇതിനുവേണ്ടി മെനക്കെടാനോ എന്താ ചെയ്യേണ്ടത്? ഒരു വർഷക്കാലം മറ്റെല്ലാം മറന്ന് അധ്വാനിക്കാനായിട്ട് കഴിയണം. നമ്മുടെ എഫർട്ട് അതിനുവേണ്ടി മാത്രം വിനിയോഗിക്കണം. അപ്പോൾ അതിനുവേണ്ടി വിനിയോഗിക്കേണ്ടി വരുന്ന പ്രത്യേകത, കൃത്യമായ രീതിയിൽ സിലബസ് അവർ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഔട്ട് ഓഫ് സിലബസ് ഒന്നും ചോദിക്കില്ല, സിലബസിലുള്ള കാര്യങ്ങളാണ് ചോദിക്കുക. കൃത്യമായ സിലബസ് എന്തൊക്കെയാണ്? ന്യൂമറിക്കൽ എബിലിറ്റി, ക്ലറിക്കൽ എബിലിറ്റി, ലോജിക്കൽ റീസണിങ്, ഇങ്ങനെ തുടങ്ങി വ്യക്തമായ വിവരങ്ങൾ തന്നിട്ടുണ്ട്. നമ്മൾ അത് വെച്ച് പരീക്ഷ എഴുതിയാൽ നിസ്സംശയം നമുക്ക് മത്സര പരീക്ഷയിൽ സ്കോർ ചെയ്ത് ക്വാളിഫൈഡായി ജോലിയിൽ പ്രവേശിക്കാൻ പറ്റും. പിന്നെ 60 വയസ്സ് വരെ തിരിഞ്ഞു നോക്കേണ്ടി വരുന്നില്ല. അതാണ് CGLE എക്സാമിനേഷൻ എഴുതിയാലുള്ള ഗുണം. അതുതന്നെയാണ് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ഏത് ജോലി എഴുതിയാലും. പിന്നെ ഉള്ളത് സ്റ്റേറ്റ് സർവീസാണ്, PSC ആണ്. PSCയുടെ എവിടെയൊക്കെ ലെവലിൽ പരീക്ഷയുണ്ട്? 7ാം ക്ലാസ് മുതൽ ഡിഗ്രി വരെയുള്ളവർക്കുള്ള വിവിധ പരീക്ഷകൾ നടത്തുന്ന ഏജൻസിയാണ് പബ്ലിക് സർവീസ് കമ്മീഷൻ. ആയിരക്കണക്കിന് പേരെയാണ് തിരഞ്ഞെടുക്കുന്നത്. പല ഉദ്യോഗങ്ങളിലും പല പോസ്റ്റുകളിലേക്കും വിളിക്കുമ്പോൾ മതിയായ പ്രാതിനിധ്യം, മതിയായ അംഗത്വം മുസ്ലിങ്ങൾക്ക് ഉണ്ടാവാറില്ല. കാരണം എന്താ? അപ്ലൈ ചെയ്യാറില്ല എന്ന്. നിങ്ങൾ നോക്കിയാൽ അറിയാം, മുസ്ലിങ്ങൾ അപ്ലൈ ചെയ്യാത്ത വേക്കൻസികൾ ഒരുപാടാണ്. ക്വാളിഫൈഡ് അല്ലാത്തതുകൊണ്ടല്ല, നേരത്തെ നിങ്ങൾ പറഞ്ഞ പോലെ അറിഞ്ഞില്ല എന്നൊരു മറുപടിയാണ് പറയുക. അറിഞ്ഞില്ല എന്നുള്ളതൊരു എക്സ്ക്യൂസല്ല. നമ്മളെ ഒരു ലക്ഷ്യസ്ഥാനത്തിലേക്ക് എത്തിക്കാൻ തീരുമാനിക്കപ്പെട്ട് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമുക്ക് ആവശ്യമാണെന്ന് ഉത്തമ ബോധ്യം വന്നു കഴിഞ്ഞാൽ ഒരിക്കലും നമുക്ക് പിന്നോട്ട് പോകേണ്ടി വരില്ല, പിന്തിരിഞ്ഞോടേണ്ടി വരില്ല. പക്ഷേ നമുക്കത് പ്രത്യേകത, നമുക്ക് കഴിക്കാൻ ഭക്ഷണവും മറ്റ് സാഹചര്യങ്ങളും ജീവിത ചുറ്റുപാടുകളും ഒക്കെ ഉണ്ട്, പഠിക്കാനുള്ള സമയമുണ്ട്. ലക്ഷ്യബോധത്തോടു കൂടി പഠിക്കാൻ തീരുമാനിച്ചാൽ വളരെ സിമ്പിളായി ട്രാക്ക് ചെയ്യാവുന്ന ഒന്നാണ് UPSCയുടെ ആയാലും CGLന്റെ ആയാലും PSC പരീക്ഷകളായാലും. ഒരുപാട് പേർ
ഞാനിപ്പോൾ ഒരു 25 വർഷക്കാലത്തോളം ട്രെയിനിൽ യാത്രയായിരുന്നു. ആലപ്പുഴയിൽ നിന്ന് എറണാകുളത്തേക്ക് നിത്യേന ട്രെയിനിൽ യാത്ര ചെയ്ത് പോകും. ട്രെയിൻ യാത്ര ചെയ്ത് പോകുമ്പോൾ ആ ട്രെയിൻ യാത്രയുടെ പ്രത്യേകത, നമ്മൾ ട്രെയിനിൽ കാണുമ്പോൾ ആദ്യ കാലഘട്ടങ്ങളിൽ പണ്ട് കാലങ്ങളിലൊക്കെ കണ്ടിരുന്നത് ആളുകൾ കൂട്ടം കൂട്ടിന്ന് സംസാരിക്കും, അല്ലെങ്കിൽ കവിതകൾ ചൊല്ലും, അങ്ങനെ വിവിധ രസകരമായ യാത്രയായിരുന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴേക്ക് ആളുകൾ സംസാരമൊക്കെ നിലച്ചു, എല്ലാവരും നിശബ്ദരായി, എല്ലാവരും നഫ്സി എന്ന രീതിയിൽ മൊബൈലിലേക്ക് നോക്കിയിരിക്കുന്ന സ്വഭാവമായി. പക്ഷേ ഈ അടുത്ത കാലത്ത് കാണുന്ന ട്രെൻഡ് അതും മാറിയിട്ട് കമ്പൈൻഡായി PSCക്ക് വേണ്ടി പഠിക്കുന്നൊരു ചിത്രം കാണാറുണ്ട്. പരീക്ഷകൾക്ക് വേണ്ടി തയ്യാറെടുക്കാൻ വേണ്ടിയിട്ട് ഓരോ കമ്പാർട്ട്മെൻറ്റിലെ ഓരോ ബോഗിയിലെ ആൾക്കാർ വളഞ്ഞിരുന്ന് പഠിക്കുന്ന കാഴ്ച ട്രെയിനിൽ നിത്യസംഭവമായി മാറി. അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞതിനെ മത്സര പരീക്ഷ എന്ന്. ജീവിക്കണമെങ്കിൽ ഇന്നൊരു ബസ് കയറണമെങ്കിൽ പോലും മത്സരത്തിൻ്റെ യുഗമാണ്. നമ്മൾ അറിഞ്ഞില്ല എന്ന് പറഞ്ഞ് പിന്നോട്ട് നിന്നാൽ എവിടെയും എത്തുകയില്ല. നമുക്ക് വേണ്ട ഒരു ലക്ഷ്യബോധം, നമുക്ക് എത്തിയേ മതിയാവൂ എന്നുള്ള ഒരു നിശ്ചയദാർഢ്യം എന്ന് പറഞ്ഞാൽ എങ്ങനെയായിരിക്കണം? ആ ഒരു സ്വപ്നമായി മാറണം. നമ്മുടെ ആ ലക്ഷ്യം ഒരു സ്വപ്നമായി മാറണം. വെറും സ്വപ്നമായി ആയാൽ പോരാ, അതൊരു ബേണിംഗ് ഡിസയർ ആയിട്ട് മാറണം. നമ്മുടെ ഉള്ളിൽ അത് ആഴത്തിൽ പതിയുന്ന ഒന്നായി മാറണം. അങ്ങനെ ഡിസയറായി മാറിയാൽ, നമ്മുടെ ലക്ഷ്യമായി കഴിഞ്ഞാൽ വളരെ സിമ്പിളായി ക്രാക്ക് ചെയ്യാൻ പറ്റും. മനുഷ്യന് കഴിയാത്തതായിട്ടൊന്നുമില്ല. ഇപ്പോൾ എന്നോട് വന്നപ്പോൾ പറയുന്നത് കേട്ടു, പെൺകുട്ടികളാണ് ഈ പരിപാടി അറേഞ്ച് ചെയ്തത്, അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ട് ഓടി കഷ്ടപ്പെട്ടതെന്ന്. ഞാനപ്പോൾ പെട്ടെന്ന് ഇങ്ങനെ ആലോചിച്ചു, നിങ്ങൾ വിചാരിച്ചാൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കാൻ കഴിയും. ഈ കഴിഞ്ഞ 2019 ജൂലൈ മാസം 29-ാം തീയതി നമ്മുടെ കാസർഗോഡ് അടുത്തുള്ള നേത്രാവതി പുഴയുടെ തീരത്തുകൂടി ഒരു കാറ്, വെറും കാറല്ല, ഒരു BMW കാറ് ഇങ്ങനെ വരികയായിരുന്നു. അപ്പോൾ ആ കാറ് നിർത്തിയിട്ട് അതിനകത്തുനിന്ന് ഒരാൾ ഇറങ്ങിയ ആളുടെ പേര് സിദ്ധാർത്ഥ് എന്നായിരുന്നു. സിദ്ധാർത്ഥ്, നിങ്ങൾക്ക് ആളിനെ അറിയാമായിരിക്കും അല്ലേ, കേട്ടിട്ടുണ്ടായിരിക്കും. സിദ്ധാർത്ഥ് ഇറങ്ങിയിട്ട് ഡ്രൈവറോട് പറഞ്ഞു, ഈ നദിയുടെ മറ്റേ കരയിൽ പോയി കിടന്നുള്ളൂ, ഞാൻ നടന്നിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് അയാൾ ഇറങ്ങി. അവിടെ ഈ കാറുകാരൻ, ഈ ഡ്രൈവർ വണ്ടി ഓടിച്ച് അപ്പുറം കരയിൽ പോയി കാത്തു കിടന്നു. സിദ്ധാർത്ഥ് നടന്നു പോകുന്നത് കണ്ടു. ഡ്രൈവർ പോയി കാത്തു കിടന്ന് കുറേ സമയമായിട്ടും സിദ്ധാർത്ഥിനെ കാണാനില്ല. അയാളുടെ യജമാനൻ വരുന്നില്ല. അയാൾ കുറേ സമയം, മണിക്കൂറുകളോളം കാത്തിരുന്നിട്ടും വരാതായപ്പോൾ അദ്ദേഹം അന്വേഷിച്ചിറങ്ങിയിട്ട് അദ്ദേഹത്തെ ഇറക്കിയ സ്ഥലത്തും ആ പ്രദേശത്തൊക്കെ നോക്കിയിട്ട് ഇയാളെ കാണുന്നില്ല. സിദ്ധാർത്ഥിനെ കാണാതായപ്പോൾ ഇദ്ദേഹം അവസാനം പോലീസിൽ വിവരം അറിയിച്ചു. അധികം ദൂരം നടന്ന കാര്യമല്ല ഞാനീ പറയുന്നത്. ഈ 2019 ജൂലൈ മാസം 29-ാം തീയതി വൈകുന്നേരം നടന്ന സംഭവമാണ്. പോലീസിൽ അറിയിച്ചപ്പോൾ പോലീസ് അവിടെയൊക്കെ ഒന്ന് പരിശോധിച്ചു. 30-ാം തീയതിയായി. 31-ാം തീയതി പ്രഭാതത്തിൽ അവിടെ മത്സ്യബന്ധനത്തിന് പോയ ആളുകളുടെ വലയിൽ സിദ്ധാർത്ഥിൻ്റെ അവിടെ മത്സ്യബന്ധനത്തിന് പോയ ആളുകളുടെ വലയിൽ സിദ്ധാർത്ഥിൻ്റെ ശരീരം കിട്ടി, ഡെഡ് ബോഡി കിട്ടി. സിദ്ധാർത്ഥ് ആത്മഹത്യ ചെയ്തതായിരുന്നു. ആരാ സിദ്ധാർത്ഥ് അറിയോ? കഫേ കോഫി ഡേ എന്ന് കേട്ടിട്ടുണ്ടോ? കഫേ കോഫി ഡേയുടെ ഉടമസ്ഥനായിരുന്നു സിദ്ധാർത്ഥ്. സിദ്ധാർത്ഥ് മരിക്കാൻ എന്താ കാരണം? സിദ്ധാർത്ഥ് ആത്മഹത്യ ചെയ്യാൻ കാരണം, പത്രം വായന വളരെ കുറവാണെന്ന് തോന്നുന്നു, ഇനി അങ്ങനെയല്ല, ഇനി വായിച്ചു തുടങ്ങണം. അദ്ദേഹം കടക്കണിയിലായി. കഫേ കോഫി ഡേയുടെ ഉടമസ്ഥനായ സിദ്ധാർത്ഥ് കടക്കണിയിലായി. ആരാ സിദ്ധാർത്ഥ് അറിയുമോ? SM കൃഷ്ണ എന്നറിയപ്പെടുന്ന കർണാടകയിലെ മുഖ്യമന്ത്രിയുടെ മരുമകനാണ്, മകളുടെ ഭർത്താവാണ് സിദ്ധാർത്ഥ്. അദ്ദേഹം കടം എത്രയാണെന്നറിയോ? 7000 കോടി രൂപ കടം. 7000 കോടി. കോടി എന്ന് കേട്ടിട്ടുണ്ടോ? കോടിക്ക് എത്ര പൂജ്യമുണ്ട്? എത്ര പൂജ്യമുണ്ട്? 8 പൂജ്യം. വെരി ഗുഡ്. ഫാഷൻ ഡിസൈനിങ് ആണെങ്കിലും കാര്യങ്ങളറിയാം അല്ലേ? 1 കോടി രൂപ എന്ന് പറഞ്ഞാൽ നമുക്കൊക്കെ നിശ്ചയിക്കുന്നതിന് അപ്പുറമാണ്. വലിയൊരു എമൗണ്ടാണ്. അത്തരത്തിൽ 7000 കോടി രൂപയാണ് കഫേ കോഫി ഡേയുടെ ബാധ്യത. അതാണ് ആത്മഹത്യ ചെയ്തത് അദ്ദേഹം അല്ലേ? നമ്മളൊരു കോടി രൂപ എന്ന് കേട്ടിട്ടുണ്ടോ? 1 കോടി രൂപ ഇവിടെ വെച്ചിട്ട് എണ്ണാൻ പറഞ്ഞാൽ എത്ര സമയം വേണം? 1 രൂപ നാണയം വെച്ച് 1 കോടി രൂപ ഇവിടെ വെച്ച് എന്നിട്ട് നിങ്ങളോട് എണ്ണാൻ പറഞ്ഞാൽ എത്ര സമയം കൊണ്ട് എണ്ണി തീരും? എത്ര ദിവസം വേണ്ടി വരും? എത്ര സമയം വേണ്ടി വരും?
1 കോടി രൂപയുടെ ഒറ്റ നാണയം വെച്ചിട്ട് എണ്ണാൻ പറഞ്ഞാൽ എത്ര സമയം വേണ്ടി വരും? കുറേ രൂപ, 1 കോടി രൂപയോളം ഉണ്ടെന്ന് വിചാരിക്കാം. എക്സാക്റ്റ് 1 കോടി ഉണ്ടെങ്കിൽ പിന്നെ എണ്ണേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എത്ര സമയം വേണം 1 കോടി രൂപ എണ്ണാൻ? എത്ര സമയം വേണ്ടി വരും? 1 കോടി രൂപയുടെ ഒറ്റ നാണയം വെച്ചിട്ട് എണ്ണി തീരാൻ പറഞ്ഞാൽ എത്ര സമയം കൊണ്ട്? എന്താ പേര്? അനസ്യ, എത്ര സമയം കൊണ്ട് എണ്ണി തീരും? എത്ര സമയം എന്നാലും ഉദ്ദേശം? 1 ദിവസം വേണോ? ഫുള്ള് വേണ്ടി വരുമോ? 1 ദിവസം വേണ്ടി വരുമോ 1 കോടി രൂപ എണ്ണാൻ? 1 കോടി ഓരോ രൂപ വെച്ച് എണ്ണിയാൽ പോരെ? മതിയോ? എത്ര സമയം വേണ്ടി വരും? 1 ദിവസം വേണോ? 2 ദിവസം വേണോ? 10 ദിവസം വേണോ? 10 ദിവസം വേണമെന്ന് പറഞ്ഞാൽ കൈവയ്ക്കേ. നിങ്ങളുടെ ഈ ലോജിക്കൽ തിങ്കിങ് എന്ന് കണ്ടേ. 10 ദിവസം വേണമെന്നുള്ളവർ കൈവയ്ക്കേ. കൈവെക്കാത്തവർ 10 ദിവസം വേണ്ടാന്ന് തീരുമാനിക്കുന്നവരാണോ? എത്ര ദിവസം വേണ്ടി വരും? നിങ്ങളുടെ ലോജിക്കായിട്ട് അപ്ലൈ ചെയ്യൂ. ഇപ്പോൾ 10 രൂപ എണ്ണാൻ പറഞ്ഞാൽ 10 നാണയം. അതുപോലെ 1 കോടി രൂപയുടെ നാണയം ഇരിപ്പുണ്ട്, എണ്ണാൻ പറഞ്ഞാൽ എത്ര ദിവസം വേണ്ടി വരും? 1 കോടി രൂപയോളം എന്നായിക്കോട്ടെ, ഒരു ഓളം ആയിക്കോട്ടെ. ഓളം കൂടെ വെച്ച് കഴിഞ്ഞാൽ പ്രശ്നം തീർന്നല്ലോ. ഓളം 1 കോടി രൂപയോളം എണ്ണാൻ പറഞ്ഞാൽ എത്ര സമയം വേണ്ടി വരും? 1 കോടി രൂപ എണ്ണാൻ എത്ര സമയം വേണ്ടി വരും? ഇനി കുറച്ചുകൂടെ പറഞ്ഞുതരാം. 1 മിനിറ്റ്, 1 സെക്കൻഡ് മതി എന്ന് വിചാരിക്കുക. 1 രൂപ എണ്ണാൻ 1 സെക്കൻഡ് മതി. അങ്ങനെയാണെങ്കിൽ 1000 സെക്കൻഡ് മതി. 1 കോടി സെക്കൻഡ് മതി 1 കോടി രൂപ എണ്ണാൻ. 1 കോടി സെക്കൻഡ് എന്ന് എത്ര ദിവസമാണ്? 115-ലേറെ ദിവസം നിർത്താതെ രാപകൽ എണ്ണിയാലേ 1 കോടി രൂപ എണ്ണിത്തീരും. അത്ര വലിയ എമൗണ്ടാണ് 1 കോടി രൂപ എന്ന് പറഞ്ഞാൽ, അല്ലേ? എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ 1 കോടി രൂപ കൊണ്ട് വെച്ചിട്ട് ദിവസം 1000 രൂപ വീതം എടുത്ത് ചിലവാക്കാൻ തീരുമാനിച്ചാൽ എത്ര നാൾ ചിലവാക്കാൻ പറ്റും? 1 കോടി രൂപ വെച്ചിട്ട് അലമാരി വെച്ചിട്ട് രാവിലെ 1000 രൂപ എടുക്കും, ചിലവാക്കും. പിറ്റേ ദിവസം രാവിലെ 1000 രൂപ എടുക്കും, ചിലവാക്കും. എത്ര ദിവസം ചിലവാക്കാൻ പറ്റും? 1 കോടി രൂപ ചിലവാക്കാൻ അറിയില്ല, പൈസ ചിലവാക്കാൻ അറിയില്ലേ? 1000 രൂപ ഒരു ദിവസം എടുക്കാവൂ എന്ന് പറഞ്ഞാൽ എത്ര നാളെടുക്കും ചിലവാക്കാൻ? ലോജിക്കുന്ന അപ്ലൈ ചെയ്ത് നോക്കും. എത്ര ദിവസം വേണ്ടി വരും? 27 വർഷം ചിലവാക്കാൻ പറ്റും. വിശ്വസിക്കാൻ പറ്റുന്നുണ്ടോ? 1 കോടി രൂപ ഉണ്ടെങ്കിൽ ദിവസം 1000 രൂപ വെച്ച് നിങ്ങൾക്ക് എത്ര നാൾ ജീവിക്കാൻ പറ്റും? 27 വർഷക്കാലം ജീവിക്കാൻ പറ്റും. അപ്പോൾ പോട്ടെ. ഇപ്പോൾ ഞാൻ പറഞ്ഞു എന്തായിരുന്നു? കഫേ കോഫി ഡേയുടെ ഉടമസ്ഥനായിരുന്ന സിദ്ധാർത്ഥിന് ആത്മഹത്യ ചെയ്യാൻ കാരണം 7000 രൂപയുടെ കടമായിരുന്നു. 7000 കോടി, ശ്രദ്ധിക്കുന്നുണ്ട്? 7000 കോടി രൂപയുടെ കടമായിരുന്നു, ഇല്ലേ? 7000 കോടി രൂപയുടെ കടം ബാധ്യത കാരണം അത് വീട്ടാൻ യാതൊരു മാർഗവുമില്ലാതെ അദ്ദേഹം ആത്മഹത്യ ചെയ്തത് 2019 കോവിഡ് ആരംഭിക്കും തൊട്ട് മുമ്പ് 2019 ജൂലൈ മാസം 29-ാം തീയതി. അതൊരു ബോഡി കിട്ടിയത് ജൂലൈ മാസം 31-ാം തീയതി. 1-ാം തീയതിയിലെ ഓഗസ്റ്റ് 1-ാം തീയതിയിലെ പത്രങ്ങളിലൊക്കെ വലിയ വാർത്തയായി വന്നു. കഫേ കോഫിയുടെ ഉടമ സിദ്ധാർത്ഥ് ആത്മഹത്യ ചെയ്തു. 1-2 7000 കോടി രൂപയുടെ ബാധ്യതയുമായി. സ്വാഭാവികമായിട്ടും എല്ലാവരും കഫേ കോഫിയുടെ അവസാനിച്ചു എന്ന് കരുതി. ചുമ്മാ നിങ്ങളൊന്ന് ഗൂഗിൾ ചെയ്ത് നോക്കൂ. കഫേ കോഫിയുടെ ഇന്നത്തെ അവസ്ഥ 2019 ഓഗസ്റ്റ് 1-ന് ശേഷം ഇത്ര ദിവസം എടുത്തപ്പോൾ കഫേ കോഫിയുടെ ഉടമസ്ഥനായിരുന്ന സിദ്ധാർത്ഥ് മരിച്ച ശേഷം അദ്ദേഹത്തിൻ്റെ ഭാര്യയായിരുന്ന മാളവിക ഹെഗ്ഡെ ആ പോസ്റ്റ് ഏറ്റെടുത്തു. കേവലം 3 വർഷമോ 4 വർഷമോ ആകുന്നതേ ഉള്ളൂ. 4 വർഷമായപ്പോഴേക്ക് 7000 രൂപയുടെ കടബാധ്യത തീർത്തിരിക്കുന്നു. 7000 കോടി രൂപയുടെ കടബാധ്യത തീർത്ത് ഇന്ന് കഫേ കോഫിയുടെ ലാഭത്തിലേക്കായി തുടങ്ങിയിരിക്കുന്നു. ഒരു സ്ത്രീ ഒറ്റയ്ക്ക് വിചാരിച്ചപ്പോൾ. കാരണം എന്തായിരുന്നു? എൻ്റെ ഭർത്താവിൻ്റെ ജീവനെടുത്ത ഈ ബാധ്യത അതിനൊരു വെല്ലുവിളിയായി സ്വീകരിച്ചുകൊണ്ട് ഒരു ബേണിംഗ് ഡിസയറായി മാറ്റിയപ്പോഴാണ് മാളവിക ഹെഗ്ഡയെ ചരിത്രം മാറ്റി എഴുതിയത്. അവർ എന്തൊക്കെയാണ് പാളിച്ചകളെന്ന് പരിശോധിച്ചിട്ട് ആ പാളിച്ചകളെ ഒന്നൊന്നായി മാറ്റി എഴുതി എവിടെ എത്തിച്ചേർന്നു? കേവലം 4 വർഷം കൊണ്ട് കഫേ കോഫിയുടെ ലാഭത്തിലായി. ഇന്ന് ഇന്ത്യയിൽ ആകമാനം ഔട്ട്ലെറ്റുകളുള്ള വലിയൊരു കോഫി സംവിധാനമായി കഫേ കോഫി ഡേ മാറിയിരിക്കുന്നു.
ഒരു സ്ത്രീ ഒറ്റയ്ക്ക് വിചാരിച്ചപ്പോൾ സംഭവിച്ച, അല്ലെങ്കിൽ സ്ത്രീയുടെ ബുദ്ധിയിൽ ഉദിച്ച പ്രയത്നത്തിൻ്റെ ഫലമായി കണ്ടെത്തിയതാണ്. അപ്പോൾ നമ്മൾ ഒരു ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരാൻ തീരുമാനിക്കുമ്പോൾ പ്രതിബന്ധങ്ങൾ ഒരുപാടുണ്ടാവും. ഈ പ്രതിബന്ധങ്ങളായി നേരിടാൻ തീരുമാനിച്ചാൽ, അല്ലെങ്കിൽ പ്രതിബന്ധങ്ങളെയൊക്കെ നേരിടാൻ തീരുമാനിച്ചാൽ, അതിനുവേണ്ടി നമ്മൾ തുനിഞ്ഞിറങ്ങിയാൽ വളരെ നിഷ്പ്രയാസം ഇതിനെ അതിജീവിക്കാൻ പറ്റും. നമ്മളൊരു കാര്യം ആലോചിക്കുക, ഈ പരീക്ഷയ്ക്ക് വേണ്ടി, PSC പരീക്ഷയ്ക്ക് വേണ്ടി അപ്ലിക്കേഷൻ കൊടുക്കുമ്പോൾ, ആപ്ലിക്കേഷൻ ഇപ്പോൾ 1,00,000 പേര് അപേക്ഷിച്ചിട്ടുണ്ടെങ്കിൽ ആ 1,00,000 പേരുടെയും പ്രത്യേകത അവരൊക്കെ എവിടെയാണ് നിൽക്കുന്നത്? സ്റ്റാർട്ടിംഗ് പോയിന്റിലാണ്. ഓട്ടമത്സരം ആരംഭിക്കാൻ പോവുകയാണ്, സ്റ്റാർട്ടിംഗ് പോയിന്റിലാണ് നിൽക്കുന്നത്. സ്റ്റാർട്ടിംഗ് പോയിൻ്റിൻ്റെ പ്രത്യേകത എന്താ? ഓൾ ആർ സെയിം അറ്റ് സ്റ്റാർട്ടിംഗ് പോയിന്റ്. സ്റ്റാർട്ടിംഗ് പോയിന്റിൽ എല്ലാവരും ഒരേപോലെയാണ്, ഇല്ലേ? ഓരോരുത്തരും സ്റ്റാർട്ടിംഗ് പോയിന്റിൽ ഒരുപോലെയാണ്, ഇല്ലേ? പിന്നെന്താ പ്രത്യേകത? ആ ഓട്ടം ആരംഭിച്ചു കഴിയുമ്പോൾ, വിസിൽ മുഴങ്ങി ഓടാൻ തുടങ്ങുമ്പോൾ ഓരോരുത്തർക്കും ഓരോ സ്ട്രാറ്റജി ഉണ്ടാവും. കുറേ പേരുടെ സ്ട്രാറ്റജി എന്തായിരിക്കും? വളരെ പ്ലാനിങ്ങോടുകൂടി ഞാനിത് വിൻ ചെയ്യുമെന്ന ലക്ഷ്യത്തോടുകൂടി തളരാതെ, പ്രതിബന്ധങ്ങളിൽ നിന്നുകൊടുക്കാതെ, പിൻവാങ്ങാതെ മുന്നേറുമ്പോൾ നിസ്സംശയം അയാൾ എവിടെ എത്തിച്ചേരും? അയാളുടെ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരാൻ പറ്റും. എന്നാൽ ഓടി തുടങ്ങുമ്പോൾ ഒരുപാട് പേര് ഓടുന്നല്ലോ. ഈ ഓടുമ്പോൾ ഇത്രയും പേര്, പരീക്ഷ എഴുതാൻ വേണ്ടി പരിശോധിച്ചപ്പോൾ LDC പരീക്ഷയ്ക്ക് അപ്ലൈ ചെയ്യാൻ നോക്കിയപ്പോൾ 4,00,000 പേര് എഴുതിയിട്ടുണ്ട്, അപ്ലൈ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ അപ്ലൈ ചെയ്തിട്ട് കാര്യമില്ല എന്ന് കരുതി പിന്നോട്ട് പോകരുത്. അങ്ങനെ പിന്നോട്ട് പോയാൽ നമ്മൾ എവിടെ എത്തില്ല. ഞാൻ ഓർക്കുന്നൊരു സംഭവമുണ്ട്. ഞാനൊരിക്കൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു PSC പരീക്ഷ എഴുതാൻ വേണ്ടി പോയപ്പോൾ, ഞാൻ വളരെ ലാഘവത്തോടു കൂടി പരീക്ഷ എഴുതാൻ പോയി. തിരിച്ചു വന്നപ്പോൾ എൻ്റെ ഒരു സുഹൃത്ത് ചോദിച്ചു, എന്തായി പരീക്ഷ എഴുതാൻ പോയിട്ടു? ഞാൻ പറഞ്ഞ് രക്ഷയിടാം, ഒറ്റ വേക്കൻസിയേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അവൻ എന്നോട് തിരിച്ചു ചോദിച്ചു, ചോദ്യമുണ്ട്, നിനക്കൊന്നു പോരെ, നിനക്കൊരെണ്ണം പോരെ എന്നൊരു ചോദ്യം ചോദിച്ചു. അതെന്നിലൊരു വലിയ ഒരു ഊർജ്ജമാണ് ഉണ്ടാക്കിയത്. പിന്നെ ഞാൻ എല്ലാ പരീക്ഷകളും അന്ന് ആ ഒരു വേക്കൻസിയേ ഉള്ളൂ എന്ന് കരുതി ഗൗരവമായി എഴുതാതിരുന്നത് കൊണ്ട് തന്നെ എനിക്കുണ്ടായ നഷ്ടം ബോധ്യപ്പെട്ടിട്ട് പിന്നെ എല്ലാ പരീക്ഷകളും സീരിയസ് ആയി കാണാൻ തുടങ്ങിയപ്പോൾ ഞാൻ ഒന്നിനു പിറകെ ഒന്നായി ഒരുപാട് ലിസ്റ്റുകളിൽ കടന്നു വന്നു. ഇപ്പം നമ്മൾ ഒരു ലിസ്റ്റിലേക്ക് കടന്നു വന്നു തുടങ്ങിയാൽ അതിവേഗം ഒത്തിരി ലിസ്റ്റുകളിലേക്ക് കടന്നു വരും. പക്ഷേ തടസ്സങ്ങൾ ഒരുപാടുണ്ടാവും. തടസ്സങ്ങളിൽ തളരാൻ പാടില്ല, പിൻവാങ്ങാൻ പാടില്ല. ഒരു ലക്ഷ്യത്തിലേക്ക് എത്തണമെന്ന ഉത്തമ ബോധ്യമുണ്ടെങ്കിൽ നമ്മളെ ഒരു ശക്തിക്കും തടയാൻ കഴിയില്ല. ഒറ്റ ഒരു കാര്യം മാത്രം മതിയാവും. എന്ത്? നിശ്ചയദാർഢ്യം. ഒരു നിശ്ചയദാർഢ്യം ഉണ്ടാവുക. നമ്മളൊരു കാര്യം ആലോചിക്കുക. ഞാൻ താമസിക്കുന്ന പ്രദേശത്തിനടുത്തൊരു സ്ഥലമുണ്ട്, സക്കരിയ ബസാറിനടുത്തായൊരു സ്ഥലം. ആ സ്ഥലത്ത് ഒരു ചെറിയ പ്രദേശത്ത് കുറേ ആളുകൾ എല്ലാവരും കൂടെ അവിടെ എന്താ പറയുക, മുസ്ലിം ചെറുപ്പക്കാരാണ്. ഒരുപാട് പ്രശ്നങ്ങളുള്ള പ്രദേശമാണ് അവിടെ, മയക്കുമരുന്നിൻ്റെയും ഒക്കെ കേന്ദ്രമായി. അവിടെ ഒരു പുതിയ താമസക്കാരൻ വന്ന് താമസിക്കാനിടയായി തുടങ്ങി. അപ്പോൾ അദ്ദേഹം ഒരു സർക്കാർ സർവീസിലുള്ള ആളായിരുന്നു. അപ്പോൾ കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡിലുള്ള ഒരു ജീവനക്കാരനായിരുന്നു. അദ്ദേഹം ഈ ആളുകളെ, ഈ വഴിതെറ്റിപ്പോകാൻ സാധ്യതയുള്ള ചെറുപ്പക്കാരെ വിളിച്ചു കൂട്ടിയിട്ട് ഒരു ദിവസം സംസാരിച്ചു. ഞാൻ ഒരുപാട് ആനുകൂല്യങ്ങൾ ഇന്ന് സർക്കാരിൽ നിന്ന് അനുഭവിക്കുന്നുണ്ട്. ഈ ആനുകൂല്യങ്ങൾ അനുഭവിക്കുന്ന എനിക്ക് തോന്നുന്നു, നിങ്ങൾ സഹകരിക്കുമെങ്കിൽ ഈ ആനുകൂല്യങ്ങൾ ഞാൻ നിങ്ങൾക്കും വാങ്ങിച്ചു തരാം. നിങ്ങൾ ഒരു കാര്യം ചെയ്താൽ മതി, നിങ്ങൾ എന്നോടൊപ്പം സഹകരിച്ചാൽ മതി എന്ന്. അപ്പോൾ ആദ്യമൊക്കെ കുറേ പേരൊക്കെ സഹകരിച്ചില്ല, കുറച്ച് പേരൊക്കെ സഹകരിച്ചവരെ വെച്ചുകൊണ്ട് അദ്ദേഹം ഒരു പരിശീലനം തുടങ്ങി, വൈകുന്നേരങ്ങളിൽ മാത്രം. അതിന് വേണ്ടിയിട്ട് ലജ്നത്തുൽ മുഹമ്മദിയായുടെ സ്കൂളിൻ്റെ ഒരു ഭാഗം ചോദിച്ചു വാങ്ങിയിട്ട് അവിടെ അദ്ദേഹം ഒരു പരിശീലനം തുടങ്ങി. പരിശീലനം ആരംഭിച്ച് കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോഴേക്ക് വൈകുന്നേരങ്ങളിൽ കറങ്ങി നടക്കുന്ന ബീച്ചിൽ പോയിരുന്ന ചെറുപ്പക്കാരൊക്കെ ക്രമേണ ഇതിലേക്ക് ആകർഷകരായി. ക്രമേണ ആളുകൾ ഇങ്ങനെയൊക്കെ വന്നു തുടങ്ങി. അങ്ങനെ കുറച്ച് പേർ, ഒരു 30 പേര് ആയി തീർന്നു ആ ക്ലാസ്സിൽ. ഒരു വർഷത്തെ പരിശീലനം കഴിഞ്ഞപ്പോൾ ആ 30 പേർ പരീക്ഷ എഴുതി. ആ പരീക്ഷ എഴുതി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇതുപോലെ ഹൈലി ക്വാളിഫൈഡ് ആയ ആളുകളൊന്നും ആയിരുന്നില്ല. അവരൊക്കെ പലരും 10ാം ക്ലാസ് തോറ്റവരോ ഒക്കെ ആയിരുന്നു. പക്ഷേ ആ പരീക്ഷ എഴുതിയിട്ട് 30 പേർ പരീക്ഷ എഴുതി. അടുത്തവണത്തെ
കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡിൻ്റെ മസ്ദൂർ ലിസ്റ്റ് വന്നപ്പോൾ 24 പേർ അതിൽ നിന്ന് ആ ലിസ്റ്റിൽ കടന്നുകൂടി. ഒരാളെ ശ്രമിച്ചുള്ളൂ, അവരെ മോട്ടിവേറ്റ് ചെയ്യാൻ ഒരാളെ ഉണ്ടായിരുന്നുള്ളൂ. ആ ശ്രമം വിജയത്തിലേക്കെത്തി. അതിപ്പോഴും അവിടെ ആലപ്പുഴയിൽ തുടർന്നു വരുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞത്, ഒരു ലക്ഷ്യബോധത്തോടുകൂടി ഒരു പ്രയത്നിക്കുവാൻ തയ്യാറായി മുന്നോട്ട് വന്നാൽ നമ്മുടെ ലക്ഷ്യത്തിലേക്ക് നമുക്ക് എത്തിച്ചേരാനായിട്ട് വലിയ പ്രയാസമൊന്നും ഉണ്ടാവില്ല. നിങ്ങൾ ആലോചിക്കുക, ഇക്കഴിഞ്ഞ മാസം ഒരു 3 മാസം മുമ്പ് കേരളത്തിലെ മന്ത്രിയായിരുന്ന കെ രാധാകൃഷ്ണൻ നിയമസഭയിൽ മുസ്ലിം ഉമ്മത്തിൻ്റെ, മുസ്ലിം സമുദായത്തിൻ്റെ അല്ലെങ്കിൽ വിവിധ തസ്തികകളിൽ മുസ്ലിം സമുദായത്തിൻ്റെ അംഗബലത്തെക്കുറിച്ച് സംസാരിക്കുകയുണ്ടായി. അപ്പോൾ അദ്ദേഹം കണക്കുകൾ വെച്ചുകൊണ്ട് പറഞ്ഞപ്പോൾ മുസ്ലിം സമുദായത്തിൻ്റെ പ്രാതിനിധ്യം ഇതര സമുദായങ്ങളെക്കാൾ ബഹുദൂരം പിന്നിലാണ്, ഒരുപാട് പിന്നിലാണ്. ഏതാണ്ട് വിശകലനം ചെയ്താൽ പട്ടികജാതി വർഗത്തെക്കാൾ പിന്നിലാണ് മുസ്ലിം സമുദായത്തിൻ്റെ പ്രാതിനിധ്യം. നമ്മുടെ സമുദായത്തിൻ്റെ പ്രത്യേകത എന്താ? ഹൈറു ഉമ്മത്ത് എന്നാണ് അറിയപ്പെടുന്നത്. ഉത്തമ സമുദായമെന്ന് വിശേഷിപ്പിക്കപ്പെടേണ്ട സമുദായം ഈ പ്രാതിനിധ്യ മേഖലയിൽ ബഹുദൂരം പിന്നിലാണ്. നമ്മൾ ആരെയാ കുറ്റം പറയുക? ഇതിനാരാണ് ഉത്തരവാദികൾ? നമ്മൾ തന്നെയാണ് ഉത്തരവാദികൾ. നാം മാറാൻ തീരുമാനിക്കാതെ നമ്മളെ മാറ്റാൻ മറ്റാർക്കും കഴിയില്ല. പബ്ലിക് സർവീസ് കമ്മീഷൻ്റെയും UPSCയുടെയും സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ്റെയും ഒക്കെ നിയമനങ്ങൾ നടക്കുമ്പോൾ നമ്മൾ അതിലൊന്നും മൈൻഡ് ചെയ്യാതെ ഓരോരോ കമ്മീഷൻ വരുമ്പോൾ നമ്മൾ വിലപിച്ചിട്ടൊരു കാര്യമില്ല. അപ്പോൾ നമ്മളെന്താ ചെയ്യണ്ടേ? ഏത് പരീക്ഷ വിളിച്ചാലും, മത്സര പരീക്ഷ അത് ഏതുമാകട്ടെ, ഏത് വിളിച്ചാലും അപ്ലിക്കേഷൻ കൊടുക്കുക എന്ന ഒരു സംവിധാനത്തിലേക്ക് നമ്മൾ ഇറങ്ങിപ്പുറപ്പെടണം. നിങ്ങൾ പറഞ്ഞു അറിഞ്ഞില്ല എന്ന്. ഇപ്പോൾ അറിഞ്ഞില്ല എന്നുള്ളതിനൊരു പരിഹാരം ഞങ്ങൾ നിർദ്ദേശിക്കുന്നു. സിജി എന്താണെന്ന് പരിചയപ്പെടുത്താം. അതിന് മുമ്പായി ഞങ്ങൾ നിർദ്ദേശിക്കുന്നത്, ഇക്കഴിഞ്ഞ ഓഗസ്റ്റ് മാസം 25-ാം തീയതി മഹലിലെ ഭാരവാഹികളെ ഞങ്ങൾ പാനൂര് വിളിച്ചുകൂട്ടി. ഞങ്ങൾ അവരോട് പറഞ്ഞു, ഭൗതിക വിദ്യാഭ്യാസ കാര്യങ്ങളിൽ ഞങ്ങൾ നിങ്ങളെ സഹായിക്കാം. മഹല്ലുകൾ മുന്നിൽ നിൽക്കുമെങ്കിൽ ഞങ്ങൾ സഹായിക്കാം. ഭൗതിക വിദ്യാഭ്യാസം മെച്ചപ്പെടുത്തുന്നതിനാവശ്യമായ സംവിധാനം ഞങ്ങൾ ചെയ്യാം. 175 ആളുകൾ, ഏതാണ്ട് 74 മഹലുകളിൽ നിന്നായി 175 ആളുകൾ ആ പരിപാടിയിൽ പങ്കെടുത്തു. ഞങ്ങൾ അവരോട് പറഞ്ഞു, ഭൗതിക വിദ്യാഭ്യാസത്തെ സംബന്ധിച്ച്, മത്സര പരീക്ഷയെ സംബന്ധിച്ച് ഞങ്ങൾ നിങ്ങളെ സഹായിക്കാം. അവിടെ എടുത്ത തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഓരോ മഹലിൽ നിന്നും ഓരോ വിദ്യാഭ്യാസ പ്രതിനിധിയെ സെലക്ട് ചെയ്തുകൊണ്ട് ഞങ്ങൾ പ്രവർത്തനം ആരംഭിച്ചു. 31 മഹലുകളാണ് ഇതുവരെ നമ്മളോട് സഹകരിച്ചത്. 31 മഹലിൽ നിന്നും മഹലിൽ പ്രതിനിധികളെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഇന്നലെ രാത്രി 8 മണിക്ക് ഞങ്ങളൊരു മീറ്റിംഗ് സംഘടിപ്പിച്ചു. ആ മീറ്റിങ്ങിൽ എന്താ തീരുമാനിച്ചെന്നറിയോ? എല്ലാ മഹലിലും, ആ 31 മഹലുകളിലും വരാൻ പോകുന്ന ഒക്ടോബർ 2 മുതൽ ഒരു ഇൻഫർമേഷൻ സെൻറ്റർ പ്രവർത്തിക്കും. മഹല്ലുകളിൽ ഇൻഫർമേഷൻ സെൻറ്റർ. എന്താ ഇൻഫർമേഷൻ സെൻറ്റർ പ്രത്യേകത? എല്ലാ ബുധനാഴ്ചയും ആ മഹലിലേക്ക് ഞങ്ങൾ ഇൻഫർമേഷൻ കൊടുക്കും. സിജിയിൽ നിന്നും ഇൻഫർമേഷൻ എത്തിക്കും. അതിലെന്തൊക്കെ ഉണ്ടാവും? 3 കാര്യങ്ങളുണ്ടാവും. ഒന്ന്, വിദ്യാഭ്യാസപരമായ വാർത്തകളും വിദ്യാഭ്യാസപരമായ വിവരങ്ങളും അടങ്ങിയ വിവരങ്ങൾ. 2, മത്സര പരീക്ഷയെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ. ആ ആഴ്ച അപ്ലൈ ചെയ്യേണ്ട ഏതൊക്കെയാണ്, UPSC എന്തൊക്കെ വിളിച്ചിട്ടുണ്ട്, സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ്റെ എന്തൊക്കെയുണ്ട്, കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ എന്തൊക്കെയുണ്ട്, അതുപോലെ ഇതര ബോർഡുകളിലേക്ക് എന്തെങ്കിലും വിളിച്ചിട്ടുണ്ടോ തുടങ്ങിയിട്ടുള്ള വാർത്തകളുണ്ടാവും. 3ാമതായി, കേന്ദ്ര സർക്കാരിൻ്റെയും സംസ്ഥാന സർക്കാരിൻ്റെയും വിവിധ സഹകരണ പദ്ധതികൾ. ഇത് സംബന്ധിച്ചൊരു ന്യൂസ് എല്ലാ ബുധനാഴ്ചയും ഞങ്ങൾ എത്തിക്കും. ഇന്ന യൂണിവേഴ്സിറ്റിയിലേക്ക് ഇന്ന കോഴ്സ് അപ്ലൈ ചെയ്യാം, ആ കോഴ്സ് ജോലി സാധ്യതയുള്ളതാണ് തുടങ്ങിയ വിഷയങ്ങൾ ഇമാമ് പ്രഖ്യാപിക്കും. എങ്ങനെ തീരുമാനിച്ചുകൊണ്ട് 31 മഹലുകളുമായി ഞങ്ങൾ ഒക്ടോബർ 2-ാം തീയതി ഇൻഷാ അല്ലാഹ് ഗാന്ധി ജയന്തി ദിവസമായ ഒക്ടോബർ 2-ാം തീയതി ലോഞ്ച് ചെയ്യുകയാണ്. ഈ മഹലിൽ ആരംഭിച്ചിട്ടില്ല എന്ന് തോന്നുന്നു. ഇൻഷാ അല്ലാഹ് ഈ മഹലും സഹകരിക്കുമെങ്കിൽ ഞങ്ങൾ ഇവിടെയും അത് എത്തിക്കും.
അതിന് ഒരു ചിലവുമില്ല. ആകെ ഞങ്ങൾ ഈ വാർത്തകൾ ഇവിടെ എത്തിക്കുന്നു, ആ വാർത്ത മഹലിൻ്റെ നോട്ടീസ് ബോർഡിൽ പതിപ്പിക്കണം. അങ്ങനെ പതിപ്പിക്കപ്പെടുമ്പോൾ ആ മഹലിലെ നോട്ടീസ് ബോർഡിൽ നിന്ന് ആളുകൾക്ക് വിവരം കിട്ടും. എന്തൊക്കെ വിവരം കിട്ടും? വിദ്യാഭ്യാസ വാർത്തകൾ കിട്ടും, പിന്നെ തൊഴിൽപരമായ വാർത്തകൾ കിട്ടും, കൂടാതെ സർക്കാർ സംബന്ധമായ എല്ലാ സഹായ പദ്ധതികളും. ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഞങ്ങളിത് ഇങ്ങനെ ചെയ്യാൻ തീരുമാനിക്കാനൊരു കാരണം, ഒരു മാസം മുമ്പ്, ഒരു 2 ആഴ്ച മുമ്പ് വിധവകളായ സ്ത്രീകൾക്ക് 50,000 രൂപ സർക്കാരിൽ നിന്ന് കൊടുക്കുന്നു എന്നൊരു വാർത്ത ഞങ്ങളുടെ അറിയപ്പെടുന്ന ആളുകൾ വഴി ഞങ്ങളുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ഷെയർ ചെയ്തു. അതിന് വേണ്ടതിന്നതൊക്കെയാണ്. ഒരുപാട് എൻ്റെ അടിയിൽ കൊടുത്ത നമ്പർ 1 എൻ്റെതായിരുന്നു. ഒരുപാട് പേരാണ് ആലപ്പുഴ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് എന്നെ വിളിച്ചത്. അതുപോലെ ഒരുപാട് പേര് അപ്ലൈ ചെയ്തു. അത് പരിശോധിക്കുമ്പോൾ പലപ്പോഴും മുൻ വർഷങ്ങൾ പലപ്പോഴും മുസ്ലിം സമുദായത്തിൽ നിന്ന് ആവശ്യമായ അപേക്ഷകരില്ലാത്ത സാഹചര്യം വരെ ഉണ്ടായിട്ടുണ്ടെന്ന് പറയുന്നു. ഇനി അങ്ങനെ ഉണ്ടാവില്ല എന്ന് തീരുമാനിച്ചുകൊണ്ട് ഈ ഒരു സഹായ പദ്ധതിയുമായി ഞങ്ങൾ മുന്നോട്ട് പോകുന്നു. എന്താണ് അങ്ങനെ പോകാൻ കാരണം? സിജി എന്ന ഈ സംഘടന, എന്താ സിജി എന്ന് കേട്ടിട്ടുണ്ടോ? സിജി എന്ന് കേട്ടിട്ടുള്ളവർ കൈപൊക്കെ. സിജി എന്ന് കേട്ടിട്ടുള്ളവരെന്ന് കൈ ഉയർത്തി. ആരും കേട്ടിട്ടില്ല? സെൻറ്റർ ഫോർ ഇൻഫർമേഷൻ ആൻഡ് ഗൈഡൻസ് ഇന്ത്യ എന്നാണ് ഇതിൻ്റെ ഫുൾ ഫോം. സെൻറ്റർ ഫോർ ഇൻഫർമേഷൻ ആൻഡ് ഗൈഡൻസ് ഇന്ത്യ, സിജി. കോഴിക്കോട് ആസ്ഥാനമായിട്ടാണ് ഈ സംഘടന പ്രവർത്തിക്കുന്നത്. 1996 28 വർഷം മുമ്പ് ബാബ ആറ്റമിക് റിസർച്ച് സെൻറ്ററിൽ നിന്ന്, ബാർക്കിൽ നിന്ന് റിട്ടയർ ചെയ്ത ഡോക്ടർ KM അബൂബക്കർ സാഹിബാണ് ഈ സംഘടനയുടെ സ്ഥാപകൻ. ബാബ ആറ്റമിക് റിസർച്ച് സെൻറ്ററിൽ നിന്ന് അദ്ദേഹം റിട്ടയർ ചെയ്തപ്പോൾ അദ്ദേഹത്തിന് കുറേയേറെ സമ്പത്തുകളുമൊക്കെ കൈ കിട്ടി. അദ്ദേഹം വന്നപ്പോൾ അദ്ദേഹം തീരുമാനിച്ചു, എൻ്റെ ശിഷ്ടകാലം സമുദായത്തിന് വേണ്ടി വിനിയോഗിക്കണം, അല്ലെങ്കിൽ എൻ്റെ ഈ സമ്പത്തും എൻ്റെ ഈ ശിഷ്ടജീവിതവും സമുദായത്തിന് വേണ്ടി വിനിയോഗിക്കണമെന്ന് ഡോക്ടർ KM അബൂബക്കർ സാഹിബ് തീരുമാനിച്ചു. ഒരുപാട് ആളുകൾ എല്ലാ വർഷവും റിട്ടയർ ആകുന്നുണ്ട്. പക്ഷേ ഡോക്ടർ KM അബൂബക്കർ അങ്ങനെ തീരുമാനിക്കാൻ കാരണം എന്താണെന്നറിയോ? അദ്ദേഹം ഇടവനക്കാട് സ്വദേശിയാണ്. ഒരു തീരെ പാവപ്പെട്ട വീട്ടിലാണ് അദ്ദേഹം ജനിച്ചത്. അദ്ദേഹം 10ാം ക്ലാസ് പാസ്സായപ്പോൾ, അന്നത്തെ കാലഘട്ടത്തിൽ അദ്ദേഹം കഴിഞ്ഞ 3 വർഷങ്ങൾക്ക് മുമ്പ് മരണപ്പെട്ടു. 10ാം ക്ലാസ് പാസ്സായി കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ അദ്ദേഹത്തെ പഠിപ്പിക്കാൻ മാർഗ്ഗമൊന്നും ഇല്ലാത്തതുകൊണ്ട് അവർ അദ്ദേഹത്തെ കൊണ്ടുപോയി പള്ളിയുടെ ദറസിൽ ഏൽപ്പിച്ചിട്ട് പള്ളിയിലെ മൗലവിനോട് പറഞ്ഞു, ഉസ്താദിനോട് പറഞ്ഞു, ഇമാമിനോട് പറഞ്ഞു, ഇദ്ദേഹത്തെ ഇനി നിങ്ങൾ ഓദിക്കണം, എൻ്റെ മകനെ നിങ്ങൾ ഓദിക്കണമെന്ന് ഡോക്ടർ KM അബൂബക്കറിൻ്റെ പിതാവ് പള്ളിയിലെ ഉസ്താദിനെ ഏൽപ്പിച്ചു. അങ്ങനെ ഉസ്താദിൻ്റെ കൂടെ ദറസിൽ അദ്ദേഹം പഠിച്ചു തുടങ്ങി. അപ്പോൾ ഉസ്താദ് ഒരു ദിവസം ഇവൻ്റെ SSLC ബുക്ക് വാങ്ങി പരിശോധിച്ചപ്പോൾ റെക്കോർഡ് മാർക്കാണ് കാണുന്നത്, വലിയ മാർക്ക്. റാങ്കിന് അടുത്തുള്ളൊരു മാർക്കോട് കൂടിയാണ് ഡോക്ടർ KM അബൂബക്കർ പാസ്സായിരിക്കുന്നത് എന്നും ബോധ്യപ്പെട്ടപ്പോൾ അദ്ദേഹത്തോട് പറഞ്ഞു, നീ ഓതിയാൽ മാത്രം പോരാ, ഒപ്പം നീ പഠിക്കുകയും കൂടെ വേണം. നിൻ്റെ പഠന ചെലവ് ഞാൻ എൻ്റെ ശമ്പളത്തിൽ നിന്ന് വഹിച്ചു കൊള്ളാമെന്ന് ഈ പള്ളിയിലെ ഉസ്താദ് പറഞ്ഞു. ഒരു പള്ളിയിലെ ഇമാമിന് കിട്ടുന്ന ശമ്പളത്തിൻ്റെ കുറിച്ചൊക്കെ നമുക്കറിയാമല്ലോ. അദ്ദേഹത്തിൻ്റെ ശമ്പളത്തിനൊരു വിഹിതം ഈ ഡോക്ടർ KM അബൂബക്കറിൻ്റെ വിദ്യാഭ്യാസ ചെലവിന് വേണ്ടി മാറ്റിവെച്ചു. അങ്ങനെ അദ്ദേഹത്തെ പ്രീ ഡിഗ്രിയും പിന്നീട് ഡിഗ്രിയും പിന്നീട് PG യും പിന്നീട് ഡോക്ടറേറ്റും എടുത്ത്, കെമിസ്ട്രിയും ഡോക്ടറേറ്റ് എടുത്തിട്ട് അദ്ദേഹത്തെ ബാബ ആറ്റമിക് റിസർച്ച് സെൻറ്ററിൽ സയൻറ്റിസ്റ്റായി തീർന്നു. അങ്ങനെ സീനിയർ സയൻറ്റിസ്റ്റായി വിക്രം സാരാഭായിയോടും ഒപ്പം വർക്ക് ചെയ്യുന്ന കാലഘട്ടത്തിലൊക്കെ അദ്ദേഹം ബാർക്കിൻ്റെ ഇൻ്റർവ്യൂ ബോർഡിൽ അംഗമായിരുന്നു. ഒരുപാട് ആളുകൾ അദ്ദേഹത്തിന് മുന്നിൽ, വിദ്യാർത്ഥികൾ ഇൻ്റർവ്യൂവിന് വേണ്ടി എത്തിച്ചേരുമായിരുന്നു. അതിൽ ഒരു വിഭാഗം മുസ്ലിങ്ങളും ഉണ്ടായിരുന്നു. ഇൻ്റർവ്യൂ ചെയ്യപ്പെടുമ്പോൾ മുസ്ലിം വിദ്യാർത്ഥികൾ ഇൻ്റർവ്യൂവിൽ ബഹുദൂരം പുറകിലാണെന്ന് അദ്ദേഹം ബോധ്യപ്പെട്ടു. എന്താണ് എൻ്റെ കൗമിങ്ങനെ പിന്നിലേക്ക് പോകുന്നതെന്ന് ചിന്തിച്ചിട്ട് അദ്ദേഹം തീരുമാനിച്ചതാണ്, ഇനി ശിഷ്ടകാലം എൻ്റെ സമ്പത്തിനും എല്ലാം ഇതിനു വേണ്ടി വിനിയോഗിക്കുമെന്ന് ഉറപ്പിച്ചുകൊണ്ട് അദ്ദേഹം 96 സ്ഥാപിച്ച സംഘടനയാണ് സെൻറ്റർ ഫോർ ഇൻഫർമേഷൻ ആൻഡ് ഗൈഡൻസ് ഇന്ത്യ, സിജി. അതിൻ്റെ ആലപ്പുഴ ജില്ലാ കോർഡിനേറ്ററായിട്ടാണ് ഞാൻ ഇപ്പോൾ പ്രവർത്തിക്കുന്നത്. 20 വർഷക്കാലമായി ഞാൻ ഈ സംഘടനയിൽ പ്രവർത്തിച്ചു. ഒരു ലാഭവുമില്ല, ഒരു ലാഭേച്ഛയുമില്ല, ഒരാഗ്രഹവുമില്ല. നമ്മുടെ സമയത്തിൽ നിന്ന് കുറച്ച് സമയം വിദ്യാഭ്യാസ പ്രവർത്തനത്തിന് വേണ്ടി വിനിയോഗിക്കുക. നമുക്കറിയാം, നമ്മളൊക്കെ സമ്പത്തുണ്ടായാൽ
100 രൂപ നമുക്ക് സ്വന്തമായി സമ്പാദിക്കാൻ കഴിഞ്ഞാൽ 2.5 രൂപ സക്കാത്ത് കൊടുക്കണം എന്ന് പഠിപ്പിച്ച ഒരു മതമാണ് നമ്മുടേത്. അപ്പോൾ അത്രയും ഉദാത്തമായ ഒരു മതവിശ്വാസികളായ എനിക്ക് ഭാഗ്യം കൊണ്ട് കുറേ വിദ്യാഭ്യാസം ലഭിച്ചിട്ടുണ്ട്. ഞാൻ ചരിത്രത്തിൽ MA-യും പിന്നീട് MPhil-ഉം പാസ്സായ ശേഷമാണ് സർക്കാർ സർവീസിൽ കയറുന്നത്. അപ്പോൾ അത്രയും വിദ്യാഭ്യാസം എനിക്ക് ലഭിച്ചു. 28 വർഷക്കാലം എനിക്ക് സർക്കാർ ശമ്പളം തന്നു. അപ്പോൾ ഞാൻ എൻ്റെ സമുദായത്തിന് വേണ്ടി എന്ത് ചെയ്യുന്നു എന്ന് ആലോചിച്ചപ്പോഴാണ് ഞാൻ കുറച്ച് സമയം എൻ്റെ സമയത്തിൽ നിന്ന് കുറച്ച് ഭാഗം സദക്ക എന്ന രീതിയിൽ, സക്കാത്ത് എന്ന രീതിയിൽ ഞാൻ ഈ വിദ്യാഭ്യാസ പ്രവർത്തനത്തിന് വേണ്ടി മാറ്റിവെച്ചത്. ഞാൻ മാത്രമല്ല, കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള ഒട്ടേറെ ആളുകൾ ഇതിനു വേണ്ടി ഈ പ്രയത്നവുമായി മുന്നിട്ടിറങ്ങുന്നുണ്ട്. നമുക്കറിയാം, കേരളത്തിലെ വിദ്യാഭ്യാസ രംഗത്ത് ഏറ്റവും പിന്നിൽ നിന്നിരുന്ന ജില്ലയായിരുന്നു മലപ്പുറം. മലപ്പുറത്തെ വിദ്യാഭ്യാസ പ്രവർത്തനത്തിൽ ഏറ്റവും പിന്നോക്കാവസ്ഥയായിരുന്നു. 14ാമത് ജില്ലയായ മലപ്പുറം വിദ്യാഭ്യാസ കാര്യത്തിൽ 14ാമതായിരുന്നു. അത് 14ാമതായിരുന്നു. അത് മുന്നിലേക്ക് വരേണ്ടത് അത്യാവശ്യമാണെന്ന് ചിന്തിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ സിജി രൂപകൽപ്പന ചെയ്ത ഒരു പദ്ധതി ഉണ്ടായിരുന്നു. വിജയഭേരി എന്ന പേരിൽ ഒരു പദ്ധതി സിജി ആവിഷ്കരിച്ചു. ഡോക്ടർ KM അബൂബക്കർ, T സലീം, അസീസ് മാഷ് തുടങ്ങി NV കബീർ തുടങ്ങി കുറേ ആളുകൾ, പ്രഗത്ഭമതികളായ കുറേ ആളുകൾ രൂപീകരിച്ചിട്ട് മലപ്പുറം ജില്ലയിലെ സ്കൂളുകളിലായിട്ട് അത് ഇംപ്ലിമെൻ്റ് ചെയ്തു. മലപ്പുറത്തെ ജില്ലാ പഞ്ചായത്ത് അത് ഏറ്റെടുത്തു. 2 വർഷം കൊണ്ട് വിദ്യാഭ്യാസ രംഗത്ത് ഒരു കുതിച്ചുചാട്ടമാണ് സിജിയിലൂടെ മലപ്പുറം ജില്ലയ്ക്കുണ്ടായത്. അന്ന് പ്രതിപക്ഷ നേതാവായിരുന്ന VS അച്യുതാനന്ദൻ പറഞ്ഞു, മലപ്പുറംകാർ കോപ്പിയടിച്ചാണ് പാസ്സായത് അദ്ദേഹം പറഞ്ഞു. പക്ഷേ സത്യത്തിൽ സംഭവിച്ചത് അവിടുത്തെ വിജയഭേരി എന്ന വിദ്യാഭ്യാസ പദ്ധതിയുടെ വിജയമായിരുന്നു. അത് അന്ന് തൊട്ടിങ്ങോട്ട് മലപ്പുറത്ത് നിന്ന് പിന്നെ ഇതര ജില്ലകളിലേക്ക് വ്യാപിച്ച് കേരളത്തിലാകമാനം ഇന്ന് സിജി പ്രവർത്തിക്കുന്നുണ്ട്. ലാഭേച്ഛയില്ലാതെ വിദ്യാഭ്യാസ പ്രവർത്തനം നടത്തുന്ന ഈ സംഘടന ഇന്ന് കോഴിക്കോട് ആസ്ഥാനമായാണ് പ്രവർത്തിക്കുന്നത്. ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾ, പഠിക്കാൻ മിടുക്കരായ വിദ്യാർത്ഥികൾ, ഒരാളും അവന് മാർഗനിർദ്ദേശം ലഭിക്കാതെ പിന്തള്ളപ്പെട്ടു പോകരുത് എന്ന ചിന്തയിൽ നിന്നും എല്ലാവർക്കും ഗൈഡൻസ് കിട്ടണമെന്ന ഉദ്ദേശത്തോടുകൂടി പ്രവർത്തിക്കുന്ന സംഘടനയാണ് സിജി. ആ സംഘടനയുടെ പേരിൽ പ്രവർത്തനത്തിൻ്റെ തുടക്കമെന്നോണമാണ് ഞങ്ങൾ നേരത്തെ പറഞ്ഞ ഒരു മഹൽ എംപവർമെൻറ്റ് പ്രോഗ്രാം സംഘടിപ്പിച്ചിരിക്കുന്നു. മഹൽ ശാക്തീകരണം. ആലപ്പുഴ ജില്ലയിലെ മുഴുവൻ മഹല്ലുകളെ ഞങ്ങൾ വിളിച്ചു വരുത്തി. 175ഓളം ആളുകൾ വന്നു. 75 മഹല്ലുകളിൽ നിന്നായി. ആ മഹല്ലുകളിലാണ് ഞങ്ങൾ നേരത്തെ പറഞ്ഞ മഹൽ ശാക്തീകരണ പദ്ധതിയുമായി മുന്നോട്ട് പോകുന്നു. ഒരു ചെലവുമില്ല. പള്ളികളിലൊക്കെ ഏത് കാര്യത്തിനും പള്ളിയിൽ ഉസ്താദിനെ കണ്ടാൽ മതി എന്ന് തീരുമാനിച്ചാൽ മതി. ആ ഒരു അവസ്ഥയിലേക്ക് മഹല്ലുകൾ മാറണം. അതാണ് നമ്മുടെ ലക്ഷ്യം. മഹല്ലുകൾ ശാക്തീകരിക്കപ്പെടണം. ഈ ലക്ഷ്യത്തിന് വേണ്ടി പ്രയത്നിക്കുമ്പോൾ നിങ്ങൾ ആലോചിക്കുക, നമ്മുടെ ഇതര സഹോദര സമുദായമായ ക്രിസ്ത്യൻ സമുദായം, അവിടുത്തെ പള്ളിയിൽ അച്ഛൻ എന്ന് പറഞ്ഞാൽ എന്താ പ്രത്യേകത? അച്ഛൻ പറയുന്നതാണ് അവിടെ കാര്യം. ആ ഇടവകയിലെ കാര്യം എന്താ? അച്ഛൻ എല്ലാവരെക്കുറിച്ചും, ആ പ്രദേശത്തെ എല്ലാവരെക്കുറിച്ചും അറിയാം. ഉത്തമ ബോധ്യമുണ്ട്. ആ നാട്ടിനെ എല്ലാവരെക്കുറിച്ചും അച്ഛന് ഉത്തമ ബോധ്യമുണ്ട്. അച്ഛന് ആ പ്രദേശത്തെ വാസികളെ, ആ ഇടവകയിലെ എല്ലാവരെയും അച്ഛന് നേരിട്ടറിയാം. ഓരോരുത്തരുടെയും വിദ്യാഭ്യാസ കാര്യത്തിലും അച്ഛൻ നേരിട്ട് ഇടപെടുന്നുണ്ട്. മനസ്സിലായോ? അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഇടവകയിലെ ഓരോ അച്ഛനും ഓരോ സിജിയാണ്. നമ്മുടെ സമുദായത്തിന് ആ ഒരു സംവിധാനമില്ല. ആ സംവിധാനത്തിലേക്ക് സമുദായത്തെ മഹല്ലുകളെ എത്തിക്കുവാനുള്ള പ്രയത്നത്തിലാണ് ഞങ്ങൾ ഏർപ്പെട്ടിരിക്കുന്നത്. നമ്മുടെ മഹല്ലുകളിൽ ഇപ്പോൾ ഇവിടെ ഞാൻ മനസ്സിലാക്കിയപ്പോൾ, ഞാൻ ചോദിച്ചപ്പോൾ 400ഓളം വീടുകളുണ്ടെന്ന് പറഞ്ഞു. നമ്മളൊന്ന് ശ്രമിച്ചാൽ, നിങ്ങൾ ഇവിടെ ആളുകളെ എത്തിക്കാൻ വേണ്ടി വീടാന്തരം കയറി ഇറങ്ങിയെന്ന് ഞാൻ അറിഞ്ഞു. നിങ്ങളൊന്ന് ശ്രമിച്ചാൽ ഈ 400 വീടുകളിലെ വിവരങ്ങൾ ശേഖരിക്കാൻ പറ്റില്ലേ? വളരെ സിമ്പിളായി പറ്റും. ഒരു ഫോമാറ്റ് ഞങ്ങൾ തരാം. നിങ്ങൾ അന്വേഷിച്ചു, ഓരോ വീട്ടിലും പോയിട്ട് അവിടെ എത്ര പേർ എന്ത് ചെയ്യുന്നു, ഓരോരുത്തർ എന്ത് ചെയ്യുന്നു, ഓരോരുത്തരുടെ വിദ്യാഭ്യാസ യോഗ്യത എന്ത്, SLC പാസ്സായ എത്ര പേരുണ്ട്, ഡിഗ്രി കഴിഞ്ഞവർ എത്രയുണ്ട്, കൃത്യമായ വിശകലനം കിട്ടുന്നു. ഇത് മഹല്ലുകളിൽ സൂക്ഷിച്ചാൽ CGLE എക്സാമിനേഷൻ വിളിച്ചു കഴിഞ്ഞാൽ മഹൽ ഇമാമിന് പറയാം, നമ്മുടെ മഹല്ല് 400 വീട്ടിൽ നിന്നും 36 പേർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. 36 പേരും അപേക്ഷിക്കണം.
എന്ന് പറയുന്നൊരവസ്ഥയിലേക്ക് ഈ സമുദായത്തെ കൊണ്ടുവന്ന് എത്തിക്കണം. എത്തിച്ചാൽ സച്ചാർ കമ്മിറ്റി വന്നപ്പോഴും മണ്ഡൽ കമ്മീഷൻ വന്നപ്പോഴും നരേന്ദ്രൻ കമ്മീഷൻ വന്നപ്പോഴും ഒക്കെ ഞെട്ടിയ നമ്മൾ പിന്നെ ഞെട്ടേണ്ടി വരില്ല. അർഹമായ പ്രാതിനിധ്യം 26% മുസ്ലിങ്ങളുണ്ടെന്ന് പറയപ്പെടുന്നു. 26% നമുക്ക് നമ്മുടെ വിദ്യാഭ്യാസ മേഖലയിൽ അല്ലെങ്കിൽ തൊഴിൽ മേഖലയിൽ നേടിയെടുക്കാൻ കഴിയും. ഈ ഒരു പരിശ്രമത്തിന് വേണ്ടിയാണ് സിജി മുന്നിട്ടിറങ്ങിയിരിക്കുന്നത്. ആ പ്രയത്നത്തിൽ നിങ്ങളും കൂട്ടായി ഉണ്ടാവണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് 4:30 നിങ്ങൾക്കൊക്കെ വീടുകളിൽ പോയി ഈ ഒരുപാട് ജോലി തിരക്കുകളുള്ളവരാണെന്നറിയാം. എനിക്ക് ആലപ്പുഴയും എത്തണം. അപ്പോൾ അതുകൊണ്ട് ഞാൻ അധികം നീട്ടുന്നില്ല. ഇനിയും നിങ്ങൾക്ക് സംശയങ്ങളുണ്ടെങ്കിൽ, ഞാൻ പറഞ്ഞതിനെ സംബന്ധിച്ച് സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കാം. ഞാൻ നേരത്തെ പറഞ്ഞു, ഈ ക്ലാസ്സിലേക്ക് വരുമ്പോൾ നമ്മൾ സാധാരണഗതിയിൽ സിജിയുടെ ക്ലാസ്സിലേക്ക് വരുമ്പോൾ നമ്മൾ അഡ്രസ്സ് ചെയ്യേണ്ടത് ആരെയാണ് എന്നൊരു ചോദ്യം വരും. ചിലപ്പോൾ രക്ഷകർത്താക്കളെ ആയിരിക്കും. രക്ഷകർത്താക്കളുടെ പ്രത്യേകത എന്താ? രക്ഷകർത്താക്കൾ പഴയ രക്ഷകർത്താക്കളല്ല ഇപ്പോഴത്തെ രക്ഷകർത്താക്കൾ. പണ്ട് എൻ്റെ പിതാവ് എന്നെ വളർത്തിയതുപോലെയാണോ എനിക്ക് എൻ്റെ മക്കളെ വളർത്താൻ പറ്റുന്നത്? പറ്റില്ല. തലമുറ മാറി. ഇപ്പോഴത്തെ തലമുറ നമ്മളെക്കാൾ വിവരവും വിദ്യാഭ്യാസവും സംവിധാനങ്ങളും കൂടുതലുള്ളവരെയാണ് നമ്മൾ ഡീൽ ചെയ്യേണ്ടി വരുന്നത്. എൻ്റെ മൊബൈലിൽ എന്തെങ്കിലും കംപ്ലയിൻ്റ് ആയാൽ ഞാൻ എന്താ ചെയ്യുക? എൻ്റെ മോനെ ഏൽപ്പിക്കുക. അവനാണ് അവൻ പറയുന്നത് ഇതാ ഇന്നതാ കുഴപ്പം. ചിലപ്പോഴൊക്കെ നമ്മൾ പലപ്പോഴും ഉപയോഗിച്ച് തെറ്റുപറ്റുമ്പോൾ എൻ്റെ മോനാണ് എനിക്ക് ശരിയാക്കി തരിക. മനസ്സിലായോ? എൻ്റെ വൈഫ് പറയാറുണ്ട്, വൈഫ് ഉണ്ടാക്കുന്നതിനേക്കാളൊക്കെ സുന്ദരമായ കറി എൻ്റെ മകൾ ഉണ്ടാക്കുമെന്ന്. അവളെ ആരും പഠിപ്പിച്ചതല്ല, അവളെ പഠിപ്പിച്ചത് യൂട്യൂബാണ്. അവൾ അടുക്കളയിലേക്ക് പോയാൽ ചിക്കൻ ഉണ്ടാക്കാൻ പോയാൽ അവൾ പറയും യൂട്യൂബിൽ പോയി തിരഞ്ഞ് കണ്ടുപിടിച്ച് അവൾക്ക് ഇഷ്ടമുള്ള കറി, നമുക്ക് ഇഷ്ടമുള്ള സ്വാദിഷ്ടമായ വിഭവങ്ങൾ ഉണ്ടായിക്കൊണ്ടുവരും. ആ തലമുറയിൽ ജീവിക്കുന്ന ആൽഫ കമ്മ്യൂണിറ്റിയുമായിട്ട് ഡീൽ ചെയ്യപ്പെടേണ്ടി വരുമ്പോൾ രക്ഷകർത്താക്കൾ മാറേണ്ടിയിരിക്കുന്നു. രക്ഷകർത്താക്കളുടെ പ്രത്യേകത എന്താ? രക്ഷകർത്താക്കളുടെ പ്രത്യേകത ഒരു ഐഡൻറ്റിറ്റിക്കൽ ക്രൈസിസിലാണ്. നമ്മുടെ രക്ഷകർത്താക്കൾ നമ്മളെ വളർത്തി, നമ്മൾ പുതിയ തലമുറയെ വളർത്താൻ ശ്രമിക്കുമ്പോൾ അവിടെ അപ്ലൈ ചെയ്ത അടവുകളൊന്നും ഇവിടെ ഭരിക്കത്തില്ല. ഇവിടെ പുതിയ പുതിയ അടവുകൾ വേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ പേരൻ്റ് എഫക്റ്റീവ്നെസ് ട്രെയിനിങ് എന്ന പേരിൽ സിജി രക്ഷകർത്താക്കൾക്കായി ട്രെയിനിങ് നടക്കുന്നുണ്ട്. സിജി രക്ഷകർത്താക്കൾക്ക് വേണ്ടി മാത്രമായി പേരൻ്റ് എഫക്റ്റീവ്നെസ് ട്രെയിനിങ് അഥവാ പെറ്റ് എന്ന പേരിൽ നടത്തുന്നുണ്ട്. അധ്യാപകർ, കുട്ടികളെ നിയന്ത്രിക്കാൻ കഴിയാതെ വിഷമിക്കുന്ന അധ്യാപകർക്ക് വേണ്ടി ടെറ്റ്, ടീച്ചേഴ്സ് എഫക്റ്റീവ്നെസ് ട്രെയിനിങ് തുടങ്ങി ശാസ്ത്രീയമായ എല്ലാ മേഖലകളും അവലംബിക്കുന്ന ഒരു ശാസ്ത്രീയമായ അടിത്തറയുള്ള ഒരു സംഘടനയാണ് സെൻറ്റർ ഫോർ ഇൻഫർമേഷൻ ആൻഡ് ഗൈഡൻസ് ഇന്ത്യ. ഒരു മതത്തിലെ ഒരു വിഭാഗവുമായും സിജിക്ക് ഒരു ബന്ധവുമില്ല, ഒരു താല്പര്യവുമില്ല. തറാവീഹ് എത്ര നമസ്കരിക്കണമെന്നോ കൈ എവിടെ കെട്ടണമെന്നോ സിജി പറയാറില്ല, സിജിക്ക് അഭിപ്രായവുമില്ല. കാരണം ആ രംഗത്ത് ഞങ്ങൾ പ്രഗത്ഭരല്ല. കർമ്മശാസ്ത്ര രംഗത്ത് ഞങ്ങൾക്ക് ഒന്നും അറിയില്ല. പക്ഷേ ഒന്നറിയാം, ഈ ഉമ്മത്തിൻ്റെ വിദ്യാഭ്യാസ പുരോഗതി ഈ സമുദായത്തിൻ്റെ നിലനിൽപ്പിന് അനിവാര്യമാണ്. ഇപ്പോൾ നമ്മൾ പട്ടികവർഗക്കാരെക്കാൾ പിന്നിലാണെങ്കിൽ വീണ്ടും വീണ്ടും പിന്നോട്ട് പോയിക്കൊണ്ടിരുന്ന് വിലപിച്ചുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല, മുന്നിലേക്ക് വന്നേ മതിയാവൂ. അതിനുള്ളൊരു പ്രയത്നത്തിലാണ്. അതിന് നിങ്ങളുടെ എല്ലാവരുടെയും പിന്തുണയും സഹകരണവും ഉണ്ടാവണം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇവിടെ വരുമ്പോൾ ആരെയാണ് അഡ്രസ്സ് ചെയ്യേണ്ടതെന്നൊരു കൺഫ്യൂഷനായിരുന്നു. അതുകൊണ്ട് തന്നെ ചിതറിയ ചിന്തകൾ ഞാൻ പറഞ്ഞു തുടങ്ങിയപ്പോൾ ഞാൻ കുട്ടികളോട് സംസാരിക്കാമെന്ന് കരുതി തുടങ്ങിയതാണ്. അപ്പോഴാണ് മനസ്സിലായി കുട്ടികളെക്കാൾ കൂടുതൽ അവർ മുതിർന്ന ആളുകളാണ് കൂടുതലുള്ളത്. അതുകൊണ്ടാണ് ഞാൻ ട്യൂൺ മാറ്റി സംസാരിച്ചത്. എത്രമാത്രം നിങ്ങൾക്ക് മനസ്സിലായി എന്നോ ഞാൻ പറഞ്ഞ വിഷയങ്ങൾ നിങ്ങളിലേക്ക് എത്രമാത്രം കൺവേ ചെയ്യപ്പെട്ടു എന്ന് എനിക്കറിയില്ല. പക്ഷെ ഒന്നുണ്ട്, ഞാൻ പറയാൻ ഉദ്ദേശിച്ച വിഷയങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് ഒരു ബോധ്യമുണ്ടെങ്കിൽ, നിങ്ങൾക്ക് നിങ്ങളുടെ കഴിവിൽ വിശ്വാസമുണ്ടെങ്കിൽ, നിങ്ങൾക്ക് നിങ്ങളെ വിശ്വാസമുണ്ടെങ്കിൽ വളരെ സിമ്പിളായി നിങ്ങൾക്ക് ഇത് അറ്റൈൻ ചെയ്യാനായിട്ട് പറ്റും. അരുണിമ സിൻഹ എന്ന് പറയുന്ന ഒരു വോളിബോൾ താരമുണ്ടായിരുന്നു, കേട്ടിട്ടുണ്ടോ? അരുണിമ സിൻഹ PSC പഠിക്കുന്നവരൊക്കെ പഠിച്ചിരിക്കണ്ട. അരുണിമ സിൻഹയുടെ പ്രത്യേകത എന്താ? ഇപ്പോൾ അരുണിമ സിൻഹ എന്ന് പറയുന്നവർ ഡൽഹിയിലേക്ക് ഒരു ട്രെയിനിൽ യാത്ര ചെയ്യുകയായിരുന്നു. വോളിബോൾ രംഗത്ത് ഇന്ത്യയിൽ അറിയപ്പെടുന്ന വോളിബോൾ താരമാണ് അരുണിമ സിൻഹ. അപ്പോൾ അവർ യാത്ര ചെയ്യുന്ന സമയത്ത് ട്രെയിനിലേക്ക് ഒരു വട്ടം കൊള്ളക്കാർ ഇരച്ചു കയറി ട്രെയിനിനകത്തേക്ക്. എന്നിട്ട് അവിടെ ട്രെയിനിലുണ്ടായിരുന്ന ആളുകളിൽ നിന്നൊക്കെ അവർ പിടിച്ചു പറിച്ചു.
അവരുടെ മാലയും കമ്മലുകളും സ്വർണവും പണവും ഒക്കെ പിടിച്ചു വരച്ചുകൊണ്ടിരുന്നു. അവർ വന്ന് ഈ അരുണിമാസിംഹയെയും ആക്രമിക്കാൻ വന്നപ്പോൾ അവർ സ്പോർട്സ് താരമല്ലേ, അവർ പ്രതികരിച്ചു. അവർ അതിശക്തമായൊരു ഇടി തന്നെ ആക്രമിക്കാൻ വന്ന, തൻ്റെ മാല പിടിക്കാൻ വന്ന ആളിനെ ശക്തമായൊരു ഇടി ഇടിച്ചു. അയാളുടെ മൂക്കിലേക്ക് ഇടി കൊണ്ടപ്പോൾ അയാൾ താഴെ വീണുപോയി. അയാൾ ബഹളം വെച്ച താഴെ വീണത്, ആ താഴെ വീണയാളായിരുന്നു ആ കൊള്ളക്കാരൻ്റെ കൊള്ളത്തലവൻ. പെട്ടെന്ന് തന്നെ ആ നേതാവ് താഴേക്ക് വീണപ്പോൾ മറ്റ് കൊള്ളക്കാരെല്ലാം ഓടി വന്നു, ഇവരെ പിടിച്ചു, ഇവരുടെ കയ്യിൽ നിന്ന് അവരുടെ സ്വർണ്ണങ്ങളൊക്കെ പിടിച്ചു വാങ്ങി. എന്നിട്ട് 120 കിലോമീറ്റർ വേഗതയിൽ പോയിക്കൊണ്ടിരിക്കുന്ന ആ ട്രെയിനിൽ നിന്ന് ഈ അരുണിമാസിംഹയെ എടുത്ത് പുറത്തേക്ക് വലിച്ചെറിഞ്ഞു. പുറത്തേക്ക് പോയി വീണ അവർ അടുത്ത ട്രാക്കിലാണ് പോയി വീണേ. സന്ധ്യ സമയത്താണ്, 7 മണി കഴിഞ്ഞ സമയത്താണ്. അവർ അവിടെ ഇങ്ങനെ രക്തം വാർന്ന് അങ്ങനെ വല്ലാതെ ഞരങ്ങി കിടക്കുമ്പോൾ അങ്ങ് ദൂരെ നോക്കുമ്പോൾ അങ്ങ് ദൂരെ നിന്ന് കാണുന്നു, താൻ കിടക്കുന്ന അതേ ട്രാക്കിലേക്ക് ഒരു ട്രെയിൻ ചീറിപ്പാഞ്ഞു വരുന്നു. നിമിഷങ്ങൾ മാത്രമേ ഉള്ളൂ ഇനി ജീവിതത്തിൽ ബാക്കിയെന്ന് മനസ്സിലാക്കി സർവ്വ ശക്തിയും എടുത്ത് അവർ ഈ ട്രാക്കിൽ നിന്ന് എടുത്ത് ചാടി അടുത്ത ഭാഗത്തേക്ക്. അവർക്ക് ചാടി മറിയാൻ പറ്റി, പക്ഷേ വലതുകാൽ കൊണ്ടുപോകാൻ പറ്റിയില്ല. വലതുകാൽ ആ ട്രാക്ക് വിട്ടുപോയി. ആ ട്രെയിനിൽ കടന്നു പോകുമ്പോൾ അവരുടെ വലതുകാൽ നഷ്ടപ്പെട്ടിരുന്നു. രക്തം വാർന്ന് അവിടെ കിടന്ന് അവരെ ആ ട്രാക്കിലൂടെ കടന്നു വന്ന റെയിൽവേ സ്റ്റാഫ് കാണുകയും എടുത്ത് ഹോസ്പിറ്റലാക്കുകയും ചെയ്തു. തുടർന്ന് 6 മാസക്കാലത്തോളം അവർ ഹോസ്പിറ്റലിലായിരുന്നു. കുറേ ദിവസം അബോധാവസ്ഥയിലായിരുന്നു. അപ്പോൾ ഇനി തനിക്ക് ഒരുപാട് സ്വപ്നങ്ങൾ, ഒരു വോളിബോളിൽ ഒരുപാട് മേഖലകൾ കീഴടക്കാൻ ലക്ഷ്യമിട്ട് മുന്നോട്ട് പോയ അവർ ഇനി തൻ്റെ ജീവിതം അവസാനിച്ചു, ഇനി ജീവിച്ചിട്ട് കാര്യമില്ല, മരിക്കുകയേ നിർവാഹമുള്ളൂ, അല്ലെങ്കിൽ മരിച്ചിട്ടേ കാര്യമുള്ളൂ എന്നൊക്കെ ചിന്തിച്ച് അങ്ങനെ ഇരിക്കുമ്പോൾ കുറേ ദിവസങ്ങൾ 3-4 മാസക്കാലം കഴിഞ്ഞിരുന്നു. ആ സമയത്താണ് അവരൊരു ടി വിയിൽ അവിടെ ഒരു കിടന്ന റൂമിൻ്റെ ടി വിയിൽ ഒരു വാർത്ത കാണുന്നത്. യുവരാജ് സിംഗ്. ആരാ യുവരാജ് സിംഗ്? യുവരാജ് സിംഗ് ആരാ? ക്രിക്കറ്റർ. എന്താ പ്രത്യേകത? ക്യാൻസർ വന്നിട്ട് ക്യാൻസറിനെ അതിജീവിച്ച യുവരാജ് സിംഗ് ക്യാൻസർ ഭേദമായ ശേഷം ക്രിക്കറ്റ് കളിക്കുന്ന കാഴ്ചയാണ് അരുണിമാസിംഹ കാണുന്നത്. ഇതൊരു വലിയൊരു ആവേശം ഉണ്ടായി. മരണത്തോട് മല്ലടിച്ച് മരണപ്പെട്ടു പോകുമെന്ന് കരുതിയിരുന്ന യുവരാജ് സിംഗ് 6 അടിച്ചു. മാത്രമല്ല IPL ക്രിക്കറ്റിൽ 17 കോടി രൂപയ്ക്കാണ് അയാളെ ലേലത്തിൽ പിടിച്ചതെന്ന വാർത്ത കേട്ടപ്പോൾ അദ്ദേഹം ഈ സ്ത്രീയിൽ വലിയ മാറ്റം ഉണ്ടായി. അന്നു മുതൽ എനിക്കും എന്തെങ്കിലും കഴിയും, എനിക്ക് മുന്നേറാൻ കഴിയുമെന്ന ചിന്ത വന്നപ്പോൾ അന്നു മുതൽ അവരിലെ മാറ്റം വളരെ സ്പീഡിലായി. അവരിലെ അസുഖം അതുവരെ ഭേദപ്പെട്ട രീതിയായിരുന്നില്ല. ആത്മവിശ്വാസം ഉണ്ടായപ്പോൾ വളരെ വേഗം സുഖം പ്രാപിക്കാൻ തുടങ്ങി. പിന്നീട് അവർ ഒരു വെപ്പുകാല് വെച്ചിട്ട് മുന്നേറി. പിന്നെന്താ ചരിത്രം കാണാൻ തുടങ്ങിയത്? അവരെ എവിടെയാണ്? എവറസ്റ്റിൻ്റെ മുകളിൽ, ഹിമാലയത്തിൻ്റെ മുകളിൽ എവറസ്റ്റ് കീഴടക്കിയ അമ്പ്യൂട്ട് ചെയ്ത ലേഡിയായി അരുണിമാസിംഹ അറിയപ്പെട്ടത് നിശ്ചയദാർഢ്യം ഒന്നുകൊണ്ട് മാത്രം. മരിക്കാൻ തീരുമാനിച്ച അരുണിമാസിംഹയ്ക്ക് മുന്നിൽ മറ്റൊരു ഉപാധിയുമില്ലായിരുന്നപ്പോൾ നിശ്ചയദാർഢ്യമല്ലാതെ മറ്റൊന്നും ആയിരുന്നില്ല അവരെ അവിടെ എത്തിച്ചതെങ്കിൽ, ഒരു പ്രതിബന്ധവുമില്ലാത്ത നമുക്ക് വരാൻ പോകുന്ന ഒരു വർഷക്കാലം എല്ലാം മറന്നൊന്ന് പ്രയത്നിക്കാൻ കഴിഞ്ഞാൽ 2 ഉണ്ട് നേട്ടം. 1, നമുക്ക് നമ്മുടെ ഭാവി ശോഭനമാക്കാം. 2, ഈ സമുദായത്തിൻ്റെ പിന്നോക്കാവസ്ഥയ്ക്ക് ഒരു പരിഹാരം നമ്മളിലൂടെ ആക്കി തീർക്കാൻ കഴിയും. അതിന് നിങ്ങളെല്ലാവരും ഉണ്ടാവണം എന്ന് മാത്രം അറിയിച്ചു നിർത്തുന്നു. ഈ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കാം. കോഴ്സുകളെക്കുറിച്ചോ ഒക്കെ സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കാം. മാത്രമല്ല ഒരു കാര്യമുള്ളത്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മഹല്ലുകൾ ഇൻഫർമേഷൻ സെൻ്ററുകളാക്കി മാറ്റുക എന്ന ഞങ്ങളുടെ ശ്രമം വിജയിച്ചാൽ നിങ്ങൾക്ക് ഏതൊരു ആവശ്യത്തിനും മഹല്ലുകളെ സമീപിച്ചാൽ മതിയാവും. പുറകിൽ സിജി ഉണ്ടാവും. മഹല്ല് എന്ത് ചോദിച്ചാലും, എന്തിനെ സംബന്ധിച്ച് ചോദിച്ചാലും ഉത്തരവുമായി ഞങ്ങളുണ്ടാവും. വിദ്യാഭ്യാസപരമായ വിഷയത്തിലായാലും തൊഴിൽപരമായ വിഷയത്തിലായാലും സർക്കാർ സഹായത്തെക്കുറിച്ചായാലും കേന്ദ്ര സർക്കാരിൻ്റെ സഹായത്തെക്കുറിച്ചായാലും എന്തിനെക്കുറിച്ചായാലും ഉത്തരവുമായി സിജി ഒപ്പം ഉണ്ടാവും എന്നറിയിച്ചുകൊണ്ട് തൽക്കാലം വിടവാങ്ങട്ടെ. അസ്സലാമു അലൈക്കും. നമ്മൾ വൈൻഡപ്പ് ചെയ്യുകയാണ്. അതിനു മുമ്പ് ഫീഡ്ബാക്കാണ്. അതിനു മുമ്പ് പ്രിയപ്പെട്ട ബ്രായകുട്ടി സാഹിബ് 1-2 വാക്ക് നിങ്ങളോട് സംസാരിക്കും. ബഹുമാന്യരായ രക്ഷിതാക്കളെ, പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, സഹോദരങ്ങളെ, അസ്സലാമു അലൈക്കും. പെട്ടെന്ന്
തട്ടിക്കൂട്ടിയെടുത്തു എന്ന് പറയുന്ന പോലുള്ളൊരു പരിപാടിയായിരുന്നു ഇത്. എങ്കിൽ പോലും ഈ പരിപാടി ഇത്ര ഭംഗിയായി നിർവഹിക്കാൻ കഴിഞ്ഞു എന്നതിൽ ഈ ജമാഅത്ത് കമ്മിറ്റിക്ക് അതിയായ സന്തോഷമുണ്ട്. ഈ പരിപാടി ഒരു തുടക്കം മാത്രമാണ്. ഇനി ഇതിൽ നിന്നും നമുക്ക് ഒരുപാട് മുന്നോട്ട് പോകുവാനുണ്ട്. വിദ്യാർത്ഥികളും രക്ഷിതാക്കളും ഒരേ മനസ്സോടുകൂടി ജമാഅത്ത് കമ്മിറ്റിക്കൊപ്പം നിന്നാൽ നമ്മുടെ ഉദ്ദേശ ലക്ഷ്യത്തിലേക്ക് അധികം വൈകാതെ തന്നെ നമുക്ക് എത്തിച്ചേരാൻ കഴിയും എന്നാണ് എൻ്റെ വിശ്വാസം. ഇതിൽ പങ്കെടുത്ത എല്ലാവരെയും ഒറ്റ വാക്കിൽ ആശംസകൾ അറിയിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. അസ്സലാമു അലൈക്കും. പ്രസിഡന്റിന് വേണ്ടി ഫീഡ്ബാക്ക് ആരെങ്കിലും പറയുന്നത്, ഇത് ഈ യോഗത്തിന് നന്ദി പറയുന്നത് ഷെജിന ടീച്ചറായിരിക്കും. അതിനു മുമ്പ് ഫീഡ്ബാക്ക് വല്ലവരും ഉണ്ടെങ്കിൽ എണീറ്റ് വരാം. ഒരാളല്ല 2 പേര് വരണം. നൂറാദിനെ ബാബാ പെട്ടെന്ന് ഒരാൾ 2 പേരും കൂടെ തയ്യാറായിരുന്നു. ഒരു കൈ വേണം. വളരെ നല്ലൊരു ക്ലാസ് ആയിരുന്നു സാർ നമുക്ക് വേണ്ടി എടുത്തത്. ഈ പരിപാടി ഇപ്പോൾ തുടങ്ങിയത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ വളരെ മുമ്പ് തന്നെ ആലോചിച്ച് തുടങ്ങേണ്ട ഒരു പരിപാടിയായിരുന്നു. പിന്നെ ഒരിക്കലും നമ്മൾ ചെയ്യാതിരിക്കുന്നതിലും നല്ലത് കുറച്ച് വൈകിയാണെങ്കിലും നമ്മൾ തുടങ്ങുന്നത് തന്നെയാണ്. അന്നേരം ഇത്ര വിജയകരമായിട്ട് ശരിക്കും നല്ല രീതിയിൽ തന്നെ നമുക്കിത് തുടങ്ങാൻ പറ്റി. പിന്നെ സാറ് വന്ന് നല്ല രീതിയിൽ നമുക്ക് ക്ലാസ് എടുത്ത് തന്നിട്ടുണ്ട്. അപ്പം നമുക്ക് വേണ്ട കാര്യങ്ങൾ നമുക്കപ്പം എങ്ങനെ ആരോട് ചോദിക്കണം എന്നതിനെക്കുറിച്ചൊക്കെ ഒരു ധാരണ നമുക്കിപ്പോൾ കിട്ടിയിട്ടുണ്ട്. അപ്പം മുമ്പോട്ട് ഇതുപോലെ തന്നെ വളരെ നന്നായി തന്നെ നമുക്ക് പോകാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു സർ. വളരെ നല്ല ക്ലാസ്സായിരുന്നു. ഞങ്ങൾക്ക് CG എന്താണെന്നൊന്നും അറിയത്തില്ലായിരുന്നു. ഞാൻ പഠിച്ച സമയത്ത് എപ്പോഴോ കേട്ടിട്ടുണ്ട്. കോളേജിൽ എന്തോ ക്ലാസ് എടുക്കാൻ വന്നപ്പോൾ കേട്ടിട്ടുണ്ട്. എന്തായാലും നല്ല ക്ലാസ്സായിരുന്നു. എന്നെപ്പോലെ ഇപ്പോൾ പഠിക്കാൻ പോകാൻ പറ്റാത്തവർക്ക് ഇതുപോലെ വന്നിരുന്ന് പഠിക്കാൻ പറ്റിയൊരു സ്ഥലം നമ്മുടെ മഹലിൽ ഉണ്ടാകുക എന്ന് പറയുന്നത് നല്ലൊരു കാര്യമാണ്. എന്തായാലും ഇത് പ്രവർത്തിച്ച എല്ലാവർക്കും ഒരുപാട് നന്ദി, പ്രത്യേകിച്ച് ക്ലാസ് എടുത്ത സാറിന് നന്ദി പറയാൻ വേണ്ടി അധ്യക്ഷന് വേണ്ടി പ്രിയപ്പെട്ട ഷെജിന ടീച്ചറെ ക്ഷണിച്ചോളൂ. അസ്സലാമു അലൈക്കും. നമ്മുടെ ഈ ജമാഅത്തിൻ്റെ സാഹചര്യത്തിലെ ഡ്രോപ്പ് ഔട്ട് ആയിട്ടുള്ള ഒരുപാട് പേരുണ്ടാവും. 10ാം ക്ലാസ്സിൽ നിർത്തിപ്പോയിട്ടുള്ളവർ, +2-ൽ നിർത്തിപ്പോയിട്ടുള്ളവർ, ഡിഗ്രിയിൽ നിർത്തിപ്പോയിട്ടുള്ളവർ, ഏതെങ്കിലുമൊക്കെ കാരണങ്ങൾ കൊണ്ട് നിർത്തിയവരായിരിക്കും. അവരെ ഒന്ന് റീസ്റ്റാർട്ട് ചെയ്യാൻ നമുക്ക് സഹായിക്കാൻ പറ്റും. മനസ്സിലായേ? നിങ്ങളുടെ കൂട്ടത്തിലുണ്ടാവുമല്ലോ അത്തരം ആളുകൾ, ഉണ്ടാകത്തില്ലേ? ഉണ്ടല്ലോ. അത്തരം ആളുകളെ റീസ്റ്റാർട്ട് ചെയ്യാനും നമുക്ക് സഹായിക്കാൻ പറ്റും. ആ വിവരവും ജമാഅത്ത് കമ്മിറ്റിയായിട്ട് പങ്കുവെച്ചാൽ അത്തരം നഷ്ടപ്പെട്ടവർക്ക് ഒരുപാട് വിഷമം ഉണ്ടാവും. ഇപ്പം പഠിക്കാൻ പറ്റിയില്ലല്ലോ എന്നുള്ള വലിയ സങ്കടം ഉണ്ടാവും. അവർക്കും അവസരം ഉണ്ടാക്കാൻ കഴിയും. അത്തരം കുട്ടികൾക്ക് ക്ലാസ് കൊടുക്കാനുള്ള സംവിധാനം നമുക്ക് ഏർപ്പെടുത്താൻ പറ്റും. അപ്പോൾ അതുകൂടെ ഒന്ന് ഉപയോഗിക്കുക. പിന്നെ ഇവിടെ പുരുഷന്മാരെ ഒന്നും കാണുന്നില്ല. നിങ്ങൾ ഈ കിട്ടിയ നമ്മൾ തന്ന ഒരവസരം മാക്സിമം മുതലാക്കിയെടുക്കുക. പെൺകുട്ടികൾക്ക് ഒരുപാട്, അല്ലെങ്കിൽ ആൺകുട്ടികൾക്ക് PSCയിൽ അല്ലെങ്കിൽ അതിൽ മോട്ടിവേറ്റ് ചെയ്ത് കൊണ്ടുവരണം. അവർ തന്നെ മുന്നോട്ട് വരണം. ഇപ്പോൾ ഇവിടെ ഇരിക്കുന്ന പെൺകുട്ടികൾ വന്നു കയറിയ മരുമക്കളാണ്. ഇന്നലെ അബ്ദുൽ ലത്തീഫ് സാർ പറഞ്ഞ പോലെ ഞാനുൾപ്പെടെ ഇങ്ങോട്ടേക്ക് വന്നു കയറിയ മരുമക്കളാണ് മുൻകൈ എടുത്ത് വന്നിരിക്കുന്നത്. പിന്നെ ഈ നാട്ടിലുള്ള കുറച്ച് കുട്ടികളെ ഉള്ളൂ നൂറായെ പോലെ ഇതിൽ താല്പര്യം എടുത്ത് വന്നേ. ഒരു PSC എഴുതിയെടുത്ത് ജോലി കിട്ടിയാൽ നമുക്ക് കിട്ടുന്ന അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കി അതിൽ കിട്ടാൻ പോകുന്ന നിങ്ങളുടെ കരിയറിൽ ഉണ്ടാകാൻ പോകുന്ന ഒരുപാട് കാര്യങ്ങളും, പിന്നെ പ്രത്യേകിച്ച് ഞാനിപ്പം സോഷ്യൽ വർക്കറായിട്ട് നിൽക്കുന്നിടത്ത് ഒത്തിരി സ്ത്രീകൾ, അമ്മമാർ 18 വയസ്സിൽ കല്യാണം കഴിഞ്ഞ് ഇവിടെ വന്ന് പെട്ടെന്ന് തന്നെ കുട്ടികളായി എന്നോട് സഹകരിക്കുമ്പോൾ അവർ പറയുന്ന ഒരുപാട് വിഷമങ്ങളുണ്ട്. ഒരുപാട് കഴിവുണ്ടായിട്ട് അടുക്കളയ്ക്കകത്ത് പെട്ടുപോയവർ, പിന്നീട് ഒന്നും ആകാൻ കഴിയാതെ പോകുന്നവർ, പിന്നെ ഒരു ഫിനാൻഷ്യൽ ക്രൈറ്റീരിയ വരുമ്പോഴാണ് അവർക്കൊരു ജോലി എന്നുള്ള ആവശ്യമായി വരുന്നത്. 20 വർഷം മുമ്പ് ഒരു ഫിജിയോ അല്ലെങ്കിൽ ഒരാളോ ഇങ്ങനൊരു മോട്ടിവേഷൻ തരാൻ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഒരുപക്ഷെ ഞാനൊക്കെ ഇപ്പോൾ വേറെ എവിടെയോ പൊസിഷനിൽ ഇരുന്നേനെ. ഞാൻ പഠിപ്പിക്കാഞ്ഞിട്ടല്ല എന്ന് എന്നാലും ഞാൻ പറയത്തില്ല. പഠിച്ചിരുന്നെങ്കിൽ ഉറപ്പായിട്ടും വേറെ പൊസിഷൻ കിട്ടിയേനെ. ഇപ്പോഴും അതിൻ്റെ ശ്രമത്തിലാണ്. ഇൻഷാ അല്ലാഹ് ജോലി കിട്ടിയിട്ട് നിന്ന് സംസാരിക്കണമെന്നുണ്ട്. ഇച്ചിരി കുറച്ചും കൂടെ നല്ല. പിന്നെ സ്ത്രീകൾക്ക് ജോലിയെ കിട്ടിയാലുള്ള ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഇമ്പോർട്ടൻസ് എന്ന് വെച്ചാൽ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഉള്ളൊരു സ്ത്രീക്ക് ആ ഫാമിലിയിലും ആ സൊസൈറ്റിയിലും കിട്ടുന്ന ഒരു സോഷ്യൽ സ്റ്റാറ്റസ് വളരെ വലുതാണ്. നമുക്ക് സാധാരണ ഒരു സ്ത്രീയുടെ പദവി ആയിരിക്കത്തില്ല. പിന്നെ കേരള സർക്കാരിൻ്റെ ഒരു ID കാർഡ് കഴുത്തേ കിടക്കുന്ന ഒരാൾക്ക് എവിടെയും കിട്ടുന്ന ഒരു വാല്യൂ, അത് അനുഭവിക്കുന്ന ഒരാളെന്നുള്ള നിലയ്ക്ക് ഒരുപാട് ശക്തമായിട്ട് മുന്നോട്ട് വരട്ടെ. 2024 മുമ്പും ആഫ്റ്റർ ആൻഡ് ബിഫോർ, മുമ്പും ശേഷവും നമ്മുടെ പതിയാങ്കര മഹലിന് ഒരു ചരിത്രം കുറിക്കാൻ പറ്റട്ടെ
ഇതൊക്കെ നമ്മളൊരു സർക്കാർ സർവീസിലുള്ളവർ നമ്മുടെ ഫാമിലിയിലുള്ളത് കൊണ്ട് മാത്രം ആർജിച്ചെടുക്കുന്നതല്ല. നമ്മൾ പരിചയപ്പെട്ട് നമ്മൾ സംസാരിക്കുന്ന നമ്മൾ ഇടപഴകുന്ന ആൾക്കാരിൽ നിന്ന് നമുക്ക് കിട്ടുന്നതാണ്. അപ്പോൾ ആ ഒരു സർക്കാർ സർവീസിൽ കയറാൻ ഒരുപാട് ഡിഗ്രികളൊന്നും വേണ്ട. നമ്മൾ പഠിക്കുന്നിടത്തിരുന്നുകൊണ്ട് ഒരു ജോലി കൈ പിടിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഒരുപാട് പദവികളിലെത്താം. ഈ പ്രായത്തിൽ ഞാൻ പോയി BA MA ഒക്കെ എടുത്തുവെങ്കിൽ നിങ്ങൾക്കും പറ്റും. അതാണ് ഇപ്പോൾ ഈ സാറ് പറഞ്ഞത്, +2 ഒക്കെ ഡ്രോപ്പ് ഔട്ടായി പോയവർക്ക് ഏത് പ്രായത്തിൽ വേണേലും നമുക്ക് പഠിക്കാം. പിന്നെ ഒത്തിരി ബുദ്ധിയൊക്കെ ഇപ്പോൾ ഇവിടുന്ന് എണീറ്റ് പോയി എങ്കിലും ഒത്തിരി ബുദ്ധി ഉപയോഗിച്ച് പഠിച്ച് പോളിടെക്നിക്കും ITIയും NITയിലും ഒക്കെ പഠിച്ച് നല്ല തലമണ്ട ഉപയോഗിച്ചിട്ട് പുറം രാജ്യങ്ങളിൽ കൊണ്ടുപോയി ഇൻവെസ്റ്റ് ചെയ്യാനാണ് എല്ലാ പിള്ളേർക്കും ഇഷ്ടം. ഇന്നലത്തെ പത്രത്തിലുണ്ടായിരുന്നു, നമ്മുടെ CA പഠിച്ചിട്ട് ഒരു CA നല്ല 1ാം റാങ്കോടൊക്കെ 20 വയസ്സിൽ പ്രാപ്തിയായി എടുക്കണമെങ്കിൽ ആ കുട്ടി എന്തുമാത്രം കഠിനാധ്വാനം ചെയ്തിട്ടുണ്ടായിരിക്കണം. ആ 20 വയസ്സുള്ള കുട്ടി ഒരു വലിയ മൾട്ടിനാഷണൽ കമ്പനിയിൽ അതിൻ്റെ തല കൊടുക്കുകയാണ്. അമിത ജോലിഭാരം കൊണ്ട് ഹാർട്ട് അറ്റാക്ക് ആയിട്ട് അത് മരിച്ചു. ഏണസ്റ്റ് യങ് ഇന്ത്യ എന്നെന്തോ ആണ് ആ കമ്പനിയുടെ പേര്. എന്തിനാണ് നമ്മളൊരു ഗവൺമെൻറ് ജോലി കിട്ടിയാൽ നമുക്ക് അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നുമില്ല, നമുക്ക് അത്രയും സ്റ്റെബിലിറ്റി ഉണ്ട്. അപ്പോൾ ഒരുപാട് ഗവൺമെൻറ് ഉദ്യോഗസ്ഥർ ഇവിടുന്ന് വരട്ടെ. ഞാൻ സംസാരിച്ചു തുടങ്ങിയ നിർത്തത്തില്ല, അങ്ങനെ പോകും. ഇപ്പോൾ എല്ലാം നന്ദിയും. ആദ്യം തന്നെ പഞ്ചായത്ത് നമ്മുടെ പതിയാങ്കര മഹല്ല് കമ്മിറ്റിക്ക് എല്ലാ തരത്തിലുള്ള നന്ദി. കാരണം നമ്മുടെ ഇവിടെ മഹല്ല് കൈകോർത്തെങ്കിൽ മാത്രമേ ഇവിടെ ഇത് വിജയിപ്പിക്കാൻ നമുക്ക് പറ്റത്തുള്ളായിരുന്നു. നമ്മൾ ഒറ്റയ്ക്ക് ഇറങ്ങിയാൽ എങ്ങും ഒന്നും എത്തത്തില്ല. കാരണം 2004 മുതൽ ഞാനും അബ്ദുൽ ലത്തീഫ് സാറും ഒരുമിച്ചുണ്ട്, പക്ഷേ എങ്ങോട്ടും ഞങ്ങൾ എത്തിയില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇപ്പം നമുക്ക് ഇത് മുന്നോട്ട് വലിയ ശക്തമായിട്ട് കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ നമ്മുടെ മഹല്ല് കമ്മിറ്റി നമുക്ക് കൈകോർത്തിട്ടുണ്ട്. അപ്പോൾ അതിന് നിങ്ങളും കൂടെ ഈ ആരംഭശൂരത്വമാകാതെ PSC കോച്ചിങ്ങിലേക്ക് ഒരുപാട് പേര് വരിക. ഇവിടെ നമുക്കൊരു കോച്ചിങ് സെൻറ്റർ സ്റ്റാർട്ട് ചെയ്യുക. ഫ്രീ ആയിട്ട് പഠിപ്പിക്കാൻ നമുക്ക് ഒരുപാട് ഈ ഹലീൽ സാറിനെ പോലെ മെൻറ്റർമാർ മുന്നോട്ട് വരുമ്പോൾ നമ്മളത് ഉപയോഗപ്പെടുത്തുക. ഒരുപാട് ഗവൺമെൻറ് ഉദ്യോഗസ്ഥർ വരട്ടെ. ഒരുപക്ഷെ ഇതിന് മുമ്പേ ഉണ്ടായിരുന്നെങ്കിൽ പലരും ഇവിടെ നല്ല ബുദ്ധിയുള്ള നല്ല കഴിവുള്ള ചെറുപ്പക്കാരാമ്പിള്ളേരുണ്ടായിരുന്നു. എല്ലാം ഗൾഫിലേക്ക് പോയി അല്ലെ വേറെ ജോലിയിലേക്ക് തിരിഞ്ഞവർ. അജ്മലുണ്ട്, സാജനുണ്ട്, അവരൊക്കെ കഴിവുള്ള കുട്ടികളായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ വരാതെ ഇനിയെങ്കിലും മുന്നോട്ട് വരട്ടെ. അപ്പോൾ അതിന് വേണ്ട എല്ലാ നന്ദിയും. പ്രത്യേകിച്ച് ബോറടിപ്പിക്കാതെ ക്ലാസ് എടുത്തു, നല്ല ക്ലാസ് ആയിരുന്നു. എൻ്റെ എല്ലാവിധ പേഴ്സണലായിട്ടും എന്നോട് സഹകരിച്ച എല്ലാവർക്കും ഉള്ള നന്ദി ഞാൻ അറിയിച്ചുകൊള്ളുന്നു. നന്ദി പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. ഇതിൻ്റെ അധ്യക്ഷം വഹിച്ച ബഹുമാനപ്പെട്ട സെക്രട്ടറിക്കും ഉദ്ഘാടനം ചെയ്ത പ്രസിഡൻറ്റിനും പിന്നെ നൗഷാദ് സാഹിബിനും ക്ലാസ് എടുത്ത സാറിനും ബ്രായൻകുട്ടി സാഹിബിനും പിന്നെ അഷ്റഫിക്കാക്കും പിന്നെ മുജി കിഴക്കേ വീട്ടിൽ, ഹക്കീം വെട്ടിയറമ്പിൽ, സവാദ് അടി കല്ലശ്ശേരിൽ, പിന്നെ കൊച്ചുമോൻ, പിന്നെ അദ്രഹിക്ക, ബാക്കി എല്ലാ പിള്ളേർക്കും അവർക്കാണ് ഏറ്റവും കൂടുതൽ നന്ദി പറയേണ്ടത്. കാരണം എന്താ, ഇത് ഇത്രയും വിജയിപ്പിക്കാൻ കാരണം അവർ തന്നെയാണ്. ഇത് ഫോർമാലിറ്റി പറയുന്നതല്ല ഇങ്ങനൊരു സംഘടന. ഇൻഷാ അല്ലാഹ് പതിയാങ്കരയുടെ ചരിത്രം ഈ 21-ാം തീയതിക്ക് മുമ്പും 21-ാം തീയതിക്ക് ശേഷവും ആയി നാളെ ചരിത്രം കുറിക്കുവാൻ അല്ലെങ്കിൽ എഴുതി ചേർക്കുവാൻ നമുക്കെല്ലാവർക്കും ആകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി മൈക്കുകാരന് പ്രത്യേകം, നമുക്ക് ഇവിടെ വീഡിയോ റെക്കോർഡ് ചെയ്ത ആ സഹോദരനും എല്ലാവർക്കും ഇതിന് എല്ലാം സ്പോൺസറായ ജമാഅത്ത് പ്രസിഡന്റ് പറഞ്ഞ പോലെ ആ ജമാഅത്തിൻ്റെ 5 പൈസ പോലും ഇതിനകത്തില്ല. നിസ്സാരപ്പെട്ടാണെങ്കിലും ഇത് പറഞ്ഞപ്പോൾ തന്നെ ഇപ്പം തന്നെ അരമണിക്കൂറിനുള്ളിൽ ഈ പരിപാടി തുടങ്ങുന്നതിന് അരമണിക്കൂറിന് മുമ്പാണ് ഈ വീഡിയോയുടെ കാര്യം പറഞ്ഞ് അന്നേരം തന്നെ ഓൺലൈനായിട്ട് കയറി മത്താത്തല്ല ഷാഹുൽ ഏറ്റ് അവൻ അതിനുള്ള ഉത്തരവ് അത് സാജനും ഷാഹുലും കൂടാണ് ഏറ്റത്. ഞാൻ ഷാഹുലിനുമായിട്ട് ഇടപെട്ട് സാജനെ പിന്നീട് അവസരത്തിൽ വിനിയോഗിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ഷാഹുലിനെ ഏൽപ്പിച്ച് അവനേറ്റ് പൈസ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. അങ്ങനെ ഒരുപാട് അഭ്യുദയകാംക്ഷികൾ നമ്മുടെ സമൂഹത്തിലുണ്ട്. അത് കണ്ടെത്തി ഈ സമൂഹത്തിൻ്റെ നമ്മുടെ കുട്ടികൾക്ക് നമ്മുടെ മക്കൾക്ക് ഒരു വഴി കാണിക്കൂടും. എന്താ പറയുക, ഒരുപാട് സർക്കാർ ഷെജിന ടീച്ചർ പറഞ്ഞ പോലെ സർക്കാർ ഉദ്യോഗസ്ഥത്തിൽ പോയി കഴിഞ്ഞാൽ കിട്ടുന്ന അനുഭവം ഇപ്പോഴും ഞാൻ ഒരുപാട് അനുഭവിക്കുന്നുണ്ട്. നിസ്സാരപ്പെട്ട ഒരു പോസ്റ്റിൽ നിന്ന് വിരമിച്ചെങ്കിൽ തന്നെയും അൽഹംദുലില്ലാഹ് വളരെയധികം നമ്മുടെ ജീവിതത്തിൽ നമുക്കും നമ്മളുമായിട്ടിരിക്കുന്ന നമ്മുടെ കുടുംബത്തിന് വരെ ഒരു ചെറിയ സെക്യൂരിറ്റി പടച്ചൊമ്പരാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ സെക്യൂരിറ്റിയാണ് സർക്കാർ ഇപ്പോഴത്തെ സെറ്റപ്പിൽ. അപ്പോൾ എല്ലാവരും ആ കിട്ടിയ അവസരം, കാരണം ഞാനൊക്കെ ആണെങ്കിൽ മമ്മുക്കുട്ടിയുടെ ചക്കപ്പല്ലയും സക്രിയയുടെ കഞ്ഞിവെള്ളം കുടിച്ചാൽ ഞാൻ മുന്നോട്ട് പോയിരിക്കുന്നു. ഇപ്പോഴത്തെ തലമുറയ്ക്ക് ആർക്കും അറിയാം. അഭിമാനം ഞങ്ങൾക്ക് യാതൊരു കുറവില്ല. എൻ്റെ ശക്തിയുടെ നട്ടലിൻ്റെ ഏറ്റവും വലിയ ആ പവർ ആ കഞ്ഞിവെള്ളവും ചക്കപ്പല്ലയും അഭിമാനത്തോടു കൂടി പറയുന്നു. ഇപ്പോഴത്തെ കുഞ്ഞുങ്ങൾക്ക് അതൊന്നും കിട്ടുന്നില്ല. അതുകൊണ്ട് തന്നെ അങ്ങനെ അനുഭവമില്ല. അതുകൊണ്ട് അവർക്ക് കിട്ടിയ അവസരങ്ങൾ, അവർക്ക് ബുദ്ധി, അവരുടെ ആരോഗ്യം ഒന്നും വിനിയോഗിക്കുന്നില്ല. ആ ഖേദം നിങ്ങളെ ഒരിക്കൽ കൂടി ഓർത്തുണ്ട്. അതിനൊരു ബദലായിട്ട് നമുക്ക് ഈ പതിയാങ്കര മാറണമെന്ന്
ഇവിടെ വെച്ച് ദൃഢപ്രതിജ്ഞ അടക്കാം. ഇതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ ഇനി പല ആശയങ്ങളും പല അഭിപ്രായമായിട്ട് മുന്നോട്ട് വരും. അത് വന്ന് തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. പക്ഷേ ഈ ഉദ്ദേശശുദ്ധിയെ നമ്മളെല്ലാം മനസ്സിലാക്കി ബഹുമാനിച്ചു. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി അറിയിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.